താങ്ക് യു വിനോദേട്ടാ. വിനോദ് സാർ എന്നൊന്നും വിളിക്കാൻ വയ്യ. കാരണം വിനോദേട്ടൻ പ്രേമ ചേച്ചി എന്നൊക്കെ പറയുമ്പോൾ നമ്മളെ ആ ഒരു എന്താ പറയാ RCM ഫാമിലി അത് തരുന്ന ആ ഒരു ബന്ധങ്ങൾ എന്ന് പറയുന്നത് അത്രയും അല്ലെ, ഒരു ഏട്ടൻ അങ്ങനെയുള്ള ഒരു പരിവേഷത്തിൽ ഇരിക്കുന്ന ശരിക്കും പറഞ്ഞാൽ അങ്ങനെ ഒരു ആള് തന്നെയാണ്. രക്തബന്ധമൊന്നും വേണ്ട അല്ലെ. അപ്പോ വിനോദേട്ടൻ അല്ലെ നന്നായിട്ട് തന്നെ എന്നെ കുറിച്ച് നമ്മുടെ RCM ഫാമിലി സഫയർ അതോ ഈ പദങ്ങളൊക്കെ ശരിക്കും തന്നെ നിങ്ങൾക്ക് പറഞ്ഞു തരികയുണ്ടായി. കുറെ കാലമായി ഈ പലരും പറയാറുണ്ട് സൂമിലൊക്കെ വന്നിട്ട് കുറെ ആയി എന്നുള്ളത് ശരിയാണ്. കാരണം ധാരാളം ഫിസിക്കൽ പ്രോഗ്രാമുകൾ വരുമ്പോ അതിൻ്റെതായ ബുദ്ധിമുട്ട്, അത് കഴിഞ്ഞ് വൈകിട്ട് ഇവിടെ വരുമ്പോൾ ആ ഒരു സൂം പ്രോഗ്രാമിൽ പങ്കെടുക്കാനോ അല്ലെങ്കിൽ നിങ്ങളുമായിട്ടൊക്കെ സംവദിക്കാനോ ഒക്കെയുള്ള ആ ഒരു സമയം ശരിക്കും കുറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇനി ഞാൻ വിചാരിക്കേണ്ടത് ഒരു മാസം കൃത്യമായിട്ട് ഞാൻ പ്രോഗ്രാം തന്നിട്ടുണ്ടാവും. കാരണം എന്താണ് അല്ലെ, ശരിക്കും ജോലിയൊക്കെ റിസൈൻ ചെയ്ത് നിങ്ങൾക്ക് വേണ്ടി തന്നെ ജീവിതം എന്താ പറയാ RCM ഒരുപാട് ഫാമിലികളിൽ എത്തിക്കാനായിട്ട് ഇന്ന് മൂർത്തി സാറിനോടൊപ്പം തന്നെ കേരളത്തിൽ മാത്രമല്ല കേരളത്തിന് വെളിയിലും ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. എനിക്കറിയില്ല അതിനുള്ള കരുത്ത് ശരിക്കും പറഞ്ഞാൽ എവിടുന്നാ കിട്ടിയതെന്ന്. ഞാൻ ശരിക്കും പറഞ്ഞാല് ഇന്ന് തുറന്നു പറയാം, എന്റെ RCM ഫാമിലിയുടെ മുമ്പില് ഞാൻ ശരിക്കും ഒരു ഇൻട്രോവേർട്ട് ആയിരുന്നു. എന്ന് വെച്ചാൽ അധികം ആരോടും ഇങ്ങനെ സംസാരിക്കുക അല്ലെങ്കിൽ അത്ര സ്മാർട്ടായിട്ടൊരു സംസാരം എനിക്കില്ല എന്നുള്ള ഒരു അപകർഷതാബോധം ശരിക്കും എനിക്ക് ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ സ്കൂളില് ഒരു നല്ല മാത്സ് ടീച്ചർ എന്നുള്ള ഒരു ഇതല്ലാതെ ഒരു മൈക്ക് എടുത്തിട്ട് സംസാരിക്കുകയോ അല്ലെങ്കിൽ ടീച്ചേഴ്സിന് അങ്ങനെയൊക്കെ ധാരാളം അവസരങ്ങൾ സ്കൂളിൽ കിട്ടാറുണ്ട്. അതില് മൈക്ക് പിടിച്ച് സംസാരിക്കുന്ന ഭാഗം വരുമ്പോൾ ഞാൻ പതുക്കെ ഒഴിഞ്ഞു മാറും. അതിന് എന്റെ സബ്ജക്റ്റ് തന്നെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. കാരണം മാത്സ് ടീച്ചേഴ്സിന് പൊതുവെ മൈക്ക് കിട്ടാറില്ല പല സ്കൂളുകളിലുമായിട്ട്. അത്രയും സ്മാർട്ട് ആണെങ്കിൽ മാത്രമേ മൈക്കൊക്കെ കിട്ടുന്നുണ്ടാവുള്ളൂ. അതിനൊക്കെ നിറയെ ലാംഗ്വേജ് ടീച്ചേഴ്സ് ഉണ്ടാവും. അപ്പോ ശരിക്കും ഞാനിങ്ങനെ എല്ലാത്തിൽ നിന്നും ഒക്കെ ഇങ്ങനെ ഒഴിഞ്ഞൊഴിഞ്ഞു മാറിയ ഒരു വ്യക്തി തന്നെയായിരുന്നു. ശരിക്കും TCGയുടെ മുമ്പ് ആ ഒരു പാതാരവിന്ദങ്ങളിൽ നമസ്കരിച്ചുകൊണ്ട് തന്നെ എന്റെ സെഷൻ തുടങ്ങുകയാണ്. അദ്ദേഹമാണ് അല്ലെങ്കിൽ ആ ഒരു സിസ്റ്റം അല്ലെ നമ്മളിങ്ങനെ എന്താ പറയാ കെയർ ചെയ്ത് ഗ്രോ ചെയ്ത് എന്താ പറയാ എന്ന് എവിടെയൊക്കെയോ എത്തിച്ചിരിക്കുന്നു. ഇന്ന് എനിക്കറിയില്ല, തമിഴ്നാട്ടിൽ പോയിട്ട് സെഷൻ എടുക്കുമ്പോൾ ഞാൻ മൂർത്തി സാറിനോട് ഇവിടുന്ന് പറഞ്ഞിട്ടേ പോകും. ഞാൻ ഇവിടുന്ന് അവിടെ പോയിട്ട് ഞാൻ മലയാളമാവും പറയും, എനിക്ക് ലാംഗ്വേജ് അറിയില്ല. അല്ലെങ്കിൽ അത് ഇംഗ്ലീഷിൽ പറയും, ആരെങ്കിലും ട്രാൻസ്ലേറ്റ് ചെയ്യണം. പക്ഷെ എന്താണെന്നറിയില്ല, എന്തോ സംതിങ് ആ ഒരു പവർ അല്ലെ അല്ലെങ്കിൽ TCGയിലൂടെ ആ സിസ്റ്റത്തിലൂടെ നമുക്ക് കിട്ടിയ ഒരു പവർ എന്ന് പറഞ്ഞാൽ അവിടെ ചെന്നിട്ട് തമിഴ് ഇങ്ങനെ വരിക. എനിക്ക് എന്റെ എന്താ പറയുക ഒരു വല്ല നാഗവല്ലി എന്റെ ശരീരത്തിൽ കൂടിയ പോലെ ചിലപ്പോൾ തോന്നാറുണ്ട്. അതുപോലെ മുർസാന്റെ കൂടെ പോയിട്ട് ഒറീസയിൽ ഇതിനു മുമ്പൊക്കെ പോയിട്ട് ക്ലാസ് എടുത്തിട്ടുണ്ട് ഹിന്ദിയിൽ. കാരണം എനിക്കൊന്നും ഇങ്ങനെയുള്ള ഒരു സുഹൃത്തുക്കളില്ല തമിഴ് പറയാനായിട്ട് അല്ലെങ്കിൽ തമിഴിൽ സംവദിക്കാനായിട്ട്. എനിക്ക് തമിഴ്നാട്ടിൽ സുഹൃത്തുക്കളെ ഉണ്ടായിരുന്നില്ല, തമിഴ് അറിയാവുന്ന ആൾക്കാരില്ല. അപ്പൊ അങ്ങനെയൊക്കെയുള്ള എനിക്ക് ഇങ്ങനെയൊക്കെ എന്താ പറയാ ഒരു ലാംഗ്വേജ് വന്നിട്ടുണ്ടെങ്കിൽ കൂടുതൽ ഞാൻ കേട്ടു എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. തമിഴിലെ നമ്മുടെ സെഷൻ ഉച്ചയ്ക്ക് 2 മണിക്കുണ്ട്, അത് കേട്ടിട്ടുണ്ട്. അതുപോലെ ഹിന്ദി സെഷൻസ് അത് നമ്മുടെ വട്ട് സാറിന്റെ ആവട്ടെ മുകേഷ് കോഠാരി സാറിന്റെ ഒക്കെ ആവട്ടെ, അതൊക്കെ ശരിക്കും പറഞ്ഞാൽ വീഡിയോകളിലൂടെ യൂട്യൂബ് വീഡിയോകളിലൂടെ ഒക്കെ കേൾക്കുമ്പോൾ കുറെയൊക്കെ ഹിന്ദി നമ്മളുടെ വായിലൂടെ വരുന്നത് പിന്നീട് അത് എന്താ പറയാ ഈശ്വരന്റെ ഒരു വരദാനം എന്ന് പറഞ്ഞ പോലെ അങ്ങോട്ട് സംസാരിച്ച് അല്ലെങ്കിൽ കേട്ട് 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 അങ്ങോട്ട് ഒരു ബാധ കൂടിയ പോലെ വരുന്നുണ്ട് എവിടെയൊക്കെയൊക്കെ പോയിട്ട്. ഇപ്പൊ ഡൽഹിയിൽ ഹിന്ദിയിൽ ക്ലാസ് എടുത്തു, ചണ്ഡീഗഡിലെ മൂർത്തി സാറിന്റെ കൂടെ പോയിട്ട് അവിടെയും ഹിന്ദിയിൽ ക്ലാസ് എടുക്കുകയുണ്ടായി. ശരിക്കും പറഞ്ഞ എന്നെ കുറിച്ച് മൂർത്തി സാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ RCM അദ്ദേഹത്തിന് ആ ഒരു ട്രാൻസ്ഫോർമേഷനിലേക്ക് പണ്ടേ എത്തിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ എനിക്ക് ഈ ഒരു ലാംഗ്വേജ് ഇത് വന്നിട്ടുണ്ടെങ്കിൽ ആളുകളുടെ മുമ്പിൽ മടികൂടാതെ തമിഴിലായിക്കോട്ടെ ഹിന്ദിയിലായിക്കോട്ടെ, നമ്മുടെ മാതൃഭാഷ പിന്നെ പറയും വേണ്ട. അപ്പോ അത് നമുക്ക് അങ്ങനെയൊക്കെ ഒരു സംസാരിക്കാനുള്ള ഒരു ധൈര്യം, അതും മറ്റു ഭാഷകളിൽ സംസാരിക്കാൻ എനിക്ക് ധൈര്യം കിട്ടിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ സിസ്റ്റം നമുക്ക് തന്നിട്ടുള്ള ഒരു പവർ തന്നെയാണത്. അത് തീർച്ചയായിട്ടും ഒരുപാട് പേരിലേക്ക് എത്തും എന്നുള്ള കോൺഫിഡൻസ് എനിക്കുണ്ട്. ഇന്ന് ഞാൻ അങ്ങനെ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ ഒന്നുമല്ലാത്ത വട്ടപൂജ്യത്തിലിരുന്ന ഞാൻ ഇങ്ങനെയൊക്കെ തമിഴിലും മറ്റു ഭാഷകളിലൊക്കെ ഒക്കെ എന്തെങ്കിലും നമ്മൾ ബാധ കയറിയതാണെന്ന് പറഞ്ഞാലും അങ്ങനെയൊക്കെ സംസാരിക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇന്ന് എന്നെ കേൾക്കുന്ന ഓരോരുത്തരെയും ആ ഒരു ട്രാൻസ്ഫർമേഷന്റെ പാതയിലേക്ക് കൊണ്ടുവരാൻ തന്നെയാണ് ഞാൻ ഇന്ന് ഉറച്ച തീരുമാനം എടുത്തിട്ട് തന്നെയാണ് ഇന്ന് നിങ്ങളുടെ മുമ്പിൽ ഇരിക്കുന്നത്. 2005 ഞങ്ങളൊക്കെ RCMൽ മെമ്പർഷിപ്പ് എടുത്തപ്പോ അതും ശരിക്കും സ്മരിക്കണം നമ്മുടെ ഗ്രേറ്റ് അപ്ലൈൻ റൂബി ഗോപകുമാർ സാർ. വീട്ടിലിരുന്ന് തന്നെ നിങ്ങളൊക്കെ ഒരു കയ്യടി അടിച്ചോളൂ കേട്ടോ അദ്ദേഹത്തിന് വേണ്ടിയിട്ട്. അല്ലെ അദ്ദേഹം നമ്മളോട് RCMന്റെ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ശരിക്കും പറഞ്ഞാൽ എനിക്കും മൂർത്തി സാറിനും ഡയറക്റ്റ് മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാല് എന്തോ തട്ടിപ്പും വെട്ടിപ്പും ഉള്ള ഒന്നാണ്, ഇതൊന്നും നമ്മുടെ അടുത്ത് ചെലവാവില്ല എന്നുള്ള രീതിയിലാണ് അന്ന് ശരിക്കും പറഞ്ഞ ഗോമാർ സാറിനെ കാണുമ്പോഴോ അല്ലെങ്കിൽ അദ്ദേഹം RCMനെ കുറിച്ച് പറയുമ്പോഴോ ഉള്ളിൽ ഇങ്ങനെ ചിരിയോട് കൂടിയൊക്കെയാണ് ഞാനത് കേട്ടത്.
കാരണം ഉള്ളിൽ അങ്ങനെയാണ്, അതൊരു തട്ടിപ്പാണ്. പക്ഷെ അദ്ദേഹത്തിന്റെ നിർബന്ധത്തിന് വഴങ്ങി നമ്മൾ മെമ്പർഷിപ്പ് എടുത്തു. മെമ്പർഷിപ്പ് എടുത്തിട്ടും മൂർത്തി സാറോ ഞാനോ അതിലേക്ക് നോക്കിയിട്ടേ ഇല്ല. പ്രൊഡക്റ്റുകൾ ഉപയോഗിച്ചു, പക്ഷെ അതിനൊരു പ്രൊഫഷൻ ആക്കി എടുക്കാനോ അല്ലെങ്കിൽ ആളുകളിലേക്ക് എത്തിക്കാനോ ഒന്നും ശ്രമിച്ചിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പക്ഷെ 2006 ഒരു സംഭവം ഉണ്ടായി. ബാംഗ്ലൂർ, അന്ന് ഞങ്ങള് ബാംഗ്ലൂർ എയർഫോഴ്സ് സ്റ്റേഷനിലാണ് ഗോപകുമാർ സാറിനെ പരിചയപ്പെടുന്നത്. അപ്പോ അന്ന് ബാംഗ്ലൂർ നടന്നൊരു മീറ്റിംഗില് ഒരു വലിയ RCMന്റെ ഒരു ഫംഗ്ഷൻ ശരിക്കും പറഞ്ഞാൽ അവിടെ നടക്കുകയുണ്ടായി. മൂർത്തി സാറ് അത് അറ്റൻഡ് ചെയ്യാൻ പോയി. ഞാൻ പോയില്ല, എനിക്കന്ന് അവിടെ സ്കൂളുള്ള ദിവസമായിരുന്നു. ഞാൻ പോയില്ല, സാറ് തനിയെ പോയി. ആ അറ്റൻഡ് ചെയ്ത ശേഷം സാറിലുണ്ടായ മാറ്റം എന്ന് പറഞ്ഞാൽ എന്തോ ഒരു പ്രേതബാധ കൂടിയ പോലെ. അങ്ങോട്ട് പോയ ആളല്ല മീറ്റിംഗ് കഴിഞ്ഞ് തിരിച്ചിങ്ങോട്ട് വരുമ്പോൾ ഞാൻ കണ്ടത്. അന്ന് കാസറ്റുകളുടെ ഒക്കെ ഒരു യുഗ, 2006 2007 ഉള്ള ആളുകൾക്ക് അറിയാം. ശരിക്കും പറഞ്ഞ കാസറ്റുകൾ അല്ലെങ്കിൽ CD ഒക്കെ ഇറങ്ങിയ സമയം. മുകേഷ് കൊഠാരി സാറിന്റെ ഒക്കെ CD, അന്നുണ്ടായിരുന്ന ലീഡേഴ്സ് എന്ന് പറയാന് കാസറ്റ് ഇറക്കുക അല്ലെങ്കിൽ CD ഇറക്കുക, അങ്ങനെ അതിൽ ഒരുപാട് ഫേമസ് ആയിട്ടുള്ള കുറച്ച് ലീഡേഴ്സ് ഉണ്ടായിരുന്നു. അവരുടെയൊക്കെ CD വാങ്ങി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അതുപോലെ RCMന്റെ പ്ലാൻ ബുക്ക്, ഇതൊക്കെ അദ്ദേഹത്തിന്റെ കയ്യിലുണ്ട് മീറ്റിംഗ് കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ. പിന്നീട് എന്താ പറയാ, ഡ്യൂട്ടി കഴിഞ്ഞുള്ള സമയം എന്ന് പറഞ്ഞാല് ഫുൾ ടൈം ഇത് കേൾക്കുക. അപ്പൊ ഞാൻ ചോദിക്കാറുണ്ട്, ഇത് ഇങ്ങനെ കേട്ടത് തന്നെ കേട്ടിട്ട് ഇതിൽ എന്താണ്, എന്ത് ചെയ്യാനാണ്? പക്ഷെ അന്ന് അദ്ദേഹം എന്നെ ഞെട്ടിപ്പിക്കുന്ന ഒരു കാര്യം പറയണ്ടായി. ഞാൻ RCM ഒരു പ്രൊഫഷൻ ആക്കിയിട്ട് എടുക്കാൻ ആലോചിക്കുകയാണ്. എന്റെ സെൻട്രൽ ഗവൺമെന്റ് ജോലി വേണ്ടാന്ന് വെക്കാൻ പോവാണ്. ശരിക്കും പറഞ്ഞാൽ എനിക്കത് എന്നെയൊക്കെ അല്ലെങ്കിൽ നമ്മളെ പോലെയുള്ള ആളുകൾ എന്ന് പറഞ്ഞാല് ഒരു സിംഗിൾ അല്ലെ ആ ഇൻകം മാത്രം ഡിപ്പെൻഡ് ചെയ്തിട്ടിരിക്കുന്ന ആൾക്കാരാണ്. ഫിനാൻഷ്യലി നമുക്ക് വേറെ സോഴ്സ് ഒന്നുമില്ല, വേറൊരു ഇൻകത്തിന് നമുക്ക് ഈ സൈഡിൽ ഇന്നതുണ്ട്, ഓക്കെ അദ്ദേഹം എന്തെങ്കിലും ചെയ്തോട്ടെ എന്ന് ആശ്വസിക്കാൻ ഒന്നുമില്ലാത്ത ഒരു കാലഘട്ടം. അപ്പൊ ആ സമയത്താണ് ഇദ്ദേഹം ഇങ്ങനെ പറയുന്നത്, ജോലി രാജിവെക്കണ കാര്യം പറയുന്നത്. ശരിക്കും അത് അക്ഷരാർത്ഥത്തില് എന്നെ മാത്രമല്ല, എന്റെ ഫാമിലി, എന്റെ അച്ഛനും അമ്മയും അതുപോലെ അദ്ദേഹത്തിന്റെ അച്ഛനും അമ്മയൊക്കെ ഒരുപാട് വിഷമിച്ചു പോയ, അതുപോലെ അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളൊക്കെ വെൽവിഷേഴ്സ് ആയിട്ടുള്ള ആളുകൾ, അവർക്കൊക്കെ ശരിക്കും പറഞ്ഞാൽ മൂർത്തി അങ്ങനെ ഒരു ഡിസിഷൻ എടുക്കുന്ന ആളല്ല. ഞങ്ങൾക്ക് അറിയാവുന്ന മൂർത്തി ഇങ്ങനെയല്ല, ഇത് എന്തോ പറ്റിയിട്ടുണ്ട്. എന്റെ അമ്മ പറഞ്ഞു ഇദ്ദേഹത്തിനെ TCG കൈവിഷം കൊടുത്തിട്ടുള്ളതാണ്. നമുക്കൊരു ജോത്സ്യന്റെ അടുത്ത് പോകണമെന്ന് വരെ എന്റെ അമ്മ എന്ന് പറഞ്ഞ ജോത്സ്യന്റെ അടുത്തൊക്കെ കൊണ്ടുപോയിട്ടുണ്ട്. അത് വേറെ കാര്യം. ശരിക്കും പറഞ്ഞാൽ ഞങ്ങളൊക്കെ ഒരുപാട് വിഷമിച്ചു പോയി. അതിലെല്ലാവരും വിളിക്കാനാണെങ്കിൽ അവർക്ക് വിളിക്കാനായിട്ട് എന്നെ മാത്രമാണ്, എന്നോടാണ് പറയാ, നീ ശരിക്കും ശ്രദ്ധിക്കുക, കാരണം ഇങ്ങനെയുള്ള ചതിക്കുഴികളിലേക്കൊന്നും പോവാൻ പാടില്ല. RCM എന്നുള്ള ഡയറക്റ്റ് മാർക്കറ്റിംഗ് ശരിക്കും പറഞ്ഞ കേരളത്തില് അന്ന് കേട്ടുകേൾവി പോലും ഇല്ല. വിജയിച്ച ലീഡേഴ്സ്, ഞാൻ മുർസാനോട് ചോദിച്ചിട്ടുണ്ട് അന്ന്, വിജയിച്ച ലീഡേഴ്സ് ഉണ്ടോ? എന്തോ കോൺഫിഡന്റ് ആയിട്ടാ സാറ് പറയാ, ആരുമില്ല. ഒരു ഷോപ്പ്, ഒരു നല്ല RCMന്റെ ഔട്ട്ലെറ്റ് കാണിച്ചു തരാനുണ്ടോ? ഒന്നുമില്ല. അങ്ങനെയുള്ള ഒരു കാലഘട്ടത്തില് RCMനെ ഒരു പ്രൊഫഷനാക്കി എടുക്കാനുള്ള ധൈര്യം, ശരിക്കും പറഞ്ഞാൽ അന്ന് അതിനെ കിറുക്ക് അല്ലെങ്കിൽ വട്ട്, അല്ലെങ്കിൽ എന്റെ അമ്മ പറഞ്ഞ പോലെ അതിന് എന്തോ കൈവശം കൊടുത്തത്, ഇങ്ങനെ പല പല ഡെഫിനിഷനിലായിരുന്നു അന്ന് RCMനെ പ്രൊഫഷനാക്കി എടുത്തിട്ടുള്ള. മൂർത്തി സാറ് മാത്രമാവില്ല, പലരും അന്ന് ഇതുപോലെയൊക്കെയുള്ള പല പര്യായ പദങ്ങള് അവർക്കും കിട്ടിയിട്ടുണ്ടാവും. അപ്പോ ശരിക്കും ആ ഒരു ജേർണിയില് 2 വർഷം 2006 2007 എനിക്ക് എന്റെ ജീവിതത്തിൽ മറക്കാൻ കഴിയില്ല. കാരണം അന്നൊരു കൗൺസലിംഗ് തരാൻ ആരും ഉണ്ടായിരുന്നില്ല. ഇങ്ങനെയൊന്നും അല്ല RCM, ഇത് പടർന്ന് പന്തലിക്കും, ഒരുപാട് പേരെ രക്ഷപ്പെടുത്തും, വലിയൊരു സിസ്റ്റമായിട്ട് ഇത് വരും, രാജ്യം അറിയുന്ന തരത്തിൽ ഇത് വളരും എന്നൊന്നും പറഞ്ഞു തരാൻ അന്ന് ഒരാളും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഒരുപാട് കരഞ്ഞു തളർന്ന 2 വർഷം അല്ലെങ്കിൽ ഒരു ഡാർക്ക് ലൈഫ് എന്ന് പറയാം, അത് എന്റെ ജീവിതത്തിലും ഉണ്ടായിട്ടുണ്ട്. കാരണം വരുമാനം നിലയ്ക്കുമ്പോഴാണ് നമുക്ക് ശരിക്കും പറഞ്ഞ ആ ഒരു ഫ്യൂച്ചർ അത് നോക്കുമ്പോൾ ശരിക്കും പറഞ്ഞ അന്ധകാരം മാത്രം, അതിലൊരു വെളിച്ചം എന്ന് പറയുന്നത് ഇല്ല. അങ്ങനെയുള്ള അവസ്ഥ വരുന്നവർക്ക്, അത് അനുഭവിച്ചിട്ടുള്ളവര്, ഇന്നെ കേൾക്കുന്നവരുണ്ടെങ്കിൽ അവർക്കത് ശരിക്കും മനസ്സിലാവും. അങ്ങനെ ആ ഒരു ജേർണിയില് ഞാൻ ഇന്ന് പറയാൻ പോണത് ആ ഒരു സക്സസ് ജേർണിയാണ്. അതില് 2008 എനിക്കൊരു ഭാഗ്യം ഉണ്ടായി, RCMന്റെ മീറ്റിംഗ് കോഴിക്കോട് വെച്ചിട്ട് അറ്റൻഡ് ചെയ്യാനായിട്ട്. അന്ന് നമ്മുടെ ഡയമണ്ട് ആയിട്ടിരിക്കുന്ന ശ്രീ സുരേന്ദ്ര വാഡ് സർ, അദ്ദേഹത്തിന് ഈ ഒരു അവസരത്തിൽ ഞാൻ നന്ദിപൂർവ്വം സ്മരിക്കുകയാണ്. കാരണം എന്റെ മനസ്സിൽ RCM എത്രത്തോളം പ്രിയപ്പെട്ടതാണ് അല്ലെങ്കിൽ എത്രത്തോളം മികച്ചതാണ്, മൂർത്തി സാർ എടുത്ത തീരുമാനം അത്രയേറെ നല്ലതായിരുന്നു എന്ന് തെളിയിച്ച ഒരു സെഷൻ 2008 അദ്ദേഹത്തിന്റെ ആ ഒരു മീറ്റിംഗ്. അതിൽ അദ്ദേഹം പറഞ്ഞ കുറെ പോയിന്റ്സ് ഉണ്ടായിരുന്നു. ഫസ്റ്റ് പോയിന്റ് എനിക്ക് ഇഷ്ടപ്പെട്ടത്, യൂസ് ആൻഡ് പ്രൊമോട്ട്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പ്രൊമോട്ട് ചെയ്യുക. ഏത് കമ്പനി, ഏത് സിസ്റ്റമാണ് ഇങ്ങനെ പറയുക? അല്ലെ, പല ഡയറക്റ്റ് മാർക്കറ്റിംഗ് കമ്പനികളും നമ്മളോട് പറയുന്നത് യു ഷുഡ് യൂസ്
അല്ലെ? നമ്മൾ യൂസ് ചെയ്യാൻ തന്നെ പറയുന്നുള്ളൂ, അല്ലാതെ നമ്മൾക്കത് ഇഷ്ടപ്പെട്ടിട്ട് പ്രൊമോട്ട് ചെയ്യുക. നമ്മൾ പ്രൊമോട്ടിൽ ഏതൊരു ഡയറക്റ്റ് മാർക്കറ്റിംഗ് കമ്പനി പ്രൊമോഷന്റെ പിന്നാലെയാണ്. പക്ഷെ ഇവിടെ നമുക്ക് 100% ഇഷ്ടപ്പെട്ടത് നമ്മൾ ആളുകളോട് പറയുന്ന ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സിസ്റ്റത്തിനെ കുറിച്ച് അന്ന് അദ്ദേഹം പറയുണ്ടായി. അതുപോലെ തന്നെ ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെയൊക്കെയുള്ള ഒരു അവയർനെസ് എൻ്റെ ജീവിതത്തില് എനിക്ക് MSc B.Ed എന്താ പറയുക അധ്യാപിക എന്നൊക്കെ പറയുന്നത് ശരിക്കും പറഞ്ഞാൽ പൊള്ളയാണെന്ന് ഞാൻ പറയും. ഒന്നുമില്ല. കാരണം അതുവരെ ഞാൻ നേടിയ വിദ്യാഭ്യാസം അതെന്തിനായിരുന്നു എന്നുള്ളതാണ്. A+B² A²+2AB+B² പഠിക്കാത്ത കുട്ടികൾക്ക് ഇമ്പോസിഷൻ കൊടുത്ത എന്താ പറയാ അത്രയും ഇമ്പോസിഷൻ. കാരണം അതാണ് വലിയ എന്തോ ഒരു ലോകം എന്ന് വിചാരിച്ചിരുന്ന ഒരു ആ ടീച്ചിങ്ങിലൂടെ നമ്മൾ അങ്ങനെ വിചാരിക്കുക, ഇത് പഠിക്കാത്ത കുട്ടികൾക്ക് ഒന്നിനും കൊള്ളില്ല, അല്ലെ? അങ്ങനെ പഠിക്കാത്ത കുട്ടികൾ അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നുള്ള ഒരു സങ്കല്പത്തിൽ ഇരുന്ന് എനിക്ക് അന്ന് കിട്ടിയ ഒരു അവയർനെസ് അല്ലെങ്കിൽ തിരിച്ചറിവ് എന്ന് പറയാം. ശരിക്കും ഞാനൊക്കെ അല്ലെങ്കിൽ എന്നെ പോലെ ഒരുപാട് പേര് പരസ്യങ്ങൾ നോക്കി മാത്രം സാധനങ്ങൾ വാങ്ങിച്ചിരുന്ന ആളുകൾ തന്നെയാണ്. ഞാനൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ശ്രീദേവിയുടെ കടുത്ത ആരാധികയെ. അതുകൊണ്ട് പരസ്യം TV-യിലെ പരസ്യം കാണുമ്പോൾ ശ്രീദേവി ഏത് സോപ്പാ ഉപയോഗിച്ചത് നോക്കും, ശ്രീദേവി ഏത് ഷാമ്പു ആണ് ഉപയോഗിച്ചത് നോക്കും, അത് തന്നെ ഉപയോഗിക്കും. കാരണം എന്താണ്, അവരെന്നെ അത്രയേറെ സ്വാധീനിച്ചിട്ടുണ്ട്. എന്റെ ഇഷ്ടപ്പെട്ട ആക്ട്രസ് ആണ്. അവരെന്താണോ ഉപയോഗിച്ചത് അത് നമ്മളുടെ ബ്രെയിനിൽ പതിഞ്ഞ് ആ ബ്രെയിൻ നമ്മളോട് പറയാണ് യു ഷുഡ് യൂസ് ദാറ്റ് ബ്രാൻഡ്. ഇതുപോലെ ആ ഒരു അങ്ങനെയുള്ള ഒരു മൂഢ സമൂഹം ശരിക്കും എന്നെ പോലെ ഉള്ളതുണ്ട്. ആ മൂഢ സമൂഹത്തിന്റെ അന്നത്തെ ഒരു റെപ്രസെന്റേറ്റീവ് തന്നെയായിരുന്നു അന്ന് ഞാൻ. അപ്പൊ ശരിക്കും അതിലൊക്കെ ഒരു മാറ്റം കൊണ്ടുവന്നത് ഓക്കെ ഇങ്ങനെയൊന്നും അല്ല, ഇതാണ് ശരി, എന്താണ് ശരി എന്താണ് തെറ്റ് എന്നുള്ള ആ ഒരു തിരിച്ചറിവ് അന്നത്തെ ആ ഒരു മീറ്റിങ്ങിൽ കിട്ടിയപ്പോൾ മൂർത്തി സാറിൽ എനിക്ക് ഒരുപാട് മതിപ്പ് തോന്നി. അല്ലെ, അദ്ദേഹം തെരഞ്ഞെടുത്ത പ്രൊഫഷൻ ദാറ്റ് ഇസ് ദ നമ്പർ 1 പ്രൊഫഷൻ. ഞാനും കൂടെ കട്ടയ്ക്ക് നിൽക്കും. കാരണം അദ്ദേഹം ഒറ്റയ്ക്ക് പോയിട്ട് ഒരു വീട്ടിൽ പോയിട്ട് പറയുന്നതിന് വാല്യൂ ഉണ്ടാവില്ല എന്ന് അന്ന് എനിക്ക് മനസ്സിലായിരുന്നു. അങ്ങനെ മൂർത്തി സാറിന്റെ കൂടെ അന്ന് സ്കൂളിൽ ഞാൻ ജോലി ആ സമയമൊക്കെ ആകുമ്പോഴേക്കും ശരിക്കും പറഞ്ഞാൽ 2008 ഞങ്ങൾ ബാംഗ്ലൂരിലെ ജോലിയൊക്കെ അവസാനിപ്പിച്ചിട്ട് നാട്ടിൽ വന്ന അന്ന് ഞങ്ങൾ ഇടപ്പള്ളിയിൽ 2-3 വർഷം വാടക വീട്ടിൽ താമസിക്കുകയുണ്ടായി. ആ സമയത്താണ് ഈ പറഞ്ഞ എന്താ പറയുക മൂർത്തി സാറിന്റെ കൂടെ ഹോം മീറ്റിംഗ്, ഹോം വിസിറ്റിംഗ് ഇതിനൊക്കെ കൂടെ പങ്കാളിയായിട്ട് കൂടെ പോവാനുള്ള ഭാഗ്യം എനിക്കുണ്ടായത്. പോകുമ്പോഴൊക്കെ മോൻ കൂടെ കൂട്ടുമായിരുന്നു. കാരണം കുട്ടികളും ആ വാല്യൂ തിരിച്ചറിയണം. കാരണം നമ്മൾ ആളുകളോട് പറയുന്ന എത്ര നല്ല കാര്യങ്ങളാന്ന് ഓർക്കണം. അന്നൊക്കെ ശരിക്കും പറഞ്ഞാൽ ഇന്ന് നിങ്ങൾ കാണുന്ന പോലെ ന്യൂട്രിചാർജ് ഇല്ല, ഹെൽത്ത് കാർഡ് ഓയിൽ ലോഞ്ച് ചെയ്ത വർഷമാണ് 2008 അവസാനമാകുമ്പോഴേക്കും ഹെൽത്ത് കാർഡ് ഓയിൽ ലോഞ്ച് ചെയ്തു. നമുക്കൊരു ആരോഗ്യം എന്നുള്ള ടോപ്പിക് അന്ന് പറഞ്ഞു തുടങ്ങിയത് തന്നെ ഹെൽത്ത് കാർഡ് ഓയിൽ തുടങ്ങിയിട്ടാണ്. ആളുകളിൽ റിസൾട്ടുകൾ വന്നു തുടങ്ങി. പിന്നീട് ന്യൂട്രിചാർജ് ലോഞ്ച് ചെയ്തു. പിന്നീട് കാണെ നിങ്ങൾ കാണുന്ന പോലെ ഇങ്ങനെ RCMലെ പ്രോഡക്റ്റുകൾ കാണെ വന്നു തുടങ്ങിയപ്പോൾ ഞങ്ങളുടെ പിൻലെവലുകളൊക്കെ ഇങ്ങനെ മാറി. അല്ലെ, ആ ഒരു ജേണി എന്ന് പറയുന്നത് അതിലൊക്കെ എന്താ പറയുക ഒരുപാട് കുറ്റപ്പെടുത്തലുകള്, ഒരുപാട് കളിയാക്കലുകള്, ഒരുപാട് നോ. ഞാൻ ആരൊക്കെയാണോ നല്ല നല്ല മിടുക്കരായിട്ട് ഒരുപാട് ആൾക്കാരെ മൂർത്തി സാർ അന്നിങ്ങനെ RCM പറയുമ്പോൾ ഞാൻ എൻ്റെ ടീച്ചിങ് ആ പ്രൊഫഷനിലൂടെയായിരുന്നു പല ആളുകളെയും കണ്ടിരുന്നത്. ഞാൻ വിചാരിക്കുന്നത് എന്താണ്, സംസാരിക്കാൻ ഭയങ്കര സ്മാർട്ടായിട്ടുള്ള ആളായിരിക്കും ഈ സിസ്റ്റത്തിൽ നമ്പർ 1 ആവുക എന്നാണ് ഞാൻ വിചാരിച്ചത്. മൂർത്തി സാറിനോട് പോലും അന്ന് ആ സമയത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾക്ക് ഇത്രയും ഒരു എന്താ പറയാ ആളുകളെ കൺവിൻസ് ചെയ്ത് സംസാരിക്കാനുള്ള ആ ഒരു പവർ ഇല്ല. ശരിക്കും മൂർത്തി സാറിന് അനുയോജ്യമായത് ആ എയർക്രാഫ്റ്റില് ഒരു ജോലി അല്ലെ, അവരുടെ അത് സംബന്ധമായിട്ട് ജോലികൾ ഉണ്ടാവൂല, ആ ജോലിയൊക്കെയാണ് സാറിന് നല്ലത് എന്ന് മൂർത്തി സാറിനോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. കാരണം എന്താണ്, അദ്ദേഹം ട്രെയിനിൽ പോകുമ്പം പോലും കൂടെയുള്ള ആളോട് സംസാരിക്കാത്ത ആളാ. നമ്മൾ സാധാരണ കൂടെ യാത്ര ചെയ്യുന്ന ആളുകളോട് എന്തെങ്കിലും ഒരു കുശലം ചോദിക്കില്ലേ? സാറിന്റെ കൂടെ യാത്ര ചെയ്യുമ്പോൾ എനിക്ക് ആകെ ഒരു ബുദ്ധിമുട്ട് തോന്നിയത്, ചിലപ്പോൾ ഞാൻ മലബാറുകാരി കൂടി ആയതുകൊണ്ടായിരിക്കും, എനിക്കൊരു ശകലം ബുദ്ധിമുട്ട് തോന്നിയത് സാറ് തൊട്ടടുത്തുള്ള ആളുകളോടൊന്നും സംസാരിക്കില്ലേ. അപ്പൊ അന്ന് സാറിനോട് പറയായിരുന്നു, ഇങ്ങനെയുള്ള ഡയറക്റ്റ് മാർക്കറ്റ് സിസ്റ്റത്തിൽ ഞാൻ കണ്ട വിജയിച്ച ലീഡേഴ്സ് എന്ന് പറയുന്നത് സ്റ്റേജ് ഇളക്കി മറിച്ച് നടക്കണ പ്രകടനം നടത്തുന്ന ലീഡേഴ്സ്. അവർക്കും ഭയങ്കര സംസാരിക്കാനൊക്കെ ഒരുപാട് ഇങ്ങനെ പറന്ന് പറഞ്ഞ വാക്കുകൾ വരണം. അങ്ങനെയുള്ള ആളുകളാണ് ഈ സിസ്റ്റത്തിൽ വിജയിക്കുക. സാറൊക്കെ അങ്ങനെ അധികം എന്താ പറയാ RCM എന്ന് പറഞ്ഞു കൊടുക്കുന്നത് പോലും എനിക്ക് ആ ഒരു ഇംപ്രഷൻ, അല്ലെങ്കിൽ സാർ അതിനെക്കുറിച്ച് അവതരിപ്പിക്കുമ്പോൾ എനിക്ക് തന്നെ അങ്ങോട്ടൊരു ശരിയായില്ല, സാറ് പറയണത് ശരിയായില്ല എന്നുള്ള ഒരു തോന്നൽ ഉള്ളിൽ ഇങ്ങനെ വരുന്ന ഒരു സമയമാണ്. അപ്പോ ശരിക്കും പറഞ്ഞ എന്താ പറയാ ഈ പറഞ്ഞു എക്സ്പേർട്ട് ആവാന്ന് നമ്മൾ കേട്ടിട്ടേ ഉള്ളൂ. ഞാൻ RCMൽ അത് കണ്ടു.
മൂർത്തി സാറിനെ മാത്രമല്ല, സാറിന്റെ കൂടെ അന്ന് വിശ്വസിച്ച് ആരൊക്കെ യാത്ര ചെയ്തോ, ആ ഒരു RCM എന്നുള്ള ട്രെയിനില് സാറിന്റെ കൂടെ ആരൊക്കെ യാത്ര ചെയ്തോ, അവരിലൊക്കെ പിൽക്കാലത്ത് ഈ ഒരു സക്സസ് ഞാൻ കണ്ടു. ശരിക്കും അന്ന് ഞാനൊരു പാഠം പഠിച്ചു. ഒരു വ്യക്തിയെ കണ്ടിട്ട് അസസ് ചെയ്യാനുള്ളതല്ല അവരുടെ RCM ഫ്യൂച്ചർ. നമ്മൾ പലരെയും കാണുമ്പോൾ തന്നെ നമ്മൾ വിചാരിക്കും യെസ് ഇവൻ പുലിയാകും RCMല്, അല്ലെ? ചിലരെ കാണുമ്പോൾ നമ്മൾ വിചാരിക്കും ഇവരൊന്നും അങ്ങനെ പോരാന്ന്. പക്ഷെ ഞാൻ ഇനി ഓരോ സ്ലൈഡ് വരുമ്പോൾ ഞാൻ പറയാം, ഓരോരുത്തരെ കുറിച്ചും എനിക്ക് പറയാനുണ്ട്. ഓക്കെ, അത് ആ സ്ലൈഡ് വരട്ടെ. അതിന് മുമ്പായിട്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഇന്ന് RCM എന്ന് പറയുന്നത് ശരിക്കും ഒരുപാട് പേര് അറിഞ്ഞ് ഇന്ന് എന്താ പറയാ, അതിനൊരു കൃത്യമായ ഡെഫിനിഷൻ നമുക്കിന്ന് കൊടുക്കാൻ പറ്റുന്നുണ്ട്, അല്ലെ? എല്ലാവർക്കും ആരോഗ്യം, എല്ലാവർക്കും സാമ്പത്തിക സ്വാതന്ത്ര്യം, അതുപോലെ സ്ത്രീ ശാക്തീകരണം, അല്ലെ? അതുപോലെ പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ്, അതുപോലെ തന്നെ പവർ ഓഫ് വാല്യൂസ്. പവർ ഓഫ് വാല്യൂസിന് ഇന്ന് ഞാൻ വളരെയേറെ ഇമ്പോർട്ടൻസ് കൊടുക്കുകയാണ്. ആ വാല്യൂസ്, അതായത് നമ്മളുടെ 21 ഗോൾഡൻ റൂൾസ് ഉണ്ട്. അത് പഠിക്കാത്ത ആളുകൾക്ക് ശരിക്കും പറഞ്ഞാല് RCMൽ വിജയിക്കാൻ പറ്റില്ല. RCM എന്താണെന്ന് പോലും മനസ്സിലാക്കാൻ പറ്റില്ല. ഈ 21 ഗോൾഡൻ റൂൾസ് പഠിച്ചവര് RCMൽ മാത്രമല്ല സക്സസ് ആവുന്നത്, അവര് ജീവിതത്തിൽ പോലും സക്സസ് ആവണുണ്ടാവും. ഇനി എന്റെ ഒരു തുടർ സെഷൻ നിങ്ങൾ എല്ലാവരും ഇപ്പൊ നോക്കൂ, 1000 പേര് നിറഞ്ഞിരിക്കുക. ഓക്കെ, വിട്ടുപോകരുത്. കാരണം ഇതില് എനിക്ക് ശരിക്കും അറിയാം, ഇൻവോൾവ് ആയിരിക്കണ RCMന്റെ ഹൃദയത്തോട് ചേർത്ത് പിടിച്ച പുരുഷന്മാരുണ്ട്, RCMനെ ചേർത്ത് പിടിച്ച സ്ത്രീകളുണ്ട്, RCMനെ ചേർത്ത് പിടിച്ച ഫാമിലി ഉണ്ട്, അല്ലെ? ചിലപ്പോ പുരുഷന്മാരാണ് ചേർത്ത് പിടിച്ചിട്ടുണ്ടെങ്കിൽ ഭാര്യ അവിടെ അന്ന് പണ്ട് ഞാൻ പറഞ്ഞ പോലെ കുത്തുവാക്ക് പറയുന്നുണ്ടാവും. ഞാൻ പക്ഷെ വല്ലാതെ കുത്തുവാക്ക് പറഞ്ഞിട്ടില്ല കേട്ടോ, എന്റേതൊക്കെ ഒരു കൗൺസിലിംഗ് ആയിരുന്നു. പക്ഷേ എനിക്ക് തിരിച്ചും ഉണ്ടാവും. അതുപോലെ RCMനെ മുറുകെ പിടിച്ച സ്ത്രീകള്, അവർക്കും ഇതുപോലെ പുരുഷന്റെ കുത്തുവാക്ക് പറയുന്നത്, ഇതെല്ലാം ഞാൻ സ്ത്രീകളോട് അധികം നമ്മൾ ഫോൺ ചെയ്ത് സംസാരിക്കുമ്പോഴൊക്കെ അവരനുഭവിക്കുന്ന വിഷമങ്ങള്, അവർക്ക് വീട്ടിൽ സപ്പോർട്ട് കിട്ടാത്തതിന്റെ കാര്യങ്ങളൊക്കെ എന്നോട് ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും ഇനിയുള്ള സെഷൻ, ഇനി ഞാൻ എന്താ പറയാ, ഞങ്ങളുടെ ആ ഒരു RCM സക്സസ് ജേർണിയാണ് കാണിക്കാൻ പോകുന്നത്. അതിന് മുമ്പായിട്ട് നമ്മുടെ ലീഡേഴ്സിനെയൊക്കെ ഞാനൊന്ന് പരിചയപ്പെടുത്തി തരാം. ഓക്കെ, ഇപ്പം നമ്മുടെ ഇത് ഷെയർ ചെയ്യുന്നുണ്ടാവും. ഓക്കെ, യെസ്, ഇതിന്റെ അവസാനം വരെ എല്ലാവരും ഇരിക്കണം എന്നുള്ളൊരു റിക്വസ്റ്റും കൂടി ഉണ്ട് കേട്ടോ. നോക്കൂ, ഇന്നത്തെ നമ്മുടെ പ്രോഗ്രാമിന് സക്സസ് ഈസ് നോട്ട് ഡിസൈൻഡ്, ഇറ്റ് ഈസ് കാർവ്ഡ്. അപ്പോ ശരിക്കും ഇത് എന്താ അതിന്റെ ഡെഫിനിഷൻ എന്നുള്ളത് എന്റെ സെഷൻ കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, അല്ലെ? ചിലർക്കൊക്കെ ഇതിന്റെ അർത്ഥം മനസ്സിലായിട്ടുണ്ടാവും. പക്ഷെ ഞാൻ ഇതിനിത് കഴിയുമ്പോൾ, ഈ സെഷൻ കഴിയുമ്പോൾ നിങ്ങൾക്കത് കൃത്യമായിട്ട് മനസ്സിലാവണുണ്ടാവും. ഇനി നോക്കൂ, നമ്മളുടെ RCM ഫാമിലിയാണ് ഞാനൊന്ന് പരിചയപ്പെടുത്താൻ പോണത്. ഓക്കെ, നമ്മുടെ സ്റ്റാർ ആൻഡ് എബോവ് ലീഡേഴ്സ് ഉണ്ട്, ടെക്നിക്കൽ ലീഡേഴ്സ് ഉണ്ട്. അതൊക്കെ എന്താ പറയാ, നമ്മുടെ സ്വത്ത്, നമ്മുടെ സമ്പാദ്യമാണ്. അതിൽ തന്നെ ഞാൻ എൻ്റെ എമറാൾഡ് ലീഡർ എന്നൊക്കെ പറയുമ്പോൾ, RCMല് ഒരു സിസ്റ്റത്തിൽ നമ്മളൊരു എമറാൾഡ് അച്ചീവേഴ്സ് ആവുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ആ ഒരു സാമ്പത്തിക സ്വാതന്ത്ര്യം അനുഭവിക്കുന്ന ഒരു ഘട്ടത്തിൽ നമ്മൾ എത്തുന്നതാണ് ശരിക്കും പറഞ്ഞാൽ ആ ഒരു എമറാൾഡ് അച്ചീവ്മെന്റ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ കാണാം, ഓരോ എമറാൾഡുകൾ ഓരോ സ്ഥലത്തായിട്ട് ഇങ്ങനെ മറിഞ്ഞ് വരുന്നുണ്ട്, അല്ലെ? ഫോണിൽ കാണാൻ പറ്റുന്നുണ്ടാവും. എന്ന് എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏകദേശം 17 എമറാൾഡുമാരെ കാണാൻ പറ്റിയിട്ടുണ്ടാവും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ആയില്ലേ വിനോദ് സാറേ? ഏകദേശം എല്ലാവരും ആയിട്ടുണ്ട്, അല്ലെ? ശരിക്കും ഉണ്ടല്ലോ, എനിക്ക് നിങ്ങളോടൊക്കെ പറയാനുള്ളത്, നിങ്ങൾ ആദ്യം ഈ എമറാൾഡ് ലീഡേഴ്സിനെ ഒന്ന് വ്യക്തമായിട്ട് പഠിക്കുക. ഇവരില് ഏറ്റവും രസകരമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്, പലരും പലവിധ പ്രൊഫഷനിലുള്ളവരായിരുന്നു. ഇപ്പൊ ആദ്യം കാണിച്ചത് ഞാൻ നന്ദേട്ടൻ ആൻഡ് ഫാമിലി, അല്ലെ? അദ്ദേഹം ഒരു ടിപ്പർ ലോറി ഡ്രൈവർ ആയിരുന്നു. തൊട്ടടുത്ത് സുരേന്ദ്രൻ സാറ്, അദ്ദേഹം എന്തായിരുന്നു? അദ്ദേഹം എക്സ് ആർമി ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് അദ്ദേഹം ഡ്രൈവറായിട്ട് എയർഫോഴ്സ് ആർമി വിട്ട ശേഷം, റിസൈൻ ചെയ്ത ശേഷം അദ്ദേഹം ഒരു ഡ്രൈവറായിട്ട് വർക്ക് ചെയ്യായിരുന്നു. അപ്പൊ അതിൽ നിന്നൊക്കെയാണ് അവരെന്താ പറയാ, RCM കേട്ടിട്ട് അതിൽ കൺസിസ്റ്റന്റ് ആയിട്ട് നിന്നു. RCMനെ കുറിച്ച് കൂടുതൽ അറിഞ്ഞ് മനസ്സിലാക്കി മീറ്റിങ്ങുകൾ അറ്റൻഡ് ചെയ്ത് ആളുകൾക്ക് അത് പറഞ്ഞു കൊടുത്ത്. നോക്കൂ, തുടക്കത്തിൽ ഒരാളും എക്സ്പേർട്ട് ആവണില്ല, അല്ലെ? ഈ ഒരു പ്രൊഫഷനിൽ ടിപ്പർ ലോറി ഓടിച്ച ആളുണ്ട്, എക്സ് ആർമി ഇതിനകത്തുണ്ട്, അതുപോലെ KCBയിൽ ജോലി ചെയ്ത അടുത്ത ആളെ MK ബാബു സാറ്, അനിരുദ്ധൻ സാറ്, ഫാമിലി, ഷൈനി മാഡം, ഇവരൊക്കെ അവര് പറയുന്നുണ്ട് അവര് ടൈലർ പ്രൊഫഷൻ ആയിരുന്നു.
അടുത്തത് JP സാറ് പാലക്കാട്. അദ്ദേഹം എന്താ പറയാ, ഇപ്പൊ നമ്മൾ പറയില്ലേ പാർട്ട് ടൈം ആയിട്ട് ജോലി ചെയ്യാന്ന് പറയില്ലേ, അദ്ദേഹം ബാങ്കിൽ എംപ്ലോയി ആയിരുന്നു. ഇതിന്റെ പുറത്ത് റഫീഖ് സാറ്, അല്ലേ, സാറ് പറയാറുണ്ട് തെങ്ങ് കയറ്റത്തിന് വരെ സാറ് പോയിട്ടുണ്ട് എന്നുള്ളത്. യെസ്. അതുപോലെ ഇവിടെ ഇപ്പുറത്ത് ബിജു സാറ്, സന്തോഷ് സാറ്, അതിൽ ഏറ്റവും പ്രായം കുറഞ്ഞ വിജയേട്ടൻ, അല്ലെ, ഞങ്ങൾ വിജയേട്ടൻ എന്നാ വിളിക്കുക. അദ്ദേഹം നോക്കൂ എത്ര, അദ്ദേഹത്തിന്റെ വയസ്സൊന്നും ഞാൻ പറയണില്ല, പ്രായം കൂടിയ ചെറുപ്പക്കാരെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. അപ്പൊ ഇത്രയും ഇവരൊക്കെ നോക്കുകയാണെങ്കിൽ നമ്മൾ സാധാരണക്കാരായ ആളുകളില് ശരിക്കും പറഞ്ഞ അസാധാരണമായ ചിന്തകള് ശരിക്കും വന്നിട്ടുണ്ടാവും. RCMന്റെ ഫ്യൂച്ചർ മനസ്സിലാക്കിയ ആളുകൾ നമുക്ക് 1,00,000-ൽ പരം വരുമാനം വാങ്ങിക്കുന്ന ആളുകൾ നമുക്കൊന്ന് ചൂണ്ടിക്കാണിക്കാൻ, ഞങ്ങളുടെ ടീമിൽ കേരളത്തിലെ മാത്രം അച്ചീവേഴ്സ് ആണ് ഇതിലെടുത്തിരിക്കുന്നത്. തമിഴ്നാട്ടിലുണ്ട്, അവരെയൊന്നും നമ്മളിതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കൂ, ഇവരൊക്കെ നമ്മൾ ഓരോ പ്രൊഫഷൻ, ഞാൻ എല്ലാവരും ഇതിനകത്ത് പറഞ്ഞിട്ടില്ല, ഇവരൊക്കെ ഓരോരുത്തരും എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എപ്പോഴെങ്കിലും സമയം കിട്ടുമ്പോൾ ഇവരെക്കുറിച്ച് ശരിക്കും പഠിക്കുക. ഇവരൊക്കെ പലവിധ ജോലികൾ ചെയ്തത്, അതുപോലെ വിദ്യാഭ്യാസം ഉള്ളവർ ഈ കൂട്ടത്തിലുണ്ട്, വിദ്യാഭ്യാസം ഇല്ലാത്തവർ ഈ കൂട്ടത്തിലുണ്ട്. കാരണം വിജയിച്ച ആളുകളെ കാണുമ്പോൾ പലരും പല എക്സ്ക്യൂസുകളും പറയും. ഓ, ഇവരൊക്കെ സ്മാർട്ടായിട്ട് സംസാരിക്കുന്ന ആൾക്കാരല്ലേ, നമ്മൾക്ക് അത്രയൊന്നും പറ്റില്ലല്ലോ, നമ്മൾക്ക് ഈശ്വരൻ അത്ര കഴിവൊന്നും തന്നിട്ടില്ലല്ലോ, അങ്ങനെയൊക്കെ പറയുന്നവരുണ്ടാവും. ഞാൻ ഇവരെ എല്ലാവരെയും എന്താ പറയാ, അവരുടെ ആ ഒരു സ്റ്റാർട്ടിങ് സ്റ്റേജ്, അല്ലെ, നമ്മൾ പറയില്ലേ ഒരു കുഞ്ഞ് വളരുന്ന ഒരു സ്റ്റേജ് ഉണ്ട്, ഇൻഫാന്റ്, നമ്മൾ പറയും ശരിക്കും ആ ശൈശവാവസ്ഥയെന്ന് കണ്ടു തുടങ്ങിയ ആൾക്കാരാണ്. ശരിക്കും എനിക്ക് ഇതിൽ ഓരോരുത്തരെയും അറിയാം. അവരൊക്കെ തുടക്കത്തിൽ എങ്ങനെയായിരുന്നു, വാചാലരായിരുന്നോ, സ്മാർട്ടായിരുന്നോ, അല്ലെ, സാധാരണക്കാരായ വ്യക്തികൾ. പക്ഷെ അവരില് ഒരു ദീർഘവീക്ഷണം ഉണ്ടായിരുന്നു. കുറച്ച് വർഷങ്ങൾ കഴിയുമ്പോൾ RCM എങ്ങനെയായിരിക്കും എന്നുള്ളത്, അല്ലെ, ആ ദീർഘവീക്ഷണത്തിനും അവർക്ക് ആ സിസ്റ്റത്തില് പിടിച്ചു നിൽക്കാനുള്ള ക്ഷമ, ആളുകളോട് RCM പറഞ്ഞ് മനസ്സിലാക്കിക്കാനുള്ള കൃത്യമായ ക്ഷമയോടുകൂടിയുള്ള ഫോളോ അപ്പ്, അതിനൊക്കെ അവർക്ക് ഈശ്വരൻ കൊടുത്തിട്ടുള്ള റിവാർഡാണ് ഈ എമറാൾഡ്. 1,00,000-ലേറെ വരുമാനം വാങ്ങിക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങൾ നിങ്ങളൊന്ന് എന്താ പറയാ, അതിൽ നോക്കൂ. പ്രത്യേകിച്ച് ഞാൻ എടുത്തു പറയും, നമ്മുടെ റിട്ടയർഡ് ആയിട്ട് SI ഇതിനകത്തുണ്ട്, വേണുഗോപാൽ സാർ. അദ്ദേഹം എങ്ങനെയാണ് RCMൽ ഇന്ന് കേൾക്കുന്ന കുറച്ച് 60% പേർക്കും അറിയാം അദ്ദേഹം എങ്ങനെ RCMൽ വന്നു എന്ന്, അല്ലെ. ഒരിക്കൽ ഡയറക്റ്റ് മാർക്കറ്റിംഗ് കമ്പനികളെ കുറിച്ച് അന്വേഷണം നടക്കുകയുണ്ടായി. അതിലെ അന്വേഷണ ചുമതലയുള്ള പോലീസ് ഉദ്യോഗസ്ഥനായിരുന്നു നമ്മുടെ വേണുഗോപാൽ സാർ. അന്ന് അദ്ദേഹം അന്വേഷിച്ച് RCM കളങ്കമില്ലാത്ത ഏറ്റവും നല്ലൊരു ബിസിനസ് ആണെന്നുള്ള റിപ്പോർട്ട് അദ്ദേഹം എഴുതി കൊടുത്തതിന് പിന്നാലെ അദ്ദേഹം RCM അതായത് റിട്ടയർമെന്റിന് ശേഷം വലിയൊരു പ്രൊഫഷൻ ആക്കി എടുക്കാനുള്ള അദ്ദേഹത്തിന്റെ ആ ഒരു മനസ്സ്, അല്ലെങ്കിൽ അദ്ദേഹത്തെ മനസ്സിലാക്കി ആ ഒരു ദീർഘവീക്ഷണം അദ്ദേഹത്തിന് കിട്ടി. ഇന്ന് അതിന്റെ ഫലമായിട്ട് അദ്ദേഹം എമറാൾഡ് ലീഡർ, അദ്ദേഹത്തിന്റെ മകൻ സ്റ്റാർപേൾ, ആലോചിച്ചു നോക്കണം, മൈക്രോബയോളജിസ്റ്റ് ആയിരുന്നു അദ്ദേഹം. ദുബായിൽ നിന്ന് മകനെ വിളിച്ചു വരുത്തി, മകനെ ഇവിടെ RCM പരിചയപ്പെടുത്തി കൊടുത്തു. ഇന്ന് അദ്ദേഹം സ്റ്റാർപേൾ ലീഡറായി മാറിയിരിക്കുകയാണ്, അല്ലെ. ഇതുപോലെയുള്ള ഒരു RCM ഫാമിലി നമ്മൾ ആലോചിക്കണം, 1,00,000-ലേറെ വരുമാനം കിട്ടണമെങ്കിൽ നമ്മുടെ മക്കളെയൊക്കെ ഏത് തലത്തിൽ എത്രത്തോളം വിദ്യാഭ്യാസം കൊടുക്കണം, ഏത് ഗവൺമെന്റ് സ്ഥാപനത്തിൽ ഏത് തസ്തികയിൽ ഇരുന്നാലാണ് ഈ 1,00,000-ലേറെ വരുമാനം കിട്ടുന്നത് വിത്ത് ബോണസ്? ആലോചിക്കണം. അവിടെയാണ് നമ്മുടെ സെൻസ്, അല്ലെങ്കിൽ ഈ പറഞ്ഞൊരു കോമൺ സെൻസ് മതിയെന്നേ, വലിയ സെൻസ് ഒന്നും ഇതിന് വേണ്ട. ഇവരൊക്കെ സാധാരണക്കാരാണ്, നമുക്കൊരു കോമൺ സെൻസേ ആവശ്യമുള്ളൂ, അല്ലെ. നമ്മൾ നമ്മുടെ മക്കളെയൊക്കെ പഠിപ്പിച്ചിട്ട് എന്താ പറയാ, എവിടെ ബാംഗ്ലൂരെങ്കിൽ ബാംഗ്ലൂര്, അല്ലെങ്കിൽ ഇന്ത്യ വിട്ട് പുറത്ത് രാജ്യങ്ങളിൽ പോയി ജോലി ചെയ്തോളൂ, അല്ലെ. എന്നിട്ട് മക്കളെ നമ്മൾ അങ്ങനെ പഠിപ്പിക്കുന്നു, പുറത്തോട്ട് പറഞ്ഞയക്കുന്നു, എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ചെയ്യണേ. നമ്മുടെ നാട്ടിൽ ഇത്രയും നല്ല അവസരം, അല്ലെ, TCG നമ്മുടെ കയ്യിൽ ഇങ്ങനെ എത്തിച്ച് എന്താ പറയുക, ഇങ്ങനെ തന്നിരിക്കുക കൈവെള്ളയില്. പക്ഷെ എന്നിട്ട് പോലും ഇത് മനസ്സിലാക്കാൻ പറ്റാതെ ദൂരെ നിന്നും RCMന്റെ സംശയത്തോടെ നോക്കുന്ന ആളുകളുണ്ട്, അല്ലെ. ഇനി ഞാൻ കാണിക്കാൻ പോണത് നമ്മളുടെ സ്റ്റാർ എമറാൾഡ് ലീഡേഴ്സ്. ഇതാണ്ടോ, ഡോക്ടർ രാജൻ സാർ ആൻഡ് ഫാമിലി ഉണ്ട്, അതുപോലെ ഗിരീഷ് സാർ ആൻഡ് ഫാമിലി, നാരായണേട്ടൻ ആൻഡ് ഫാമിലി, നാരായണേട്ടൻ എന്നാണ് എനിക്ക് വായിൽ വരിക കേട്ടോ, ബാബു സാർ ആൻഡ് ഫാമിലി, അതുപോലെ അർജുൻ സാർ ആൻഡ് ഫാമിലി, അതുപോലെ ശ്രീജിത്ത് സാർ ആൻഡ് ഫാമിലി. യെസ്, അവസാനം ലാസ്റ്റ് നമ്മൾ കണ്ട അച്ചീവ്മെന്റ് സജീവ് സാർ, സ്റ്റാർ എമറാൾഡ് സജീവ് സാർ ആൻഡ് ഫാമിലി,
അല്ലെ? ഇവരൊക്കെ നിങ്ങൾ എടുത്തു നോക്കി കഴിഞ്ഞാല് ഇപ്പൊ ഈ ഒരു അവസരത്തില് ഞാൻ ഒരു കാര്യം കൂടി പറയുകയാണ്. രാജൻ സാറിനെയൊക്കെ തുടക്കത്തിൽ കാണുമ്പോൾ, അല്ലെങ്കിൽ ബാബു സാർ അതായിരിക്കണോ, ഇവരൊക്കെ തുടക്കത്തിൽ കാണുമ്പോൾ ഞാൻ മൂർത്തി സാറിനോട് പറഞ്ഞിട്ടുണ്ട്, ഇവരൊക്കെ RCMനെ കുറിച്ച് എന്തെങ്കിലും ഒന്ന് പറയുമോ? കാരണം ഇവരൊക്കെ എന്താ പറയാ, നമ്മൾ ഈ കാണുന്ന പോലെ വാചാലരായ ആൾക്കാരല്ല. ശരിക്കും പറഞ്ഞ എന്നെ പോലെ ഞാൻ ആ പറഞ്ഞ പോലെ ഇൻട്രോവേർട്ട് സ്റ്റേജിലുള്ള ആൾക്കാരാണ് അവരൊക്കെ. അധികം ആളുകളോടൊന്നും സംസാരിക്കാതിരിക്കുന്ന പ്രകൃതക്കാരായിരുന്നു. അപ്പോ ശരിക്കും ഞാൻ മൂർത്തി സാറിനോട് പറഞ്ഞിട്ടുണ്ട്, ഇവരൊക്കെ കൊണ്ട് മീറ്റിങ്ങിന് പോകുമ്പോൾ, അയ്യോ അവരൊക്കെ ശരിക്കും ആ ഒരു ലീഡർഷിപ്പിലേക്ക് എത്താനുള്ള, കാരണം ഞാൻ അധ്യാപികയുടെ കണ്ണിലൂടെയാണ് നോക്കുന്നത്. അവരൊക്കെ സംസാരിക്കുമോ? എനിക്ക് ഭയമാണ്. അവരൊക്കെ വളരുമോ? കാരണം അവരുള്ള ജോലി തന്നെ തുടർന്നോട്ടെ. RCMലേക്ക് പിടിച്ചു വലിച്ചു കൊണ്ടുവന്നിട്ട് അവരുടെ പിൽക്കാലത്ത് അവരുടെ ഭാര്യമാർ, അല്ലെ, അവരൊക്കെ എന്നെയാവും കുറ്റപ്പെടുത്തുക, അല്ലെങ്കിൽ മൂർത്തി സാറിനെയാവും കുറ്റപ്പെടുത്തുക. RCMലേക്ക് കൊണ്ടുവന്ന് പെരുവഴിയിലാക്കി എന്ന് പറയേണ്ടി വരില്ലേ? കാരണം ആ ഒരു കഴിവ്, ഞാൻ വിചാരിക്കുന്ന എന്താണ്, സ്റ്റേജ് കുലുക്കി മറിച്ച് ഇങ്ങനെ സംസാരിക്കുന്ന ആൾക്കാർ മാത്രമാണ് ലീഡർ ആവുക എന്നുള്ളതാണ്. അന്ന് ഞാൻ ഒരുപാട് അങ്ങനത്തെ ആളുകളെ കണ്ടിരുന്നു. ഇന്ന് അവരുടെ ഒന്നും കാണാനില്ല, പൊടി പോലും ഇല്ല കണ്ടുപിടിക്കാൻ എന്ന് പറഞ്ഞ പോലെ ഈ സാധാരണക്കാരായ ആളുകള്, അല്ലെങ്കിൽ ശരിക്കും പറഞ്ഞ ഇൻട്രോവേർട്ട് ആയിട്ടുള്ള ആളുകൾ, ഇവരൊക്കെ എന്താ പറയാ, ജീവിതത്തിൽ നിന്ന് അവര് മാത്രമല്ല വിജയിച്ചത്, ഒരുപാട് പേരെ ആ വിജയത്തിന്റെ കൊടുമുടിയിലേക്ക് എത്തിച്ച ആളുകളും കൂടിയാണ് ഈ ഒരു സ്റ്റാർ എമറാൾഡ് ലെവലിലിരിക്കുന്ന ലീഡേഴ്സ് എന്ന് പറയുന്നത്. അല്ലെ? ശരിക്കും നോക്കൂ, ഫാമിലി ആയിട്ട് തന്നെ നിങ്ങൾക്ക് ഇതിൽ കണ്ട എപ്പോഴും കാണുന്നത് തന്നെയാണ്. ഡോക്ടർ രാജൻ സാർ ആവട്ടെ, അദ്ദേഹത്തിന്റെ മകൻ വിപ്രോയിൽ വർക്ക് ചെയ്തിരുന്ന ആളായിരുന്നു എറണാകുളത്ത്. അല്ലെ? നല്ല വിപ്രോ എന്ന് പറഞ്ഞാൽ നമ്പർ 1 കമ്പനികളിൽ ഒന്നാണ്. ആ ജോലി വേണ്ടെന്ന് വെച്ച് മകനെ അഡ്വൈസ് ചെയ്ത് തിരിച്ച് RCM ഒരു പ്രൊഫഷനാക്കി എടുക്കാൻ, അല്ലെ, എടുപ്പിക്കാൻ അദ്ദേഹം അല്ലെങ്കിൽ ആ ഫാമിലി മുതിർന്നിട്ടുണ്ടെങ്കിൽ അവർക്ക് ശരിക്കും RCM അതിന്റെ പ്ലാൻ, അല്ലെ, ഫോർ ദ നെക്സ്റ്റ് 7 ജനറേഷൻ എന്നാ പറയാ. RCM നമുക്ക് ഒരു തലമുറയ്ക്കുള്ളതല്ല, ഈസ് ഫോർ ദ നെക്സ്റ്റ് 7 ജനറേഷൻ പ്ലാനും പ്രോജക്റ്റും ഒക്കെ റെഡിയാക്കി വെച്ച കമ്പനിയാണ്. നമ്മൾ ആ കമ്പനി കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും ഈ പറഞ്ഞതൊക്കെ യാഥാർത്ഥ്യമാണെന്നുള്ളത്, അല്ലെ? ശരിക്കും ഇനി നോക്കൂ, ഇനി ഞാൻ അടുത്തത് കാണിക്കാൻ പോണത് നമ്മുടെ നെക്സ്റ്റ് ലെവൽ റൂബി ലീഡേഴ്സ്. യെസ്, ഞങ്ങളുടെ ഗ്രേറ്റ് അപ്ലൈൻ ഉണ്ട്, ഗോപകുമാർ സാർ ഉണ്ട്, അതുപോലെ ഇപ്പൊ തമിഴ്നാട് സെറ്റിൽഡ് ആയിട്ടുള്ള റൂബി രഞ്ജിത്ത് സാർ ആൻഡ് ഫാമിലി, ഹേമന്ത് സാർ ആൻഡ് ഫാമിലി, ബീനു സാർ ആൻഡ് ഫാമിലി. ഇതില് ബിനു സാർ എന്ന് പറയുന്നത്, ബിനു സാറിനെ ഞാൻ ഒരു പ്രാവശ്യം മൂർത്തി സാറിനെ ഒന്ന് RCM വേണ്ടാന്ന് പറയാൻ വേണ്ടിയിട്ട് എന്താ പറയാ ഒരു ദൂതനായിട്ട് പറഞ്ഞയച്ചത്. അദ്ദേഹത്തെ ഒന്ന് എന്താ പറയാ അഡ്വൈസ് ചെയ്ത് നന്നാക്കാൻ. എന്നിട്ട് അദ്ദേഹം എന്താ ചെയ്തത്, അവിടെ പോയിട്ട് മെമ്പർഷിപ്പ് കൊടുത്തു. ഇന്നിപ്പം കുറെ വർഷങ്ങൾക്ക് ശേഷം നിങ്ങളുടെ മുമ്പിൽ റൂബി ആയിട്ട് ഇങ്ങനെ തിളങ്ങി വിളങ്ങി നിൽക്കുകയാണ്. ഓക്കെ, പെട്ടെന്ന് തന്നെ സ്റ്റാർ റൂബി ആവാനുള്ള തയ്യാറെടുപ്പിലും അദ്ദേഹം നിൽക്കുന്നുണ്ട്. ഇനി അതുപോലെ ഹേമന്ത് സാറിനെ കുറിച്ച് ഞാൻ പറയുകയാണെങ്കിൽ, ശരിക്കും പറഞ്ഞാൽ ഇദ്ദേഹമൊക്കെ ലീഡർ ആവോ എന്ന് ഞാനിങ്ങനെ സംശയത്തോടെ നോക്കിക്കണ്ട മനുഷ്യനാണ് ഹേമന്ത് സാറ്. മൂർത്തി സാർ ഒരു പ്രാവശ്യം ഇങ്ങനെ ന്യൂട്രി ചാർജിന്റെ ഒരു പ്രോഗ്രാമിന് വെൽക്കം ചെയ്യുന്നത് ഹേമന്ത് സാർ ആണെന്ന് പറഞ്ഞിട്ട് ഒരു ഷെഡ്യൂൾ തയ്യാറാക്കണുണ്ടു. ഞാൻ അന്ന് മൂർത്തി സാറിനോട് പറഞ്ഞു, അയ്യോ ഹേമന്ത് സാറിന് ആ ഡ്യൂട്ടി കൊടുക്കല്ലേ, അദ്ദേഹം ബൈക്ക് കണ്ട ബോധം കെട്ട് പോണ വ്യക്തിയാണ്, കൊടുക്കല്ലേ എന്ന് പറഞ്ഞു. കാരണം അങ്ങനത്തെ അനുഭവമൊക്കെ നമ്മൾ നേരിൽ കണ്ടിട്ടുണ്ട്. പക്ഷേ ഹേമന്ത് സാർ അന്ന് നന്നായിട്ട് വെൽക്കം ചെയ്തു, ബോധം കിട്ടൊന്നുമില്ല. അദ്ദേഹത്തിന് ആദ്യം കിട്ടിയ ഡ്യൂട്ടി ആയിരുന്നു അത് നന്നായി ചെയ്തു. പിന്നീട് അങ്ങോട്ട് ആ ഒരു വ്യക്തി ഇന്ന് അറിയപ്പെടുന്നത് ഇന്ത്യയിൽ തന്നെ ഗർജിക്കുന്ന ഒരു സിംഹം. ആലോചിച്ച് നോക്കൂ, ഇതൊക്കെ ആളുകളിൽ വരുന്ന ട്രാൻസ്ഫർമേഷൻ ആണ്. എന്നിട്ടും ഇപ്പോഴും പലരും പറയാം, അയ്യോ RCMൽ നമ്മൾക്ക് ഇങ്ങനെയൊക്കെ വിജയിക്കാൻ പറ്റില്ല, അതൊക്കെ ഇവരൊക്കെ സംസാരിക്കണ പോലെ നമുക്ക് സംസാരിക്കാൻ പറ്റില്ല. നിങ്ങളൊക്കെ ഈ ഒരു ശൈശവാവസ്ഥ കണ്ടിട്ടില്ല. ഇവരുടെയൊക്കെ ശൈശവാവസ്ഥ കണ്ട ഒരാള് ഞാനാണ്. എന്നെ പോലെ കുറച്ചു പേരുണ്ട്, അല്ലെ? അപ്പൊ അതുകൊണ്ട് തന്നെ ആ ഒരു വളർച്ചയില് നമുക്കുണ്ടാവുന്ന സന്തോഷം, ആ വളർച്ച എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞ ആരോഗ്യപരമായ വളർച്ചയുണ്ട്, സാമ്പത്തികപരമായ വളർച്ചയുണ്ട്, അതുപോലെ വ്യക്തിത്വ വികസനം, ഇതൊക്കെ ശരിക്കും പറഞ്ഞ പ്രൂവ് ചെയ്തു. ഇനി ഇത് പ്രൂവ് ചെയ്യാനൊന്നും ഇല്ല, ഇറ്റ് ഇസ് പ്രൂവ്ഡ്. ഇനി ഞാൻ കാണിക്കാൻ പോണ അടുത്ത ആള് എന്ന് പറയുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും, അല്ലെ, സുജിത് സാറിന്റെ കൂടെ ശരിക്കും പറഞ്ഞ ഈ കോർ ഫാമിലി, സാറും മൂർത്തി സാറും ഒക്കെ ഒരു കോർ ഫാമിലി ഗ്രൂപ്പിൽ വരുന്ന ആൾക്കാരാണ്. ഞങ്ങൾ ഫാമിലി ആയിട്ട് തന്നെ ഇപ്പൊ വർഷാവർഷം എത്ര രാജ്യങ്ങൾ സന്ദർശിച്ചു എന്ന് ചോദിച്ചാല് അറിയില്ല. എന്താ പറയാ, സന്തോഷത്തിന്റെ അങ്ങേയറ്റ ആ ഒരു കൊടുമുടിയില് സാധാരണക്കാരനെ എന്താ പറയാ അങ്ങ് ദൈവമായിട്ട് നമ്മളെ ഒരു കൊടുമുടിയിലേക്ക് കൊണ്ടുപോവുകയാണ്. ഇതുപോലെയുള്ള സന്തോഷങ്ങള് ശരിക്കും നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കൂ. വാടക കൊടുക്കാൻ, ഞങ്ങളെയൊക്കെ സംബന്ധിച്ച് പറഞ്ഞാൽ വാടക കൊടുക്കാൻ അടുത്ത മാസത്തെ വാടകയ്ക്ക് എന്ത് ചെയ്യും എന്നുള്ള ചോദ്യചിഹ്നത്തോടെ എന്നൊരു കാലഘട്ടം ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു പാസ്റ്റായിട്ട്. അപ്പോൾ അതുപോലെ സുജി സാർ അദ്ദേഹത്തിന്റെ വിഷമങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്.
അദ്ദേഹത്തിന്റെ സഹോദരങ്ങളൊക്കെ ഗവൺമെന്റ് ഉദ്യോഗസ്ഥരായിരുന്നു. അപ്പൊ ശരിക്കും ഇദ്ദേഹത്തിന് എത്ര പേര് കളിയാക്കിയിട്ടുണ്ടാവും നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഇന്ന് സാറ് കൊടുക്കുന്ന ടാക്സ്, ഇൻകം ടാക്സ്, ശരിക്കും അദ്ദേഹത്തിന്റെ സഹോദരങ്ങൾക്ക് പോലും ആ ഒരു ഇൻകം ടാക്സ് ശരിക്കും സാലറി ആയിട്ട് പോലും കിട്ടുന്നുണ്ടാവില്ല. ആ തരത്തിൽ അർസിയ നമ്മളെ പലതരത്തിൽ പല തലത്തിൽ ഇങ്ങോട്ട് വളർത്തിക്കൊണ്ടുവന്നിരിക്കുകയാണ്. നോക്കൂ, ഇനി അടുത്തതായിട്ട് ഇതാരാന്ന് ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ല അല്ലെ. ശരിക്കും സൂര്യനെ പോലെ അല്ലെങ്കിൽ സൂര്യനോടൊപ്പം എന്ന് പറഞ്ഞ പോലെ തന്നെ ഞാൻ ആ ഒരു സൂര്യനോടൊപ്പം കുറെ വർഷങ്ങളായിട്ട് ഇങ്ങനെ ഉണ്ട്. ആ സൂര്യനാക്കി മാറ്റിയത് RCM തന്നെയാണ്. അതിലുള്ള വിശ്വാസം, അതിൽ അദ്ദേഹം എടുക്കുന്ന തീരുമാനങ്ങൾ, ഇളക്കം തട്ടാത്ത തീരുമാനങ്ങൾ, ശരിക്കും പറഞ്ഞ ആ ഒരു സക്സസ് ജേണി ശരിക്കും ഇന്ന് അദ്ദേഹത്തിന്റെ പഴയ സുഹൃത്തുക്കൾക്ക് പോലും വിശ്വസിക്കാൻ പറ്റിയിട്ടുണ്ടാവില്ല, ബന്ധുക്കൾക്ക് പോലും വിശ്വസിക്കാൻ പറ്റിയിട്ടുണ്ടാവില്ല. കാരണം അവര് കണ്ടിട്ടുള്ള മൂർത്തിയല്ല ഇന്ന് നമ്മളൊക്കെ കാണുന്ന മൂർത്തി സാർ എന്ന് പറയുന്നത്. അത്രയേറെ ട്രാൻസ്ഫർമേഷൻ അദ്ദേഹത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിൽ ഉണ്ടായ ആ കമ്പനിയിൽ ഉണ്ടായ വിശ്വാസം, പണ്ട് TCG പോലും അദ്ദേഹത്തോട് ചോദിച്ചിട്ടുണ്ട്, മൂർത്തി സാറിനോട് ചോദിച്ചിട്ടുണ്ട്, അയ്യോ RCM ഒരു പ്രൊഫഷൻ ആക്കി. കാരണം അന്നത്തെ കാലഘട്ടത്തില് 25 പ്രോഡക്റ്റ് ഉള്ള സമയത്താണ് കേന്ദ്ര ഗവൺമെന്റ് ജോലി വേണ്ടാന്ന് വെച്ചിട്ട് അതിനൊരു പ്രൊഫഷൻ ആക്കി എടുക്കുമ്പോൾ TCGക്ക് പോലും അദ്ദേഹം പോലും ചോദിച്ചു, ഇതൊരു പാർട്ട് ടൈം ആയിട്ട് ചെയ്താൽ പോരെ, തുടക്കത്തിൽ അത്ര ശമ്പളമൊന്നും ഉണ്ടാവില്ല, അത്രയ്ക്ക് കമ്മീഷനൊന്നും കിട്ടില്ല, ജോലി വിടണോ എന്ന് TCG പോലും മൂർത്തി സാറിനോട് ചോദിച്ചപ്പോ മൂർത്തി സാറിന് യാതൊരു സംശയവും ഉണ്ടായിരുന്നില്ല. എനിക്ക് ഒരു സംശയവും ഇല്ല, എനിക്കിതില് അച്ചീവ് ചെയ്യാൻ പറ്റും. അദ്ദേഹത്തിനുള്ള ഒരു കോൺഫിഡൻസ്. RCMന് എന്തിന് തുടർച്ചയായിട്ട് 800 രൂപ 900 രൂപയൊക്കെ അദ്ദേഹത്തിന് കിട്ടിക്കൊണ്ടിരുന്നപ്പോൾ അദ്ദേഹത്തിന്റെ സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാ. ഞാൻ ഇനി ഞങ്ങളുടെ ഒരു സക്സസ് ജേണി നിങ്ങളെ ഒന്ന് കാണിക്കാൻ പോവാം. സക്സസ് ജേണി ടു സഫയർ നിങ്ങൾ നോക്കൂ 2005 നമ്മൾ ജോയിൻ ചെയ്തു. കുറച്ച് കഴിഞ്ഞപ്പം 834 രൂപ നമ്മുടെ അക്കൗണ്ടിൽ വരികയുണ്ടായി. അതുപോലെ 2006 നമ്മൾ കുറച്ച് പേരോടൊക്കെ പറഞ്ഞു, മുർസാറ് പറയാനൊക്കെ തുടങ്ങി കുറെ പേരോടൊക്കെ. കാരണം എന്നെ സംബന്ധിച്ച് സാർ എന്തോ വട്ടൻ, അല്ലെങ്കിൽ സാറിന് എന്തോ ബാധ കൂടി, എന്തോ പ്രശ്നമാണ് എന്നുള്ള 2006 2007 ഒക്കെ അങ്ങനെയാണ് എന്നെ സംബന്ധിച്ച്. ആ സമയത്ത് നമുക്ക് സാർ ഇങ്ങനെയൊക്കെ പോയി പറയുന്നുണ്ടെങ്കിലും സാറിന് കിട്ടുന്ന ഇൻകം എന്ന് പറയുന്നത് 900 രൂപ അല്ലെങ്കിൽ 850 രൂപ, ഇതിങ്ങനെ മാറി മാറി ഒന്നുകിൽ കൂടി അല്ലെങ്കിൽ കുറഞ്ഞു. ഈ 3 അക്ക നമ്പറിൽ തന്നെ ഒരു വർഷം ഇങ്ങനെ നീണ്ടു പോയി. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഞാൻ പിന്നെ സൈക്കോളജിസ്റ്റിന്റെ അടുത്തോ ജോത്സ്യന്റെ അടുത്തോ പോയിട്ടില്ലെങ്കിൽ അത്ഭുതമുള്ളൂ. കാരണം അദ്ദേഹം അങ്ങനെ നടക്കുകയാണ്. RCM പ്രോഡക്റ്റുകൾ, കയ്യിലുള്ള പ്രോഡക്റ്റും ആ എന്താ പറയുക പ്രോഡക്റ്റ് ബുക്കും നമ്മുടെ കമ്പനിയുടെ എന്താ പറയുക എല്ലാം കയ്യിലുണ്ട്. ഇതെല്ലാം വെച്ചിട്ട് ഇങ്ങനെ ഉലകം ചുറ്റും വാലിബൻ എന്ന് പറഞ്ഞ പോലെ ഇങ്ങനെ നടക്കുമ്പോ നമുക്ക് കിട്ടുന്ന ഇൻകം, ഞാൻ നോക്കണത് ഇൻകാണ്. പക്ഷെ സാറ് വളരെ ഹാപ്പി ആയിരുന്നു ഈ ഇൻകത്തില്. പക്ഷെ ഞങ്ങൾ ഹാപ്പി ആവും ആലോചിച്ച് നോക്കൂ. കാരണം വാടക കൊടുക്കണം, മോന്റെ വിദ്യാഭ്യാസം ഉണ്ട്, ഞാൻ ടീച്ചറാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. വളരെ ആ സമയത്തൊക്കെ ഇടപ്പള്ളി അമൃത വിദ്യാലയത്തിലൊക്കെ ശരിക്കും പറഞ്ഞാൽ ശമ്പളം വളരെ കുറവാണ്. അത് കൃത്യമായിട്ട് വാടക കൊടുക്കാനായിട്ട് തികയുന്ന മാത്രം, വേറെയുള്ള കാര്യങ്ങൾക്കൊന്നും അത് കിട്ടില്ല. അപ്പോ നോക്കൂ, ഇനി 2007 ഒക്കെ ആയപ്പോഴേക്കും അത് ഈ പറഞ്ഞ പോലെ 1000 അല്ലെ 1000+ നമുക്ക് പറയാം. പിന്നീട് 2000 ഇങ്ങനെയുള്ള ഒരു ജേണിയിൽ 2008 നോക്കിക്കഴിഞ്ഞാൽ 3000, അതിൽ നിന്ന് പുറകോട്ടും പോകും. ആ 3000 വന്നു, പിന്നീട് അതുപോലെ പുറകോട്ട് പോണുണ്ടാവും, പിന്നെ മുന്നോട്ട് പോണുണ്ടാവും. കാരണം അതിലൊരു കറക്റ്റ് നമുക്കത് എങ്ങനെയാ പോണേന്ന് പോലും പറയാൻ പറ്റാത്ത അവസ്ഥ. അപ്പൊ ശരിക്കും ഞാൻ ഈ 2008 തുടക്കത്തിൽ മൂർത്തി സാറിനോട് പറഞ്ഞ ആ സമയത്താണ് ഞാൻ പറഞ്ഞത്, ഈ ഡയറക്റ്റ് മാർക്കറ്റിങ്ങിൽ വരുന്ന ആളുകള് അല്ലെ, ശരിക്കും എന്താ പറയാ അവരെ പോലെയുള്ള സ്മാർട്ട്നെസ് സാറിനില്ല എന്നുള്ളത്. ഈ സമയത്ത് ഞാൻ മൂർത്തി സാറിനോട് 2006 കാലഘട്ടത്തിലാണ് കേട്ടോ ഞാൻ മൂർത്തി സാറിനോട് ചോദിച്ചിട്ടുണ്ട്, RCM എനിക്കൊന്ന് കൃത്യമായിട്ട് പറഞ്ഞു തരൂ. അന്ന് മൂർത്തി സാർ എന്തൊക്കെയോ ബബ്ബ എന്ന് പറഞ്ഞിട്ട് RCMനെ കുറിച്ച് ഒരു ചെറിയ ഡെഫിനിഷൻ എനിക്ക് പറഞ്ഞു. എനിക്ക് ഒന്നും മനസ്സിലായില്ലേ. അന്ന് എന്റെ പാരന്റ്സ് ഉണ്ട് കൂടെ, അവർക്കും ഒന്നും മനസ്സിലായില്ല. ശരിക്കും നന്ദന സിനിമയിൽ നിങ്ങളൊരു ബാലാമണി എന്ന് പറഞ്ഞ ക്യാരക്ടർ കണ്ടിട്ടുണ്ടാവും. അതില് പറയുന്നുണ്ട്, ഞാനേ കണ്ടുള്ളൂ, ഞാൻ മാത്രമേ കണ്ടിട്ടുള്ളൂ. മൂർത്തി സാർ അത് മാത്രം ഞാൻ ഈ അദ്ദേഹത്തിന്റെ ഇവിടെ കടന്ന് വിങ്ങാണ്. എന്താ RCM എന്ന് അദ്ദേഹം കണ്ട ലോകം എന്താണ്, അല്ലെങ്കിൽ 10 വർഷങ്ങൾക്ക് ശേഷം അദ്ദേഹം കാണാൻ പോകുന്നത് എന്താണ്, അത് പറഞ്ഞു തരാനുള്ള കഴിവ് അന്ന് സാറിനുണ്ടായിരുന്നില്ല, എക്സ്പേർട്ട് ആയിരുന്നില്ല. നോക്കൂ, ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ ഇൻകം കാണുന്നതിന് മുമ്പ് 2006 2007 2008 ഒക്കെ എന്ന് പറഞ്ഞാൽ പറഞ്ഞ് എന്താ പറയാ നമ്മൾ എക്സ്പേർട്ട് ആവുകയാണ്.
അതിനനുസരിച്ചാണ് തന്നെയാണ് ആ ഇൻകം കൂടിയിട്ടുള്ളത്. പിന്നീട് സാറിന്റെ ആ ഒരു അവതരണ രീതിയിലൊക്കെ മാറ്റങ്ങൾ കണ്ടു. ധാരാളം ഹോം മീറ്റിങ്ങുകൾ വരുന്നതിനനുസരിച്ച് മാറ്റങ്ങൾ വന്നു തുടങ്ങി. ശരിക്കും ഇപ്പൊ നോക്കൂ, ഞങ്ങൾ എവിടെ എത്തി നിൽക്കണേ നോക്കൂ. 2025 നമുക്ക് കിട്ടിയ ഹയസ്റ്റ് ഇൻകാണ് 11 ലക്ഷം പ്ലസ്. നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഒരു മാസം ഇത്രയും വരുമാനം ഒരാൾക്ക് കിട്ടണമെങ്കിൽ ഏത് ജോലി ഇന്ന് നിങ്ങൾ കാണുന്നുണ്ടാവും, പല ജോലികൾ, ഗവൺമെന്റ് ജോലികളുണ്ട് അല്ലെ, ഗവൺമെന്റ് ഉദ്യോഗം, അതുപോലെ പ്രൈവറ്റിൽ വർക്ക് ചെയ്യണവരുണ്ട്, നല്ല നല്ല സോഫ്റ്റ്വെയർ കമ്പനികളിൽ വർക്ക് ചെയ്യണവരുണ്ട്. അവരിൽ ആർക്കാണ് ഇതുപോലെയുള്ള മാസവരുമാനം കിട്ടുന്നത് നിങ്ങൾ ആലോചിക്കണം അല്ലെ. തുടക്കത്തില് നമ്മൾ വട്ടെന്നും കിറുക്കെന്നും അല്ലെ, അല്ലെങ്കിൽ ഇതുപോലെയൊന്നും സംസാരിക്കാൻ പറ്റാൻ സ്മാർട്ട്നെസ് ഇല്ല എന്ന് പറഞ്ഞ ആള് ഇന്ന് വർഷങ്ങൾക്ക് ശേഷം ഒരു എക്സ്പേർട്ട് ലെവൽ, ഞാൻ സാറിനെ മാത്രമല്ല പറയണത്, അത് എന്റെ കാര്യത്തിലാണെങ്കിലും നമ്മൾ ഒരിത്തിരിയെങ്കിലും ഒക്കെ പറഞ്ഞ് ഇങ്ങനെയൊക്കെ ഒന്ന് പിടിച്ചു നിൽക്കണമെങ്കിൽ അതിന് നമ്മളെ പ്രാപ്തരാക്കിയ ഒരു സിസ്റ്റം ഉണ്ട്. നമ്മുടെ ആ ഒരു വിശ്വാസത്തിന്റെ കൊടുമുടിയിൽ നമ്മളെ കൊണ്ടെത്തിച്ച ഒരു സിസ്റ്റം ഉണ്ട്. അത് വേറെ ഒന്നുമല്ല, RCM, TCG ആൻഡ് ഗ്രേറ്റ് ലീഡേഴ്സ്. പറയാൻ വാക്കുകളില്ല. കാരണം ഇത് ശരിക്കും നിങ്ങൾ കണ്ണു തുറന്നു നോക്കണം. ഇതിലേറ്റവും കൂടുതൽ നെഗറ്റീവുകൾ ഞങ്ങൾ കേട്ട വർഷങ്ങളാണ് 2006, 2007, 2007. ഏറ്റവും കൂടുതൽ ഒരു സദസ്സിൽ ഞാനും മൂർത്തി സാറും ചെല്ലുകയാണെങ്കിൽ ആളുകൾ പതുക്കെ എണീറ്റു പോകും. കെട്ടിയോനും കെട്ടിയോളും വരുന്നുണ്ട്, ഇപ്പൊ തുടങ്ങും RCM. മാറി നിന്നിട്ടുണ്ട് നമ്മളെ കണ്ടിട്ട്. പക്ഷെ ഇന്ന് RCM ഒന്ന് പറഞ്ഞു തരൂ എന്ന് പറഞ്ഞ് നമ്മളുടെ കൂടെ ആ ആളുകൾ വരികയാണ്. അന്ന് മനസ്സിലായില്ല കേട്ടോ മൂർത്തി, ഇന്നൊന്ന് പറഞ്ഞു തരുമോ, ഞങ്ങൾ ഇതുപോലെയൊക്കെ ഒന്ന് വിജയിപ്പിക്കുവോ, ഇങ്ങനെ ചോദിച്ചു വരുന്ന ആളുകൾ അല്ലെ. ചില സ്ഥലത്ത് ചെല്ലുമ്പം പറയും, നീങ്ക എനിക്ക് കടവുളയും മാതിരി. തമിഴ്നാട്ടിലൊക്കെ ചെല്ലുമ്പം എന്താ പറയാ, അങ്ങോട്ട് കെട്ടിപ്പിടിച്ച് കടവുളയാണ് അവിടെ, ഈശ്വര രൂപത്തിലാണ്. മൂർത്തി സാറ് മാത്രമല്ല കേട്ടോ, അപ്പൊ ഞാൻ ഈ കാണിച്ച ലീഡേഴ്സിനൊക്കെ ആ ഒരു എന്താ പറയാ, ഈശ്വരന്റെ ഒരു ആ നമ്മൾ പറയില്ലേ അല്ലെ, ഒരു ഈശ്വരാവതാരം എന്ന് പറയുന്ന പോലെ ഓരോരുത്തരും ഓരോ തരം അവതാരത്തിലൊക്കെയാണെന്നും. കാരണം എന്താണ്, അവര് കെട്ടിപ്പടുത്ത ഒരു ഫാമിലി, ദൃഢമായ ഫാമിലി അല്ലെ. ഇന്ന് പക്ഷെ പലർക്കും എന്താ സംഭവിക്കണേന്ന് വെച്ചാല്, ആദ്യം ഞങ്ങളുടെ കൂടെ ഒക്കെ ജോയിൻ ചെയ്ത ആളുകളുണ്ട്, മൂർത്തി സാറിനെ പോലെ തന്നെ തുടക്കത്തിൽ കൺസിസ്റ്റന്റ് ആയി നിന്ന് സംശയത്തോടെ ഈ സിസ്റ്റത്തിനെ നോക്കിയ ആളുകള് ഇതേ ഇൻകം വന്നപ്പോ ഈ 3 അക്കം 4 അക്കം ഒക്കെ 1000 ഒക്കെ വന്നപ്പോഴേക്കും അവര് നിർത്തി. അവരെന്താ വിചാരിക്കണത്, നമ്മൾ ഇത്രയൊക്കെ ഹോം മീറ്റിംഗ് നടത്തി, ഇത്രയൊക്കെ ഹോം വിസിറ്റ് ചെയ്തു, എന്നിട്ടും ഈ ഇൻകത്തിലല്ലേ വന്നുള്ളൂ. അവർക്ക് 10 വർഷം കഴിഞ്ഞിട്ട് എന്തായിരിക്കും അവരുടെ ഇൻകം എന്ന് കാണാനുള്ള വിഷൻ ഇല്ലാതെ പോയി എന്നേ ഞാൻ പറയുള്ളൂ അല്ലെ. അന്ന് ആ ഒരു വിഷൻ കിട്ടിയ ആളുകളാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്ന എമറാൾഡ് മുതൽ ഇപ്പൊ ഇന്ന് മൂർത്തി സാറ് വരെ എത്തി നിൽക്കുന്ന ഫാമിലി എന്ന് പറയുന്നത് അല്ലെ. എത്രയും വലിയൊരു ഫാമിലിയില് വളരെ പ്രൗഡായിട്ട് നിൽക്കാൻ പറ്റുക എന്ന് പറയുന്നത് എന്താ പറയാ, ഈശ്വരാനുഗ്രഹം. ഒരു സഫയർ പിറന്നപ്പോ തന്നെ നിങ്ങൾ ആലോചിക്കുക, എത്ര എമറാൾഡുകൾ നിങ്ങൾ കണ്ടു അല്ലെ, എത്ര സ്റ്റാർ എമറാൾഡ്, റൂബി, ഇവരൊക്കെ അടങ്ങുന്ന വലിയൊരു ടീം. ഇതിനും പുറമെ ടെക്നിക്കൽ ലീഡേഴ്സ്, ഞാൻ അവരെ ഒന്നും കാണിച്ചിട്ടില്ല എന്ന സ്റ്റാർ ആൻഡ് എബോവ് ലീഡേഴ്സ്, ഇത് കെട്ടിപ്പടുത്ത് കൊണ്ടുവന്നവര് പലരും ഇതിലെ സിസ്റ്റം വിട്ടു പോയിട്ടുണ്ട്. കാരണം എന്താണ്, ഈ ഇൻകം ആയിരുന്നു പ്രശ്നം. കാരണം അവര് കാണുന്ന 3 അക്കമുള്ള നമ്പർ, അല്ലെങ്കിൽ തുടക്കത്തില് ആ ഇൻകത്തിൽ നിന്ന് പതുക്കെ പുറകോട്ട് പോവും, മുന്നോട്ട് വരും, പുറകോട്ട് പോകും, മുന്നോട്ട് വരും. ഈ ഒരു എന്താ പറയാ, സ്റ്റെബിലിറ്റി ഇല്ലായ്മ അല്ലെ, അതിനൊക്കെ എന്താണ് കാരണം എന്നുള്ളത്, അതിന്റെ കൃത്യമായ ഫോളോ അപ്പ് ഇല്ലായ്മ ആയിരുന്നു എന്നുള്ള എന്താ പറയാ, സ്വയം നമ്മളൊന്ന് വിശകലനം ചെയ്താൽ മനസ്സിലാവും എന്തായിരുന്നു നമുക്കുണ്ടായിരുന്ന പോരായ്മ. കൺസിസ്റ്റന്റ് ആയിട്ട് ഓൺ എ ഡെയിലി ബേസിസ് RCM ഒരു പ്രൊഫഷൻ ആക്കി ആരൊക്കെ എടുത്തിട്ടുണ്ടാവും. നിങ്ങളൊക്കെ സാധാരണക്കാരായിക്കോട്ടെ, ഏത് ജോലിയിലുള്ളവരായിക്കോട്ടെ, വിദ്യാഭ്യാസമുള്ളവരാവട്ടെ, വിദ്യാഭ്യാസം ഇല്ലാത്തവരാവട്ടെ, നിങ്ങൾ അതിനെ കൺസിസ്റ്റന്റ് ആയിട്ട് നിങ്ങൾ എന്താ പറയാ, ശരിക്കും പറഞ്ഞാൽ പെർ ഡേ എന്ന് ഞാൻ പറയും, ഓരോ ദിവസമാണ്. മൂർത്തിസാറിനെ സംബന്ധിച്ച് ഒരു ജില്ല വിഷയമായിരുന്നില്ല. കേരളത്തിൽ എവിടെയൊക്കെ പറയാൻ പറ്റുമോ അവിടെയൊക്കെ പോയിട്ടുണ്ട്. കേരളത്തിന് പുറത്തും പോവുമായിരുന്നു, മടി പിടിച്ചിരുന്നിട്ടില്ല. ഒരു സമയത്ത് പോലും എനിക്ക് ഇന്ന ഫംഗ്ഷൻ ആണ്, എനിക്ക് അതുകൊണ്ട് വരാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് ഇരുന്നിട്ടില്ല. അങ്ങനെയൊക്കെ സാക്രിഫൈസ്, ആ ത്യാഗം, അറിവ് അല്ലെ. ശരിക്കും പറഞ്ഞാൽ ഇതിൽ 3 എന്താ പറയാ സീക്രട്ടേ ഉള്ളൂ ഒരു സഫയറിനെ സംബന്ധിച്ച്. നിങ്ങൾക്ക് വേണമെങ്കിൽ എഴുതിയെടുക്കാം. എന്താണത്, കാണുന്ന ലോകം RCM ആക്കി മാറ്റുക, കാണുന്ന ലോകം RCM ആക്കി മാറ്റുക, കേൾക്കുന്ന ലോകം RCM ആക്കി മാറ്റുക.
തേർഡ് സ്റ്റെപ്പ് എന്താന്ന് പറയാം. പറയുന്ന ലോകം RCM ആക്കി മാറ്റുക. ഓക്കെ, കാണുന്ന ലോകം, കേൾക്കുന്ന ലോകം, പറയുന്ന ലോകം. പക്ഷെ നമ്മൾ കാണുന്നതിൽ RCMനും പുറമെ വേറെ കുറേ സാധനങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. അതിൽ നെഗറ്റീവായിട്ട് കുറേ കാര്യങ്ങൾ അല്ലെ. അന്നേരമാണ് TV-യിൽ ന്യൂസ് നോക്കാൻ പോണു അല്ലെ, അല്ലെങ്കിൽ എന്തെങ്കിലും സീരിയല് കാണും, അല്ലെങ്കിൽ ആയിരിക്കും ഇൻസ്റ്റാഗ്രാം തുറന്ന അപ്പടി റീൽസ് ആണ്. നമ്മളെ കണ്ണുകൾ പല വഴിക്കാ പോണേ. പക്ഷെ നമ്മൾ ഈ അൾട്ടിമേറ്റ് സക്സസ്, ഇതൊന്നുമല്ല സക്സസ്, ഇത് ഞങ്ങളുടെ സക്സസ് ജേണിയാണ്. നമ്മുടെ ഡയമണ്ട് ഒക്കെ സക്സസ് ജേണി എഴുതി കഴിഞ്ഞാൽ നമ്മളൊക്കെ ബോധം കിട്ടുപോകും. അദ്ദേഹത്തിന്റെ പെർ മന്ത് ഇൻകം അല്ലെ, ഒരു സാധാരണക്കാരന് അദ്ദേഹത്തിന്റെ അല്ലെ നമ്മളിൽ ഉണ്ടാവുന്ന നന്മ, ശരിക്കും പറഞ്ഞ TCG പറയുന്ന പോലെ ആ പവർ ഓഫ് വാല്യൂസ് നമ്മൾ കെട്ടിപ്പടുത്ത ആ ഒരു കൺസ്യൂമർ ഗ്രൂപ്പ് അതിനെ സ്നേഹത്തോടെ കെട്ടുറപ്പോടെ കൊണ്ടുപോവുക എന്ന് പറയുന്നത് ചില്ലറ കാര്യമല്ല. അവിടെയാണ് TCG കൊടുത്ത വാക്ക്, ട്രാൻസ്ഫോമിങ് ലൈഫ് വിത്ത് ദ പവർ ഓഫ് വാല്യൂസ്. വാല്യൂസിന് ഏറ്റവും ഇമ്പോർട്ടൻസ് ഉണ്ട്. എത്ര സ്നേഹത്തോടെ, എത്ര കരുണയോടെ നമുക്ക് നമ്മുടെ ടീമിലെ ആളുകളെ ശ്രദ്ധിക്കാൻ പറ്റുന്നു അല്ലെ. ശരിക്കും ആ വാല്യൂസ് നമ്മളിൽ ഉണ്ടാവുമ്പോൾ നമ്മുടെ കുട്ടികളിലും ഉണ്ടാവും. അതുകൊണ്ട് തന്നെയാണ് TCG രാവിലെ തന്നെ ആ ഒരു മോറൽ ക്ലാസ് നിങ്ങളൊക്കെ കാണുന്നുണ്ടാവും. 6:30 തുടങ്ങുന്നുണ്ട് അല്ലെ. അതിനു മുമ്പ് 6 മണി യോഗ, മെഡിറ്റേഷൻ എല്ലാം ഉണ്ട്. അതോടുകൂടി അദ്ദേഹം അങ്ങോട്ട് തുടങ്ങുകയാണ്. കാരണം എന്താ, ഒന്ന് ആലോചിച്ച് നോക്കൂ, ഇത്രയും വലിയ പദവിയിൽ, ഇങ്ങനെ ഇത്രയും വലിയൊരു സ്ഥാപനത്തിന്റെ മുതലാളി എന്ന് പറയാം നമുക്ക്. അദ്ദേഹത്തിന് ഇതിന്റെയൊക്കെ വല്ല ആവശ്യമുണ്ടോ? അത്രയും നേരത്തേക്ക് എഴുന്നേറ്റിട്ട് ആളുകൾക്ക് ഈ ഒരു മോറൽ കാര്യങ്ങൾ അല്ലെങ്കിൽ വാല്യൂസ് പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമുണ്ടോ? പറഞ്ഞു കൊടുക്കണമെന്നേ. കാരണം RCMൽ നമുക്കൊരു ലീഡർ ആവണമെങ്കിൽ വെറുതെ എന്താ പറയാ, നമുക്ക് അത്യാഗ്രഹം ഉണ്ടായിട്ട് ഒരു കാര്യമില്ല അതിനകത്ത്. ഓക്കെ, എനിക്ക് പെട്ടെന്ന് സഫയർ ആവണം എന്ന് വെച്ചാൽ മുകളിലുള്ള ആള് സമ്മതിക്കില്ല. കുറെ പരീക്ഷകളുണ്ട്. ക്ഷമ എന്ന പരീക്ഷയുണ്ട്, സഹനശക്തി, സ്നേഹം, ഇതൊക്കെ ഓരോ പരീക്ഷയാണ്. നിങ്ങളുടെ സ്നേഹം പരീക്ഷിക്കുന്നുണ്ടാവും, നിങ്ങളുടെ ക്ഷമ പരീക്ഷിക്കുന്നുണ്ടാവും. ഈ ഓരോ ലെവലും പാസ്സായി വരുമ്പോൾ ഓരോ സ്റ്റേജിൽ എത്തുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു റിവാർഡ് കിട്ടും. ടെക്നിക്കൽ ലീഡറായിട്ട് മാറിയിട്ടുണ്ടാവും, എമറാൾഡ് ലീഡറായിട്ട് മാറിയിട്ടുണ്ടാവും, സ്റ്റാർ എമറാൾഡ്, റൂബി, ഇതൊക്കെ നിങ്ങൾക്ക് ഈശ്വരാനുഗ്രഹം കിട്ടിയ പാത തന്നെയാണ്. അത് കിട്ടിയിട്ടുള്ള ആളുകൾക്ക് അവരുടെ എന്താ പറയാ ഓരോരോ ലെവലുകൾ അച്ചീവ് ചെയ്യാൻ സാധിക്കുകയാണ്. അപ്പൊ ശരിക്കും ഇന്ന് ഞാൻ ഇൻവൈറ്റ് ചെയ്യാൻ വന്നത് ഇങ്ങനെയുള്ള സാധാരണ മനുഷ്യരാണ് ഇന്ന് RCMൽ ഇങ്ങനെ പവർഫുൾ ലീഡേഴ്സ് ആയിട്ട് നിങ്ങൾ കണ്ടിട്ടുള്ള ആളുകൾ. അതും എനിക്ക് ഒരു ആത്മവിശ്വാസം പോലും ഉണ്ടായിരുന്നില്ല ഇതിൽ പലരും ഇങ്ങനെയൊക്കെ ലീഡേഴ്സ് ആവും എന്നുള്ളത്. പക്ഷെ അവരൊക്കെ പ്രൂവ് ചെയ്തു. സിസ്റ്റത്തിൽ കൺസിസ്റ്റന്റ് ആയിട്ട് നിന്നു, ക്ഷമയോട് നിന്നു, സ്നേഹത്തോടെ ആ ഒരു RCM ഫാമിലി കൊണ്ടുപോവാൻ കൃത്യമായ ഫോളോ അപ്പോടുകൂടി വലിയ വലിയ പ്രോഗ്രാമുകളിൽ ആളുകളെ പങ്കെടുപ്പിക്കാൻ അവർക്ക് സാധിച്ചു അല്ലെ. ക്ഷമയോട് ഇപ്പൊ നമുക്ക് പലരിലും ഉണ്ടാവാത്തത് ആ ക്ഷമ തന്നെയാണ്. ആ ക്ഷമ നമ്മൾ ആദ്യം ഒന്ന് ശരിക്കും നേടിയെടുക്കാനൊന്ന് പരിശീലിച്ചു കഴിഞ്ഞാൽ ഈ സാലറി ഒന്നും അല്ല നിങ്ങൾക്ക് കിട്ടാൻ പോണത്, ഇതിലും വലുതാണ്. അപ്പൊ നോക്കൂ, ഞാൻ ജസ്റ്റ് RCMന്റെ ജസ്റ്റ് കുറച്ച് നമ്മളുടെ എന്താ പറയാ സെഗ്മെന്റ്, ഇന്നൊക്കെ RCM വളർന്നേ. ഇനി നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംശയിച്ചിരിക്കേണ്ട ആവശ്യമില്ല. ഇന്ന് പലർക്കും RCM മെമ്പർഷിപ്പ് പോലും എന്തിനാന്ന് മനസ്സിലായിട്ടില്ല. എന്തിനാണ് RCMന്റെ മെമ്പർഷിപ്പ്? പലരും പറയും ഡിസ്കൗണ്ട് കാർഡ് അല്ലേ എടുക്കൂന്ന്. RCM എന്ന് പറഞ്ഞ ഡിസ്കൗണ്ട് കാർഡ് എന്നൊന്നും പറഞ്ഞ ആളുകളെ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. എന്താണ് RCMന്റെ മെമ്പർഷിപ്പ് എന്ന് പറയുന്നത്? ഒരു കുടുംബത്തില് 100% നമുക്ക് പറയാം, ഒരു കുടുംബത്തിന്റെ 100% നമുക്ക് പറയാം അവരുടെ ആരോഗ്യത്തിനും അവരുടെ സന്തോഷത്തിനും അവരുടെ സാമ്പത്തിക സ്വാതന്ത്ര്യത്തിനും പിന്നീട് അങ്ങോട്ട് തലമുറകളുടെ സുരക്ഷയ്ക്കും വേണ്ടി നൽകിയിട്ടുള്ള ഗ്യാരണ്ടിയും വാറണ്ടിയും ഉള്ള ഒന്നാണ്, അമൂല്യമായ ഒന്നാണ് ഈ മെമ്പർഷിപ്പ് എന്ന് പറയുന്നത്. ഇത് മനസ്സിലായവർ ഇന്ന് എന്നെ കേൾക്കുന്നവരിൽ വളരെ കുറച്ച് പേർക്കാണ്. RCM കണ്ട് മനസ്സിലാകാം, വിഷൻ കിട്ടിയ ആളുകൾക്ക് ഞാൻ പറഞ്ഞതിന്റെ ഡെഫിനിഷൻ മനസ്സിലായിട്ടുണ്ടാവും. അല്ലാത്തവർക്ക് അത് വെറും ഒരു ഡിസ്കൗണ്ട് കാർഡ്, വെറും ഒരു ആട്ട വാങ്ങാനുള്ള ഡിസ്കൗണ്ട് കാർഡ്, അല്ലെങ്കിൽ വെറും ഒരു ഹെൽത്ത് കാർഡ്. കാരണം അവർ RCMൽ അത്രേ കണ്ടിട്ടുള്ളൂ. ചിലര് കണ്ടിട്ടുള്ളത് ഇപ്പൊ വെളിച്ചെണ്ണയ്ക്ക് വില കൂടി, അപ്പൊ ഹെൽത്ത് കാർഡ്, അവരുടെ കണ്ണില് ഹെൽത്ത് കാർഡ് ഓയിലാണ് RCM. ചിലർക്ക് ആട്ടയാണ് RCM, ചിലർക്ക് ചായപ്പൊടിയാണ് RCM. എന്നാൽ ഇതൊന്നും അല്ല, ഇതുക്കും അപ്പുറം ഇതുപോലെയുള്ള ഒരു ട്രാൻസ്ഫർമേഷൻ വ്യക്തികളുടെ ജീവിതത്തിനെ എങ്ങനെയൊക്കെ മാറ്റിമറിക്കുന്നു, അതിന് എന്താ പറയാ, അതിന് ഉതകുന്ന തരത്തിലുള്ള ലോകോത്തര നിലവാരമുള്ള ഉൽപ്പന്നങ്ങൾ നമ്മൾ അവിടെ പോയി കാണണം അല്ലെ, നമ്മുടെ കമ്പനി പോയി കാണണം. അപ്പൊ ശരിക്കും മനസ്സിലാവും, ശരിക്കും ലീഡേഴ്സ് പറയുന്നത് ശരിയാണ്. RCM ഈസ് നോട്ട് ഫോർ ദിസ് ഇയർ, RCM ഈസ് ഫോർ ജനറേഷൻ.
നെക്സ്റ്റ് 7 ജനറേഷന് വേണ്ടിയുള്ള പ്ലാനും പ്രോജക്റ്റും ഒക്കെ റെഡി ആയി എന്നുള്ളത് ആ കമ്പനി പോയിട്ട് കാണുമ്പോൾ മനസ്സിലാവും. എന്തിനാ ക്വാളിറ്റി അഷുറൻസ് ലാബിൽ ഒന്ന് പോയി നോക്കിയാൽ മതി. അവിടെ ഓരോ ഉൽപ്പന്നങ്ങൾ ലോഞ്ച് ചെയ്യാൻ റെഡി ആവണത് എത്ര റൗണ്ട് അവരുടെ ആ ഒരു ക്വാളിറ്റി അഷുർ ചെയ്തിട്ടാണ്. ഞങ്ങൾ കഴിഞ്ഞതില് പോകുമ്പോൾ നമ്മുടെ പോഹ എന്ന് പറയും, അവില് ലോഞ്ച് ചെയ്യാൻ റെഡി ആയിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു. സൂചി ലോഞ്ച് ചെയ്യാൻ റെഡി ആവുന്നുണ്ടായിരുന്നു. പക്ഷെ അവര് പറഞ്ഞത് അതിന് ഇനിയും ഒരു റൗണ്ട് ടെസ്റ്റ് കൂടെ ക്വാളിറ്റി അഷുറൻസ് ലാബില് ഒരു റൗണ്ട് ടെസ്റ്റ് കൂടി ഉണ്ട്. ആ ടെസ്റ്റില് 100% ഓക്കെ ആണെങ്കിൽ നമ്മൾ അത് റിലീസ് ചെയ്യും, പുറത്തേക്ക് ഇറക്കും എന്നാ പറഞ്ഞു. ഇതുപോലെ ഓരോ ഉൽപ്പന്നങ്ങളും ഇത്ര നിഷ്കർഷയോടുകൂടി ആളുകളുടെ മുമ്പിലേക്ക് എത്തിക്കുകയാണ് നമ്മുടെ കമ്പനി എന്ന് പറയുന്നത്. അപ്പൊ അതിൽ തന്നെ ഞാനിപ്പോ ജസ്റ്റ് ഓരോ സെഗ്മെന്റ് ജസ്റ്റ് ഒന്ന് കാണിക്കണമെന്നേ ഉള്ളൂ, എവിടെ എത്തി RCM എന്നുള്ളത് കാണിക്കാൻ. ന്യൂട്രി ചാർജ് കിഡ്സ് അല്ലെ, ശരിക്കും പറഞ്ഞാൽ ന്യൂട്രി ചാർജിന്റെ ഒരു ശ്രേണി തന്നെ നിങ്ങൾക്ക് കാണാം. ഒരു ന്യൂട്രി ചാർജ് ഉൽപ്പന്നമെങ്കിലും ഉപയോഗിക്കണവർ ഒന്ന് ഹാൻഡ് റൈസ് ചെയ്തോളൂ. ഒരു ന്യൂട്രി ചാർജ് ഉൽപ്പന്നമെങ്കിലും ഉപയോഗിക്കണവർ ഈ കൂട്ടത്തില് ഹാൻഡ് റൈസ് ചെയ്തോളൂ. യെസ്, കുറെ പേര് ഹാൻഡ് റൈസ് ചെയ്യുന്നുണ്ട്. എനിക്ക് ഷെയറിംഗ് ഉള്ളതുകൊണ്ട് എത്ര പേര് ഹാൻഡ് റൈസ് ചെയ്തു എന്ന് കാണാൻ പറ്റില്ല. യെസ്, വെരി ഗുഡ്. ഓക്കെ, അപ്പൊ ശരിക്കും പറഞ്ഞ എന്നെയൊക്കെ ഇന്നത്തെ ഒരു ലെവലിൽ ഞാനാക്കിയത് ന്യൂട്രി ചാർജ് തന്നെയാണ്. എന്നും അലർജി, എന്തിന് പീരിയഡ്സ് പ്രശ്നങ്ങള്. ഒരു മാസം എൻ്റെ ഒരു ലീവ് പോണത് പീരിയഡ്സ് പെയിൻ അനുഭവിച്ചിട്ടാണ്. ഓരോ മാസം ഓരോ ലീവ് എൻ്റെത് പോയിക്കൊണ്ടിരുന്നത് സ്കൂളിൽ പോണ സമയത്ത് പീരിയഡ്സിന്റെ പെയിൻ. അത് വന്ന അന്ന് സ്കൂളിൽ പോവില്ല, അന്ന് പെയിൻ കില്ലർ കഴിക്കാൻ പേടിയായിരുന്നു. കാരണം അങ്ങനെയൊക്കെയുള്ള ഒരു ഇതിൽ നമ്മൾ പോയിട്ടില്ല. കാരണം എന്തോ എവിടെ നിന്നൊക്കെ കിട്ടിയ അറിവിന്റെ ബേസിൽ എന്തോ ഭാഗ്യത്തിന് പെയിൻ കില്ലറൊന്നും അന്ന് കഴിച്ചിരുന്നില്ല, ലീവ് എടുക്കുമായിരുന്നു. അപ്പൊ അങ്ങനെയൊക്കെയുള്ള എനിക്ക്, ഞാൻ മാത്രമല്ല ഒരുപാട് സ്ത്രീകൾക്ക് എന്താ പറയാ, ഞങ്ങളുടെയൊക്കെ ഒരു അമൂല്യ സ്വത്ത് തന്നെയാണ് ന്യൂട്രി ചാർജ് വുമൺ. ഇന്ന് ന്യൂട്രി ചാർജ് വുമൺ ഏറ്റവും കൂടുതൽ സെയിൽ ചെയ്തു എന്ന് പറയണത്, ഞാൻ സെയിൽ ചെയ്തു എന്നല്ല പറയാ, അല്ലെ, സെയിൽ ചെയ്തു എന്ന് ഞാൻ ഒരിക്കലും പറയില്ല. കാരണം എന്താണ്, നിങ്ങൾ ഒരാൾക്ക് അത് കൊടുത്തിട്ടുണ്ടെങ്കിൽ അല്ലെ, ഈശ്വരന്റെ ഭാഗത്ത് നിങ്ങൾ എന്താ പറയാ, ഒരു വലിയൊരു കാര്യം, നല്ലൊരു കാര്യം നിങ്ങൾ ചെയ്തു എന്നാ പറയാ. നമ്മുടെ സൈലന്ത്രി മാഡം റിട്ടയർഡ് ബ്ലോക്ക് ഡെവലപ്മെന്റ് ഓഫീസർ ആയിരുന്നു അല്ലെ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, റിട്ടയർഡ് ആയിട്ടുള്ള ബ്ലോക്ക് ഡെവലപ്മെന്റ് ഓഫീസേഴ്സ് കേരളത്തിൽ ഏതും ആയിക്കോട്ടെ, ഏത് കാറ്റഗറി ആയിക്കോട്ടെ, ഇഷ്ടം പോലെയുണ്ട്. അവരൊക്കെ എന്താ ചെയ്യണത്, വീട്ടിൽ ചടഞ്ഞുകൂടി ഇരുന്ന് ഒന്നുകിലും പേരക്കുട്ടികളെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ടാവും, അല്ലെങ്കിൽ എവിടെയെങ്കിലും എന്തെങ്കിലുമൊക്കെ നോക്കി നെഗറ്റീവ് ന്യൂസ്, TV തുറന്ന ന്യൂസും സീരിയലും ഇതും കണ്ടിട്ട് ഒരു അന്ധകാരം അല്ലെ, ഒരു ശരിക്കും പറഞ്ഞ ഇരുട്ടാർന്ന ഒരു ജീവിതത്തിൽ തന്നെയാണ് അവർ പോയിക്കൊണ്ടിരിക്കുന്നത്, ഒരു നെഗറ്റീവ് അറ്റ്മോസ്ഫിയർ. പക്ഷെ മാഡത്തിന് നിങ്ങൾ നോക്കി നോക്കൂ, റിട്ടയർ ആയി എന്നുള്ളത് നിങ്ങൾക്ക് ഇപ്പൊ മാഡം അതിൽ വീഡിയോ ഓൺ ചെയ്തിരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. മാഡം റിട്ടയർ ആയി എന്ന് ഒരാളും പറയില്ലേ. എന്താണ് കാരണം, അത്രയ്ക്കേറെ അവർ ആ ഒരു ഉൽപ്പന്നങ്ങളൊക്കെ ഉപയോഗിച്ചിട്ട് അവർക്ക് കിട്ടിയ റിസൾട്ട് ഇന്നൊരു നന്മയായിട്ട് ആളുകളിലേക്ക് പകർന്നു കൊടുക്കുക. മാഡം പറയണത് ഇത് ഞാൻ പൈസയ്ക്ക് വേണ്ടിയല്ല ചെയ്യണത്. ഞാൻ ന്യൂട്രി ചാർജ് വുമൺ കൂടുതൽ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് എനിക്ക് എന്റെ സമൂഹത്തിനോടുള്ള കടമ. ഒരുപാട് സ്ത്രീകളെ ഈ പറഞ്ഞ പ്രശ്നങ്ങളിൽ നിന്നും, ഇപ്പൊ ഞാൻ പറഞ്ഞ പോലെ എനിക്കുണ്ടായ പ്രശ്നം പോലെ എത്ര സ്ത്രീകൾക്ക് പ്രശ്നം ഉണ്ടായിട്ടുണ്ടാവും ഇല്ലേ. ഇന്ന് പെൺകുട്ടികൾക്ക് വരെ, ഇന്ന് അവര് ശരിക്കും ഞങ്ങൾ സ്കൂളിലും കോളേജിലും ഒക്കെ പോയിട്ട് അവയർനെസ് കൊടുക്കാറുണ്ട്. അവിടെയൊക്കെ പെൺകുട്ടികൾ ഒരു കാര്യം പറയാറുണ്ട്, പീരിയഡ്സിന്റെ പെയിൻ വന്നോട്ടെ, അതിനെന്താ പെയിൻ കില്ലർ കഴിക്കണില്ലേ. ഇങ്ങനെയായി നമ്മുടെ തലമുറ അല്ലെ. അവരുടെ ഭക്ഷണ രീതി മാറിയ, ജീവിതശൈലി ഒക്കെ നമ്മളെ സ്വാധീനിച്ചപ്പോ ശരിക്കും പറഞ്ഞാൽ വലിയൊരു അവയർനെസ് ആണ് RCM നമുക്കിന്ന് ന്യൂട്രി ചാർജിലൂടെ, അതുപോലെ ഓരോ സെഗ്മെന്റിലൂടെ നമുക്ക് തന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതിൽ ന്യൂട്രി ചാർജ് പലരും പറയും അയേൺ ടാബ്ലറ്റ് കഴിക്കാറുണ്ടെന്ന് അല്ലെ. അയേൺ ടാബ്ലറ്റ് കഴിക്കാറുണ്ടോ, നമുക്ക് ബ്ലഡ് കുറഞ്ഞു കഴിഞ്ഞാൽ എന്താ, നമുക്ക് അയേൺ ടാബ്ലറ്റ് കഴിച്ചാൽ പോലെ HB കുറവാണെങ്കിൽ. പക്ഷെ അത് കഴിച്ചിട്ട് എത്ര പേർക്ക് സൈഡ് എഫക്റ്റ് ഉണ്ടായിട്ടുണ്ട്. നമ്മുടെ പ്രസവ സമയത്തൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അയൺ ടാബ്ലറ്റ് നിരവധി കഴിച്ചത് മൂലം ഈ കഴുത്തിലൊക്കെ വരുന്ന ആ ഒരു കളറ്, അതുപോലെ തന്നെ മലബന്ധം അല്ലെ, വയറു സംബന്ധമായ പ്രശ്നങ്ങൾ, ഇതൊക്കെ നിരവധിയാണ്. പക്ഷെ ന്യൂട്രി ചാർജ് വുമണില് എന്താ പറയാ, ഫെറസ് ബിസ് ഗ്ലൈസിനേറ്റ് എന്ന ഫോമിൽ ഏറ്റവും പെട്ടെന്ന് അത് ആഗിരണം ചെയ്ത് അല്ലെ, പെട്ടെന്ന് അബ്സോർബ് ചെയ്യാവുന്ന തരത്തിലുള്ള അയേൺ ആണ് ഫെറസ് ബിസ് ഗ്ലൈസിനേറ്റ്. ആ ഫോമിൽ അത് വെച്ചത് കൊണ്ടാണ് ശരിക്കും പറഞ്ഞ ഇന്ന് ന്യൂട്രി ചാർജ് വുമൺ ക്ലിനിക്കലി പ്രൂവൺ അല്ലെ. 13 വൈറ്റമിൻസ്, 13 മിനറൽസ്, 13 ഫ്രൂട്ട്സ്, 6 ബൊട്ടാണിക്കൽസ്, 5 അമിനോ ആസിഡ്, ഇതൊക്കെ കൃത്യമായിട്ട് ശരിക്കും നിങ്ങൾ ആലോചിച്ച് നോക്കൂ. നിങ്ങൾ വുമൺ സപ്ലിമെന്റ് എടുത്തിട്ട് ഗൂഗിളിൽ സെർച്ച് ചെയ്തോളൂ. ഇതുപോലെ 50 ന്യൂട്രിയൻസ് അടങ്ങിയിട്ടുള്ള ഒരു വുമൺ സപ്ലിമെന്റ് കിട്ടാനില്ലേ. അതുകൊണ്ട് തന്നെയാണ് ക്ലിനിക്കലി പ്രൂവൺ. ക്ലിനിക്കലി പ്രൂവൺ വെറുതെ കിട്ടുന്നതല്ല, റാൻഡം സാമ്പിൾ. എത്രയോ സ്ത്രീകളിൽ നമ്മളിത് എന്താ ചെയ്യുക, അവരിലെ ബിഫോർ ആഫ്റ്റർ ടെസ്റ്റ് ചെയ്യും, അവരിൽ റിസൾട്ട് വന്നിട്ടുണ്ടോ നോക്കും, അവരിൽ പുരോഗതി, അവരുടെ ഹീമോഗ്ലോബിനിൽ ഉണ്ടോ
അതുപോലെ അവരുടെ ഹെയർ ഗ്രോത്തിൽ പുരോഗതി ഉണ്ട്. ഇതൊക്കെ നോക്കിയിട്ടാണ് ശരിക്കും പറഞ്ഞ ഒരു പ്രോഡക്റ്റിന് ക്ലിനിക്കലി പ്രൂവൺ കൊടുക്കുന്നത്. അതുപോലെ ന്യൂട്രിചാർജ് കിഡ്സ്, പണ്ട് കുട്ടികൾക്ക് കൊടുക്കുന്ന പാനീയം, ഞാനൊക്കെ ഉണ്ടല്ലോ ശരിക്കും പരസ്യം നോക്കി പാനീയം കൊടുത്ത ആളാ. എന്റെ മോന് എന്താ കൊടുത്തിട്ടുള്ളത്, ബൂസ്റ്റ് ഇസ് ദ സീക്രട്ട് ഓഫ് മൈ എനർജി എന്ന് സച്ചിൻ ടെണ്ടുൽക്കർ പറഞ്ഞപ്പോ ഞാൻ അത് വിശ്വസിച്ചു. കാരണം പരസ്യം വിശ്വസിച്ച ആ ഒരു റെപ്രസെന്റേറ്റീവ് തന്നെയായിരുന്നു, ആ സമൂഹത്തിന്റെ റെപ്രസെന്റേറ്റീവ് ആയിരുന്നു അന്ന് ഞാന്. സച്ചിൻ ടെണ്ടുൽക്കർ പറഞ്ഞതല്ലേ, മോന് ഞാൻ എന്ത് കൊടുത്തു, ആ ബൂസ്റ്റ് കൊടുത്തു. ശരിക്കും നമ്മൾ അങ്ങനെ ബ്രാൻഡ് പറയാൻ പാടില്ല എന്ന് പറയും, പക്ഷെ ഞാൻ പറഞ്ഞു പോണെന്നാണ് കേട്ടോ. അന്ന് അവനത് കൊടുത്തിട്ടുണ്ട്. പക്ഷെ എന്റെ മോൻ 10ാം ക്ലാസ്സില് എന്താ പറയാ അസംബ്ലിയിൽ നിൽക്കുമ്പോൾ ഏറ്റവും മുമ്പിലാ നിൽക്കുക. ഏറ്റവും മുമ്പിൽ നിൽക്കുന്ന കുട്ടി എന്തായിരിക്കും, ഹൈറ്റ് കുറഞ്ഞ കുട്ടി അല്ലെ. ശരിക്കും അതിന്റെ ഒരു ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് എന്റെ മോനുണ്ടായിരുന്നു. അവൻ പറയും എനിക്ക് ഹൈറ്റ് കൂട്ടാൻ എന്താ ചെയ്യാ. ശരിക്കും ആ സമയമാകുമ്പോഴേക്കും ന്യൂട്രിചാർജ് കിഡ്സ് ഒക്കെ വന്നു. ശരിക്കും ഇന്നിപ്പം അവന്റെ അസംബ്ലിയിൽ ഏറ്റവും പുറകിൽ നിന്ന് മോനേക്കാളും ഉയരം ഇന്ന് ഹരിശങ്കറിനുണ്ട്. ക്രെഡിറ്റ് ഗോസ് ടു ന്യൂട്രിചാർജ് കിഡ്സ്. ഹരി മാത്രമല്ല, ഒരുപാട് പേര്, എന്തിന് മുതിർന്നവര് പോലും ഈ ഒരു പ്രോഡക്റ്റ് ഇന്ന് കഴിക്കുന്നുണ്ട് അല്ലെ. ഇന്നിപ്പോ ഈയിടെ നമ്മൾ കണ്ടു ഹോർലിക്സ്, ബൂസ്റ്റ്, ഇതൊന്നും കുട്ടികൾക്കുള്ള പാനീയമല്ല അല്ലെ, കുട്ടികൾക്കുള്ള ആരോഗ്യ പാനീയമല്ല എന്ന് പത്രത്തിൽ പോലും വന്നു. പക്ഷെ എന്നിട്ട് പോലും നമ്മുടെ ആളുകൾ പരസ്യം കണ്ടത് ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ശരിക്കും ഒരു അവയർനെസ് നമ്മൾ RCMൽ ചെയ്യുന്നത്, ഓരോ ലീഡേഴ്സും കൊടുക്കുന്നത് അവയർനെസ് തന്നെയാണ്. നമ്മൾ ആളുകളോട് 100% ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കാൻ പറയും. ഇതുപോലെ കൃത്യമായിട്ട് പ്രോഡക്റ്റുകളെ കുറിച്ച് അറിഞ്ഞിട്ടില്ലെങ്കിൽ അവരെങ്ങനെ 100% ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കും? അവർക്കറിയാവുന്നത് ചായപ്പൊടി, ആട്ടയും എണ്ണയായിരിക്കും. അത് മാത്രം ഉപയോഗിച്ചിട്ട് നിങ്ങളോട് പറയും ഐ എം യൂസിങ് 100% RCM പ്രോഡക്റ്റ്. അതുകൊണ്ട് തന്നെ ഓരോ സെഗ്മെന്റിന്റെയും ചെറുതായിട്ടുള്ള നോളജ് നിങ്ങൾക്ക് ഉണ്ടാവണം. നോക്കൂ, ഇന്ന് ന്യൂട്രിചാർജിൽ താല്പര്യം നമ്മുടെ ടീമിൽ അങ്ങനെയായിരിക്കും, പല താല്പര്യങ്ങളുള്ള ആളുകളായിരിക്കും വരിക. പ്രത്യേകിച്ച് ഇന്ന് ധാരാളം സ്ത്രീകൾ RCMനെ ഒരു പ്രൊഫഷൻ ആക്കി എടുക്കാനായിട്ട് മുന്നോട്ട് വരുന്നുണ്ട്. അവരിൽ കൺഫ്യൂഷൻ ആയിരിക്കും, ഏതാ ഞാൻ എടുക്കുക, ഏതാ പഠിക്കുക, RCM, ഏത് ന്യൂട്രിചാർജ്, കീസോള്, ഗുഡ് ഡോട്ട്, ഇങ്ങനെ പല പല ഡൗട്ട്സ് അവരുടെ മനസ്സിലുണ്ടാവും. നോക്കൂ, ഇതില് നമുക്ക് അടുത്തതായി വീരാംഗന വീർ കോഴ്സ് ഉണ്ട്. നമുക്ക് നമ്മുടെ ടീമില് ശരിക്കും പറഞ്ഞാൽ ഇതിനോട് നല്ല ആറ്റിറ്റ്യൂഡുള്ള ആളുകൾ അല്ലെ, ന്യൂട്രിചാർജ് പഠിച്ചാൽ കൊള്ളാം എന്ന് തോന്നുന്ന ആളുകൾ ഉണ്ടെങ്കിൽ നമ്മൾ അവരെ തീർച്ചയായിട്ടും ഇതിലേക്ക് ഡയറക്റ്റ് ചെയ്യാം. അത് എല്ലാ ബുധനാഴ്ചകളിലും എന്താ പറയുക, ഒരാളെയും ബാധിക്കുന്നില്ല. എല്ലാ ബുധനാഴ്ചയും എന്താ പറയുക 9 മണിക്ക്, കൃത്യം രാത്രി 9 മണിക്ക് ആ പ്രോഗ്രാം ഉണ്ടാവും. ഞാൻ വീട്ടിലുണ്ടെങ്കിൽ മുടങ്ങാതെ ഞാൻ ആ വീരാംഗന കോഴ്സ്, ഈ ക്ലാസ്സിൽ കയറാറുണ്ട്. എത്ര അറിവാണ് നമുക്ക് കിട്ടണേന്ന് അറിയും. കാരണം അറിവ് അല്ലെ, നമുക്ക് ശരിക്കും പറഞ്ഞാൽ അറിവ് പല ഭാഗത്തു നിന്നും വരണം. ലെറ്റ് ഇറ്റ് കം, അത് വരട്ടെ. അത് വരണമെങ്കിൽ ഇതുപോലെയുള്ള കോഴ്സുകളിൽ നമ്മൾ ജോയിൻ ചെയ്ത്, നമ്മൾ വെറുതെ ഇരിക്കുന്ന സമയമായിരിക്കും ബുധനാഴ്ച 9 മണി എന്നൊക്കെ പറയുന്നത്. അപ്പൊ ആ സമയത്ത് നമ്മൾ ഈ ഒരു കോഴ്സിൽ കയറുകയാണെങ്കിൽ അതിനുള്ള നിബന്ധനയുണ്ട്. 5 ന്യൂട്രിചാർജ് വുമൺ നമ്മൾ വാങ്ങി ഉപയോഗിക്കാം, നമ്മൾക്ക് ആളുകൾക്ക് കൊടുക്കുകയും ചെയ്യാം അല്ലെ. 5 ന്യൂട്രിചാർജ് വുമൺ നമുക്കൊരു മാസത്തേക്ക് എന്തായാലും വേണ്ട. നമ്മൾക്ക് അത് കൊടുക്കുക എന്ന് പറയുന്നത് പോലും വലിയൊരു പുണ്യാന്ന് ഞാൻ നേരത്തെ പറഞ്ഞു അല്ലെ. അതൊരു പുണ്യമായിട്ട് കരുതി അടുത്ത വീടുകളിലൊക്കെ നിങ്ങളൊന്ന് കൊടുത്തു നോക്കൂ. എല്ലായിടത്തും ഉണ്ട്, പെൺകുട്ടികളും സ്ത്രീകളും ഇല്ലാത്ത വീടുകളില്ലേ, ഇത് കൊടുക്കൂ. ഏറ്റവും വലിയ പുണ്യം എന്നേ ഞാൻ പറയുള്ളൂ. അപ്പൊ അതിനുവേണ്ടി രജിസ്റ്റർ ചെയ്യുക. അതുപോലെ ANCC എന്ന് പറഞ്ഞ കോഴ്സ് ഉണ്ട്. അതിനു പുറമെ MP സുരേഷ് സാർ അല്ലെ, നല്ല നമ്മുടെ ട്രെയിനർ, അദ്ദേഹത്തെ ഈ ഒരു അവസരത്തിൽ ഓർക്കുകയാണ്. അദ്ദേഹത്തിന്റെ ക്ലാസ്സുകൾ മിസ് ചെയ്യാതെ കേൾക്കുക. ഓൺലൈൻ ക്ലാസ്സുകൾ, ഓഫ്ലൈൻ ക്ലാസ്സുകൾ എവിടെയൊക്കെയാണോ അത് നിങ്ങൾക്ക് പോയി പങ്കെടുക്കാം അല്ലെ. അതുപോലെ തന്നെ എല്ലാ ശനിയാഴ്ചകളിലും നമുക്ക് ആസ്ക് ആൻ എക്സ്പേർട്ട്, നമ്മുടെ ഡോക്ടർ രാജൻ സാറിന്റെ, അതുപോലെ കനകമ്മ മാഡം, വീരാംഗന എഞ്ചിനീയർ കനകമ്മ മാഡത്തിന്റെ ക്ലാസ് ഉണ്ടാവാറുണ്ട്. ഇതൊക്കെ മുടങ്ങാതെ കേൾക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു സെഗ്മെന്റ്, ഈ പ്രോഡക്റ്റുകളെ കുറിച്ചിട്ടുള്ള ചെറിയ വിവരണം കിട്ടും. പുതിയ ആളുകളിലേക്ക് നമുക്കത് എത്തിക്കാൻ സാധിക്കും. കാരണം നമ്മുടെ ആഗ്രഹം എന്താണ്, എല്ലാവരും 100% ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കണം. അപ്പൊ അങ്ങനെയാകുമ്പോൾ എല്ലാ സെഗ്മെന്റുകളും തന്നെ പരിചയപ്പെടുത്തേണ്ട ആവശ്യമുണ്ട്. ഇനി നോക്കൂ, കീസോൾ എന്ന സെഗ്മെന്റ് ശരിക്കും പറഞ്ഞാൽ ഹൈജീൻ, ബ്യൂട്ടി, ഇതിനൊക്കെ പറഞ്ഞ ഒരു വേറെ മറുവാക്കില്ലേ. ഇന്ന് നമുക്ക് ഹൈജീൻ ആയിക്കോട്ടെ, ബ്യൂട്ടി ആവട്ടെ, പേഴ്സണൽ കെയർ ആവട്ടെ, ഇതിനൊക്കെ ഒരേ ഒരു ഡെഫിനിഷൻ, ഒരേ ഒരു ഉത്തരം, ദാറ്റ്സ് കീസോൾ. ഒന്നും വേണ്ട, നമ്മുടെ സാനിറ്ററി പാഡിനെ കുറിച്ച് ആളുകളോട് സംസാരിക്കുക. മാതൃഭൂമി പത്രങ്ങളിൽ വന്ന വാർത്ത നമ്മുടെ കയ്യിൽ ഉണ്ടാവണം. സാനിറ്ററി പാഡുകളിൽ, അതും പ്രമുഖ സാനിറ്ററി ബ്രാൻഡ് എന്ന് പറയുന്നുണ്ട്, സാനിറ്ററി പാഡുകൾ നമ്മൾ ഉപയോഗിക്കുന്ന ബ്രാൻഡ്, ആ ബ്രാൻഡിൽ മാരകമായ കെമിക്കൽ, ആ കെമിക്കലുള്ള ആ സാനിറ്ററി പാഡുകൾ യൂസ് ചെയ്യുന്നത് കാരണം ഒവേറിയൻ ക്യാൻസർ, യൂട്ടേറിയൻ ക്യാൻസർ വർദ്ധിച്ചു വരുന്ന സാഹചര്യം എന്റെ മോൻ പറഞ്ഞിട്ടുള്ളതാണ്. അവൻ ഏറ്റവും കൂടുതൽ കഷ്ടപ്പെട്ടിട്ടുള്ളത് അവന് ഗൈനക്കോളജി ഡിപ്പാർട്ട്മെന്റിൽ ഡ്യൂട്ടി കിട്ടിയ സമയത്താണ്. അവൻ പറഞ്ഞത് പ്രസവത്തിനല്ല അവൻ നീണ്ട ക്യൂ കണ്ടതെന്നാണ്. ഏറ്റവും കൂടുതൽ ക്യൂ കണ്ടത്
യൂട്രസ് റിമൂവലിനായിരുന്നു എന്നുള്ളത്. അപ്പൊ എന്തുകൊണ്ടാണ് ഈ ഒരു സാഹചര്യത്തിൽ ഇതൊക്കെ വരുന്നത് എന്നുള്ളതിന് ഉത്തരം നമ്മുടെ കയ്യിൽ തന്നെ ഉണ്ട്. പത്രങ്ങളിലൂടെ നമ്മളത് അറിഞ്ഞു അല്ലെ. അതുകൊണ്ടാണ് ഈ പത്രം വായിക്കുമ്പോൾ നമ്മൾ ഈ എന്താ പറയാ ആത്മഹത്യ ചെയ്തതും കൊലപാതകം ഒന്നും വേണ്ടാന്ന് ഇങ്ങനത്തെയൊക്കെ ചില ഇത് വരും. സാനിറ്ററി പാഡുകൾ അതൊക്കെ പറയുമ്പോൾ യെസ്, ഇത് നമ്മളുമായിട്ട് നമ്മുടെ പ്രോഡക്റ്റുമായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റിയ വാർത്തയാണല്ലോ. അതിനെക്കുറിച്ച് എന്തുണ്ടാവണം? അതാണ് പറയുന്നത്, കാണുന്ന ലോകം ആർസിയമാക്കി മാറ്റണം അല്ലെ. പത്രങ്ങളിൽ വരുന്ന ഇതുപോലെയുള്ള ഉൽപ്പന്നങ്ങളുടെ കമ്പാരിസൺ വരുന്നുണ്ടാവും. വെളിച്ചെണ്ണയ്ക്ക് ഇനി വില കൂടിക്കൊണ്ടിരിക്കുന്നത്, അതൊക്കെ കട്ട് ചെയ്ത് വെക്കണം, നിങ്ങൾ ഫോട്ടോ എടുത്ത് വെക്കണം അല്ലെ. നമ്മുടെ പ്രൊമോഷൻ, അതായത് നമുക്കും ഇതിൽ വിജയിക്കണം, നല്ല നല്ല പ്രോഡക്റ്റുകൾ, ആരോഗ്യ അല്ലെ, ആളുകൾക്ക് ആരോഗ്യം കൊടുത്തുകൊണ്ട് വലിയൊരു ധനികനായി അല്ലെങ്കിൽ ധനികയായിട്ട് മാറണം. അതാണ് നമ്മുടെ ഉദ്ദേശം. അപ്പൊ അതില് പ്രത്യേകിച്ച് ഈ നിങ്ങൾ ആളുകളോട് ഒരു ചോദ്യം ചോദിക്കുക, ആനിയോൺ സാനിറ്ററി സ്ട്രിപ്പുള്ള സാനിറ്ററി പാഡ് ഗൂഗിളിൽ സെർച്ച് ചെയ്യാൻ പറയാം. ഈ ആനിയോൺ സ്ട്രിപ്പുള്ള സാനിറ്ററി പാഡ് എന്ന് പറയുന്നത് RCMന്റെ അല്ല, കീസോളിന്റെ അല്ല, ഒരു ജനറൽ ടേം ആണ്. ഈ ആനിയോൺ സ്ട്രിപ്പുള്ള സാനിറ്ററി പാഡ് എന്ന് പറയുന്നത് ആന്റി ബാക്ടീരിയൽ ആണ് എന്നത് മാത്രമല്ല, അതിന് നെഗറ്റീവ് അയോൺസ് റിലീസ് ചെയ്തിട്ട് ഹാപ്പി ഹോർമോൺസ് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള കഴിവുണ്ട്. നമുക്ക് വേണ്ടത് ഹാപ്പി പീരിയഡ്സ് ആണ്. ഏതൊരു സ്ത്രീ, ഏതൊരു പെൺകുട്ടിയും ജീവിതത്തിൽ ആഗ്രഹിക്കുന്നതാണ് ഹാപ്പി പീരിയഡ്സ്. അത് കൊടുക്കാൻ കഴിവുള്ള, നിങ്ങൾ ജസ്റ്റ് ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ മതി ആനിയോൺ സ്ട്രിപ്പ് സാനിറ്ററി പാഡ് മതി, അതിനുള്ള ഉത്തരം കിട്ടും. അത് മാത്രം ആളുകൾക്ക് കൊടുക്കുക. ആനിയോൺ സ്ട്രിപ്പുള്ള സാനിറ്ററി പാഡ് ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ കുറെ കമ്പനികളുടെ സാനിറ്ററി പാഡുകളും കാണാം. അതൊന്നും സാധാരണക്കാർക്ക് വാങ്ങിക്കാൻ പറ്റുന്ന റേറ്റിലുള്ളത് 500 രൂപയ്ക്ക് മുകളിലായിരിക്കും അതിൻ്റെയൊക്കെ വില വരുന്നത്. ഇവിടെ നമ്മൾ TCGയും പ്രിയങ്ക മാഡത്തിനെയൊക്കെ ഒന്ന് എന്താ കൂപ്പി തൊഴുതുകൊണ്ടിരിക്കണം. നമ്മൾ സാധാരണക്കാർക്കും ഇതുപോലെയുള്ള നല്ലൊരു ജീവിതം അല്ലെ നമുക്ക് ഇങ്ങനെ തന്നിരിക്കുകയാണ്. കാരണം ഇതൊക്കെ ഉപയോഗിക്കുക എന്ന് പറഞ്ഞാല് ഒരു സമൂഹത്തിൽ ഒരു കാറ്റഗറി ആളുകൾക്ക് മാത്രമാണ് ശരിക്കും പറഞ്ഞാൽ ഇതുപോലെയുള്ള പ്രൊഡക്റ്റുകളൊക്കെ ഉപയോഗിക്കാനുള്ള ഭാഗ്യം കിട്ടുന്നത്. ഇവിടെ എന്താ പറയാ, ഏത് കാറ്റഗറിയിലുള്ള ആളുകൾക്കും ഇത് ഉപയോഗിക്കാവുന്ന തരത്തിലുള്ള നിരക്ക്, അത് തന്നെ അത്രയും അഫോർഡ് ചെയ്യാൻ പറ്റാത്തവർക്ക് ഇത് 2-3 ആളുകൾക്ക് കൊടുത്താൽ സ്വന്തമായിട്ടൊന്ന് വാങ്ങിക്കാനുള്ള പൈസയും കയ്യിൽ കിട്ടും അല്ലെ. സ്വന്തമായിട്ട് നമുക്ക് വരുമാനം. ഇപ്പൊ ഈ കീസോൾ ഇതിനെ കുറിച്ച് കൂടുതൽ അറിയാനായിട്ട് ശരിക്കും പറഞ്ഞ ഇന്ന് കീസോളിൽ ഒരു ഉഡാൻ എന്ന് പറഞ്ഞ കോഴ്സ് ഉണ്ട്. ഞാൻ പറയുകയാണെങ്കിൽ ഈ ഉഡാൻ എന്ന് പറഞ്ഞ കോഴ്സ് എല്ലാ സ്ത്രീകളും എല്ലാവരും കേരളത്തിലുള്ള എല്ലാ സ്ത്രീകളും നിർബന്ധമായിട്ടും ചെയ്യേണ്ട ഒന്ന് തന്നെയാണ്. കാരണം ഇത് ചെയ്യുമ്പോഴാണ് അതിന്റെ ആ ഒരു വ്യാപ്തി ശരിക്കും പറഞ്ഞാൽ മനസ്സിലാവുന്നത്. ഉഡാൻ എന്ന് പറഞ്ഞ കോഴ്സ് ശരിക്കും എന്താ പറയാ, നമ്മളെ ഒരു തലത്തിലേക്ക് കൊണ്ടുപോകും എന്നുള്ളതാണ്. സ്വന്തമായിട്ട് ഫേഷ്യൽ ചെയ്യാൻ നമ്മൾ പഠിക്കുന്നു, അതുപോലെ സ്വന്തമായിട്ട് മേക്കപ്പ് ചെയ്യാൻ. ഇന്ന് മേക്കപ്പിന് വേണ്ട A to Z പ്രോഡക്റ്റുകൾ RCMൽ ഇറങ്ങി. ഞാൻ പലപ്പോഴും കമ്പയർ ചെയ്ത് നോക്കിയിട്ടുണ്ട്. മേബലിൻ പോലത്തെ വലിയ വലിയ കമ്പനികളുണ്ട്, ഈ മേക്കപ്പ് ബ്രാൻഡ് ഇതായിട്ട് എന്താ പറയാ, റെവലോൺ അങ്ങനെയൊക്കെയുള്ള കമ്പനികളിൽ ഒരു ഫൗണ്ടേഷന്റെ വില എത്ര നമുക്കൊരു സാധാരണക്കാരന് വാങ്ങിക്കാൻ പറ്റിയ റേറ്റിലല്ല. അതൊക്കെ വലിയ വലിയ താരങ്ങളൊക്കെ യൂസ് ചെയ്യുന്ന ആ തരത്തിലുള്ള ഫൗണ്ടേഷൻ. ഇന്ന് കഴിഞ്ഞ ദിവസം ഒരു ബ്യൂട്ടീഷ്യൻ പറയുണ്ടായി, അതുപോലെ ക്വാളിറ്റി ഉള്ള, അതായത് വലിയ വലിയ ബ്രാൻഡഡ് ടൈപ്പ് ഫൗണ്ടേഷൻ പോലെ ക്വാളിറ്റി ഉള്ളതാണ് കീസോളിലൂടെ ഇന്ന് നമ്മൾ ഇറക്കിയിരിക്കുന്ന ഫൗണ്ടേഷൻ എന്ന് പറയുന്നത്. അതും നമുക്ക് സാധാരണക്കാർക്ക് അഫോർഡ് ചെയ്യാവുന്ന റേറ്റിൽ തന്നെ. ഞാൻ പറഞ്ഞില്ലേ, നീ അത്രയും അഫോർഡ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ 2-3 ആർക്കെങ്കിലും കൊടുത്താൽ 2 കൊടുത്താൽ മതിയെന്നേ. MRPയിൽ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്കിത് നമുക്ക് സ്വന്തമായിട്ട് വാങ്ങാനുള്ള കാശൊന്ന് നമ്മുടെ പോക്കറ്റിൽ തന്നെ വന്ന് വീഴും. ഇത് വാങ്ങിക്കാത്തവരായിട്ട് ആരുമില്ല. ജസ്റ്റ് ഒരു അവയർനെസ് കൊടുക്കുക അല്ലെ. പാരബൻ ഫ്രീ അല്ലെ, നമ്മുടെ ഒരു പ്രോഡക്റ്റും നിങ്ങൾ നോക്കിക്കോളൂ, പാരബൻ ഫ്രീ ആയിരിക്കും. അതുപോലെ ധാരാളം അങ്ങനെയുള്ള കെമിക്കൽസ് ഒന്നും നമ്മുടെ ഒരു പ്രൊഡക്റ്റിലും കാണില്ല. അതുപോലെ ആനിമൽ ഫാറ്റോ അങ്ങനെയുള്ള ഒന്നുമില്ല. നമ്മുടെ ഏത് മേക്കപ്പ് പ്രോഡക്റ്റ് A to Z എടുത്തു കഴിഞ്ഞാൽ ഇല്ല. അപ്പൊ ഇതൊക്കെ ഈ ഒരു അവയർനെസ് ആളുകളിലേക്ക് എത്തിച്ചു കഴിഞ്ഞാൽ ഇന്ന് പെൺകുട്ടികൾ, എന്തിന് ചെറിയ കുട്ടികളടക്കം ലിപ്സ്റ്റിക് ആവട്ടെ എന്തും എല്ലാം യൂസ് ചെയ്യുന്ന ആളുകളാണ്. അപ്പൊ ശരിക്കും വൈറ്റമിൻ E അടങ്ങിയിട്ടുള്ള നമ്മുടെ ലിപ്സ്റ്റിക്, നമ്മുടെ ലിപ് ബാം, നമ്മുടെ മേക്കപ്പ് ഐറ്റംസ് ഇതൊക്കെ ഒന്ന് പരിചയപ്പെടുത്തി കൊടുത്താല് അല്ലെ, സ്ത്രീകൾക്ക് എനിക്ക് തോന്നുന്നു വളരെ ഈസി ആയിട്ട് പ്രൊമോട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ശാഖ തന്നെയാണ് കീസോൾ. എന്തിനും ഞാൻ തന്നെ ഇവിടെ വീട്ടില് ഞാൻ കുറേ ദിവസം വീട് അടച്ചിട്ടിട്ട് ഇവിടെ വരുമ്പോൾ തൊട്ടടുത്ത വീട്ടിലെ ലേഡീസ് ഒക്കെ ഓടി വരും. എന്തിനാണ്? കീസോൾ വാങ്ങാനുള്ള തിരക്കില്ല. ചിലർക്ക് ഫൗണ്ടേഷൻ വേണം, ചിലർക്ക് BB ക്രീം വേണം, ചിലർക്ക് മുരിങ്ങയായിരിക്കും, അല്ലെങ്കിൽ സാനിറ്ററി പാഡ്. കൂടുതലും സെയിൽ പോണത് കീസോളാണ്. അപ്പൊ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും സഫയർ ആയിട്ട് ഇപ്പോഴും സെയിൽ ചെയ്യാന്ന്. ഞാൻ പറഞ്ഞില്ല, ഇത് സെയിലല്ലാതെ
വി ആർ ഡൂയിങ്, എത്രയും എന്താ പറയുക, ഇത്രയും നല്ലൊരു നന്മ ആളുകൾക്ക് നമ്മൾ പരിചയപ്പെടുത്തി കൊടുക്കുക. അതിനെ നമ്മളൊരു സെയിൽ എന്ന് മാത്രം വിളിച്ചിട്ട് നമ്മൾ അതിനെ പറയാനുള്ളതല്ല അത്. നോക്കൂ, ഇതിലെ ഉഡാൻ കോഴ്സിന് നമ്മൾ ചെയ്യേണ്ട എത്ര മാത്രമേ ഉള്ളൂ, 2500 SP അല്ലെ സെല്ലിംഗ് പ്രൈസിൽ നമ്മൾ കീസോൾ പ്രോഡക്റ്റ് വാങ്ങിയിട്ട് നമ്മൾ രജിസ്റ്റർ ചെയ്യാം. നമ്മുടെ സൈറ്റിൽ തന്നെ കാണാം എങ്ങനെയാ അത് രജിസ്റ്റർ ചെയ്യാന്നുള്ളത്. നമ്മുടെ സൈറ്റിലാണ് വരിക. ആരും ഗ്രൂപ്പുകൾ നോക്കണ്ട, ഗ്രൂപ്പുകളിൽ ഉഡാനിനെ കുറിച്ച് യാതൊരു ലിങ്കോ കാര്യങ്ങളോ ഒന്നും വരില്ല. നമ്മുടെ സൈറ്റിൽ തന്നെ കാണാം എങ്ങനെ രജിസ്റ്റർ ചെയ്യാം എന്നുള്ളത്. അതിൽ 14 ദിവസത്തെ കോഴ്സാണ്. അത് ഓരോ മണിക്കൂർ ദൈർഘ്യമുള്ള കോഴ്സ്. അത് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒരു ഡിജിറ്റൽ സർട്ടിഫിക്കറ്റ് കിട്ടുന്നുണ്ടാവും. ഇനി അത് തന്നെ കണ്ടിന്യൂ ചെയ്യണം എന്നുള്ളവർക്ക് നിർജ്ജര, സ്പെഷ്യൽ നിർജ്ജര, അതുപോലെ പുരുഷന്മാരാണെങ്കിൽ നിർഭയ്, സ്പെഷ്യൽ നിർഭയ്, അങ്ങനെയൊക്കെയുള്ള കാറ്റഗറീസ് ഉണ്ട്. അവർക്ക് വേണമെങ്കിൽ അങ്ങനെ പോവാം. ഇനി അതുപോലെ തന്നെ കീസോളിലൂടെ തന്നെ നമുക്ക് സെൽഫ് ഏർണിംഗ് അല്ലെ, നമുക്ക് തന്നെ എന്താ പറയുക 60,000 രൂപ ശരിക്കും പറഞ്ഞ ഡെപ്പോസിറ്റ് ആയിട്ട് നമുക്ക് എടുത്തു കഴിഞ്ഞാൽ KSO സ്വന്തമായിട്ട് നമുക്ക് KSO സ്റ്റാർട്ട് ചെയ്യാം വീട്ടിലിരുന്നു കൊണ്ട് തന്നെ. കീസോൾ ഔട്ട്ലെറ്റ് അല്ലെ, സ്ത്രീകളെ സ്വയം പര്യാപ്തതയിലേക്ക് എത്താൻ ഇത്രയും ഒരു സാധ്യതയുള്ള ഒരു ഇതില്ലാന്ന് ഞാൻ പറയും. പണ്ടൊക്കെ ശരിക്കും പറഞ്ഞാൽ കീസോൾ ഔട്ട്ലെറ്റ് തുടങ്ങിയവർക്ക് ഒരു ടഫ് ടൈം ആയിരുന്നു. കാരണം ഓൺലൈൻ ഡെലിവറി അതുപോലെ ഓൺലൈനും ഇതൊക്കെ ചെയ്യണത് കുറച്ച് വിഷമായിരുന്നു. പക്ഷെ ഇന്നൊക്കെ വളരെ ഈസി ആയിട്ട് പോകുന്നുണ്ട്. ഞാൻ പലരുടെയും ഫീഡ്ബാക്ക് എടുക്കാറുണ്ട്. പ്രത്യേകിച്ച് കണ്ണൂരുള്ള വിനോദ് സാർ, അതുപോലെ കോഴിക്കോടുള്ള അനുരൂപ മേഡം, ഇവരൊക്കെ പറയാറുണ്ട് ഏറ്റവും കൂടുതൽ പ്രത്യേകിച്ച് ലോഞ്ചറീസ്. ഞാൻ പറയും, നമുക്ക് ലോഞ്ചറീസിനെ കുറിച്ച് നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഇത്രയും അവയർനെസ് തന്നിട്ടുള്ള ഒരു ശാഖ അല്ലെങ്കിൽ ഏതെങ്കിലും സിലബസിലുണ്ടോ? ശരിക്കും പറഞ്ഞാൽ ചുരിദാറിന് ഏതിടണം, സാരി ഇടുമ്പോൾ നമ്മൾ ഏതാണ് ഇതൊക്കെ നമ്മളെ ആരെങ്കിലും പറഞ്ഞ് പഠിപ്പിച്ചിട്ടുണ്ടോ? അതുപോലെ തന്നെ ഓരോന്നിനും അല്ലെ, നമ്മൾ ബ്രാ ഐറ്റംസ് ആവട്ടെ, അതിനകത്ത് ABCD എഴുതിയിട്ടുണ്ട്. അതൊക്കെ ഓരോ മെഷർമെന്റ് ബേസ് ചെയ്തിട്ടാണ് എന്ന് നമ്മളെ പഠിപ്പിച്ചിട്ടുള്ള. ഏത് മെഷർമെന്റ് ആണ് നമുക്ക് ഉതകുന്നത് അല്ലെ, അതിനൊക്കെ ആ ടേപ്പ് വെച്ചിട്ട് മെഷർമെന്റ് ചെയ്ത് ചെയ്യുന്ന തരത്തില് നമ്മളെയൊക്കെ ആ ഒരു എന്താ പറയാ ആ തലത്തിലേക്ക് ഈ ഒരു ശാഖ ഉയർത്തിയിട്ടുണ്ട്. ഇതൊന്നും അറിയുന്നുണ്ടായിരുന്നില്ല. എന്തോ വലിയ പഠിപ്പുണ്ടെന്നും പറഞ്ഞിട്ട് നമ്മളൊക്കെ ഇരുന്നു. കേരളം വിദ്യാസമ്പന്നാണ്, പക്ഷെ ആവശ്യം വേണ്ട ഒരു കാര്യം അറിയുന്നില്ല. ഇന്ന് സ്ത്രീകൾക്ക് പലർക്കും തോൾ വേദന, മുതുകുവേദന, ഇതൊക്കെ വരുന്നത് അവര് കംഫർട്ട് അല്ലാത്ത ലോഞ്ചറീസ് ഉപയോഗിക്കുന്നതുകൊണ്ടാണ്. നമ്മുടെ മെഷർമെന്റിനുള്ള ലോഞ്ചറീസ് ഉപയോഗിക്കണില്ല, അതിനുള്ള അവയർനെസ് കിട്ടിയിട്ടില്ല. അങ്ങനെ ഒരു അവയർനെസ് കൊടുക്കുന്ന ഒരു കോഴ്സാണ് ഉഡാൻ. ഞാൻ പറയുകയാണെങ്കിൽ ഇതൊക്കെ ശരിക്കും കുട്ടികളുടെ പാഠപുസ്തകത്തിൽ പോലും ഇത് ഉൾപ്പെടുത്തണം എന്നാണ് ഞാൻ പറയുക. അത്രയേറെ ഹൈജീൻ അവയർനെസ്, അതുപോലെ തന്നെ ബ്യൂട്ടി അവയർനെസ്, ഇതൊക്കെ കൊടുത്തുകൊണ്ട് ഇനി കീസോൾ എന്താ പറയുക, ഇനി നിങ്ങൾ കാണാൻ നിങ്ങൾ സ്വപ്നത്തിൽ പോലും കാണുന്നുണ്ടാവില്ല ആ തരത്തില് കീസോള് ശരിക്കും പറഞ്ഞാൽ ഉയരും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല. ഇപ്പൊ തന്നെ 3 റെക്കോർഡുകളാണ് കീസോള് നേടിയിരിക്കുന്നത് അല്ലെ. എലൈറ്റ് ബുക്ക് ഓഫ് റെക്കോർഡ്സ്, ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സ് ആൻഡ് എലൈറ്റ് വേൾഡ് റെക്കോർഡ് സംതിങ്, അങ്ങനെ 3 റെക്കോർഡ് നേടിയിട്ട് ആ ഒരു ശാഖ ഇങ്ങനെ സ്ത്രീകൾക്ക് വേണ്ടി, സ്ത്രീകളുടെ ഉന്നമനത്തിന് വേണ്ടി ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ ഇതൊക്കെ നമ്മൾ അറിയാതെ പോകരുത്, നമ്മുടെ ടീമിൽ വരുന്നവരെ അറിയിക്കണം. ഇനി എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒന്നുണ്ട്, ഗുഡ് ഫുഡ് അല്ലെ. ശരിക്കും പറഞ്ഞാൽ ഗുഡോട്ട് എന്ന് പറയുമ്പോൾ ഞാനൊക്കെ വെജിറ്റേറിയൻ ആയിരുന്നു, നോൺ വെജ് കഴിക്കുന്ന ആളായിരുന്നു. മൂർത്തി സാറിനെ അങ്ങനെ പ്രണയിച്ച ശേഷമാണ് ശരിക്കും പറഞ്ഞാൽ പൂർണ്ണമായും വെജിറ്റേറിയൻ ആയത്. പക്ഷെ ആ ഒരു നോൺ വെജ് എന്ന് വെജിറ്റേറിയൻ ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുന്നത് ഈസി അല്ല. നമുക്ക് അതിന്റെ സ്മെല്ലൊക്കെ കിട്ടുമ്പോൾ ശരിക്കും കഴിക്കാനൊക്കെ തോന്നും. ഞാൻ സത്യം പറയാം, തുടക്കത്തിൽ നമുക്ക് ആ ഒരു ബുദ്ധിമുട്ട് തന്നെയാണ് ആ ഒരു കംപ്ലീറ്റ് വെജ് ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുന്നത്. പിന്നെ പ്രണയത്തിന് അങ്ങനെയൊക്കെ ഉണ്ട്, ചിലപ്പോൾ നമ്മളിങ്ങനെ അന്ധയാക്കി കളയുമെന്ന് പറയില്ലേ, അതുപോലെ ആയതാ. അപ്പോ ആ സമയത്തൊക്കെ ഞാനിങ്ങനെ ആഗ്രഹിച്ചിരുന്നു ഒരു വെജിറ്റേറിയൻ ഐറ്റം ഒരു നോൺ വെജിന്റെ ടേസ്റ്റോട് കൂടി കഴിക്കാൻ കിട്ടിയിരുന്നെങ്കിൽ. ശരിക്കും പ്രാർത്ഥിച്ച പോലെ തന്നെ ഇന്ന് പ്രോട്ടീസ് ഉണ്ട്, അതുപോലെ വെജ് ബൈറ്റ് അല്ലെ. സ്കൂളിൽ പണ്ട് ഞങ്ങൾ നിരോധിച്ച സാധനമാണ് നൂഡിൽസ്. പണ്ട് ഞങ്ങളുടെയൊക്കെ CBSE സ്കൂളുകളിലൊക്കെ കുട്ടികൾ നൂഡിൽസ് കൊണ്ടുവരുന്നുണ്ടെങ്കിൽ അപ്പൊ തന്നെ പാരന്റ്സിനെ വിളിച്ചു പറയും, നിങ്ങളുടെ കുട്ടി അജിനോമോട്ടോ അടങ്ങിയിട്ടുണ്ട് നൂഡിൽസിൽ, ഇത് കൊണ്ടുവന്നിട്ടുണ്ട്, കഴിക്കുന്നു. പക്ഷെ നമുക്ക് നമ്മുടെ നൂഡിൽസ് പരിചയപ്പെടുത്തിക്കൂടെ, ധാന്യപ്പൊടികൾ കൊണ്ട് നിർമ്മിച്ചിട്ടുള്ളത് അല്ലെ. ജസ്റ്റ് അതിന്റെ ഇൻഗ്രീഡിയൻസിനെ നോക്കിയാൽ 20-ൽ പരാണ്. ആ ഒരു കുട്ടിക്ക് ഇതിലും കൂടുതൽ വേറൊന്നും വേണ്ടാന്നേ. അപ്പൊ അതുപോലെ തന്നെ പ്രോട്ടീൻസ് ആവട്ടെ, വെജ് ബൈറ്റ് ആവട്ടെ, ഇന്ന് ഇപ്പൊ നോക്കൂ, കുട്ടികളിലൊക്കെ കാണുന്ന ഏർലി പീരിയഡ്സ്, നേരത്തെ ഋതുമതി ആവണ ഒരു അവസ്ഥയൊക്കെ വരുന്നുണ്ട്. ശരിക്കും ഇന്ന് എന്നെ കേൾക്കുന്ന അധ്യാപകരായിട്ടുള്ള ആളുകൾക്ക് അത് അറിയുന്നുണ്ടാവും. ഏർലി പീരിയഡ്സിനൊക്കെ ശരിക്കും അതിനൊരു ഇത് പറയണത് ഹോർമോൺ കലർന്ന ചിക്കൻ അല്ലെങ്കിൽ മുട്ട, അതുപോലെ പാലും ഉൽപ്പന്നങ്ങളൊക്കെ കുറയ്ക്കാനാ പറയുക. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഈ ഏർലി പീരിയഡ്സ് വരുന്ന ഒരു കുട്ടി എന്ന് പറയുന്നത് കഷ്ടിച്ച് 8, 9, 10 വയസ്സുള്ള ഒരു കുട്ടി. ആ കുട്ടിയോട് അതിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ചിക്കനോ അതിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ബീഫോ മട്ടനോ കുറയ്ക്കാൻ പറഞ്ഞാൽ ആ കുട്ടി കേൾക്കൂ. കാരണം ആകെ കഴിക്കണത് അതായിരിക്കും ഉണ്ടാവുക.
പക്ഷെ അവിടെയാണ് നമ്മൾ TCGയെ സ്തുതിക്കേണ്ടത്, അദ്ദേഹത്തിന് കയ്യടി കൊടുക്കേണ്ടത്, ഈ സിസ്റ്റത്തിന് കയ്യടി കൊടുക്കേണ്ടത്. അദ്ദേഹം നോൺ വെജ് ടേസ്റ്റിൽ തന്നെ, നോൺ വെജിന്റെ അതേ ടേസ്റ്റില്, അല്ലെ, ബീഫാണെങ്കിൽ ബീഫായിട്ട്, പോർക്കാണെങ്കിൽ പോർക്കായിട്ട്, മാനിറച്ചിയാണെങ്കിൽ മാനിറച്ചിയായിട്ട്, ചിക്കൻ ആണെങ്കിൽ ചിക്കൻ ആയിട്ട്, ഇന്ന് നിങ്ങൾ ഓരോരുത്തരും എന്താ പറയാ കുക്ക് ചെയ്ത് എക്സ്പേർട്ടായി മാറിയിരിക്കുകയാണ്. വെജിറ്റേറിയൻ ബൈറ്റ്സ് ഉണ്ട്, പ്രോട്ടീൻസ് ഉണ്ട്, മാജിക്കുകൾ നടത്തുക. എന്തൊക്കെയാണ് അല്ലെ? ശരിക്കും പറഞ്ഞാൽ അതിന്റെ ഒരു ഭാഗം കൂടെ ഞാൻ നിങ്ങൾക്ക് കാണിക്കുന്നുണ്ട്. ഗുഡ് ഡോട്ടിനൊരു കോഴ്സ് ഉണ്ട്, ILCT എന്ന് പറയും. ILCT മറന്നു പോകരുത്. ഇതൊക്കെ ഇന്ന് പലരുടെയും ഗ്രൂപ്പിൽ വന്നിട്ടുണ്ടാവും. ചിലരൊക്കെ അത് നോക്കി, എന്ത് ILCT, എന്തിനാ അതൊക്കെ? നിങ്ങൾ ആരെയും ശ്രദ്ധിച്ചിട്ടുണ്ടോന്ന് അറിയില്ല, പക്ഷെ ഞാൻ നോക്കിയിട്ടുണ്ട്. ഒരു ILCT കോഴ്സ് കഴിഞ്ഞ ആള് ശരിക്കും പറഞ്ഞ ആ ILCT കോഴ്സിൽ തന്നെ മിനിമം 1300 PV ശരിക്കും പോണുണ്ട്. ശരിക്കും ഉപയോഗിക്കേണ്ട, കാരണം നമ്മൾ അവിടെ ഉപയോഗിക്കുന്നത് RCM ഉൽപ്പന്നങ്ങളാണ്, ഗുഡ് ഡോട്ട് ഉൽപ്പന്നങ്ങളാണ്. ഒരു ILCT കോഴ്സിലൂടെ തന്നെ 1300 PV. ഞാൻ പറയുന്നത് മിനിമം 2 പേരുള്ള ഫാമിലി. പക്ഷെ അവര് കുക്ക് ചെയ്യണത് എല്ലാ വീട്ടിലും 2 പേരൊന്നും അല്ല, അല്ലെ? 4 പേരുള്ള ഫാമിലി, 6 പേരുള്ള ഫാമിലി, അതിനനുസരിച്ച് അതിന്റെ PV കൂടുന്നുണ്ടാവും. പക്ഷെ ആരും ഇതിനെ സീരിയസ് ആയിട്ട് എടുത്തിട്ടില്ല. ILCT എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ 5 സ്റ്റാർ സ്റ്റൈലിൽ അല്ലെങ്കിൽ 7 സ്റ്റാർ ഹോട്ടൽ സ്റ്റൈലില് കുക്ക് ചെയ്ത് നമുക്ക് കഴിക്കാൻ, നമ്മുടെ ഫാമിലിക്ക് കഴിക്കാനും കൊടുക്കാനും ഒക്കെ ഉള്ളൊരു ഭാഗ്യം ഈ ഒരു കോഴ്സിൽ. ശരിക്കും ഞാനൊക്കെ ഗുഡ് ഡോട്ട് ഉൽപ്പന്നങ്ങൾ, അത് വെജ് ബൈറ്റ് ആയിക്കോട്ടെ, പ്രോട്ടീൻസ് ആവട്ടെ, എന്തും നൂഡിൽസ് വരെ ആയിക്കോട്ടെ, ശരിക്കും കുക്ക് ചെയ്യേണ്ട മെത്തേഡ് പഠിച്ചത് ILCTയിലാണ്. ഈ എന്നും മീറ്റിങ്ങിന് പോണം, ഞാൻ മുർസാന്റെ കൂടെ പോകുമ്പോഴും ഈ ഒരാഴ്ച അതിനു വേണ്ടി അങ്ങോട്ട് നീക്കി വെച്ചു. അല്ലെ, അതിൽ എഴുതിയിട്ടുണ്ട്, എനി അസോസിയേറ്റ് ബയർ ക്യാൻ രജിസ്റ്റർ ത്രൂ ദ ലിങ്ക് പ്രൊവൈഡഡ്. ഇതിന് ലിങ്ക് ഉണ്ടാവും കേട്ടോ. ഓരോ ഗ്രൂപ്പിലും ഇപ്പൊ അതിന്റെ ലിങ്ക് വന്നിട്ടുണ്ടാവും, തുടങ്ങിയിട്ടുണ്ടെന്ന് ഫസ്റ്റ് ക്ലാസ് തുടങ്ങിയിട്ടുണ്ട്. അതുപോലെ ഇത് ഏകദേശം 8 ദിവസത്തോളം തന്നെ 1 മണിക്കൂർ ദൈർഘ്യമുള്ള കുക്കിംഗ് ക്ലാസ് ആണ്. 1 മണിക്കൂർ, അത്രയേ ഉള്ളൂ. നമ്മൾ കുക്ക് ചെയ്ത് കാണിക്കുന്നു, എന്നിട്ട് ആ റെസിപ്പി സെൻഡ് ചെയ്ത് കൊടുക്കുന്നു, അത്രയേ ഉള്ളൂ. ഓക്കെ. അതുപോലെ ഈ ഗുഡ് ഡോട്ട് ഇന്ന് ILCT കോഴ്സ് കഴിഞ്ഞവർ തന്നെ 15,000 PV കംപ്ലീറ്റ് ചെയ്തിട്ട്, അല്ലെ, അവരുടെ സെൽഫ് IDയിലെ 3 മാസം കൊണ്ട് 15,000 PV ചെയ്തവരൊക്കെ ഉണ്ട്. അവരൊക്കെ ശരിക്കും പറഞ്ഞ ഒരു റെസിപ്പി കമ്പനിക്ക് അയച്ചു കൊടുത്തിട്ട് ഇന്ന് ഗുഡ് ഷെഫായിട്ട് പോലും ഇന്ന് കേരളത്തിൽ ഒരുപാട് പേരെ നമുക്കിന്ന് കാണിച്ചു തരാനുണ്ട്. ആ തരത്തിലും വരുമാനം, അല്ലെ, നമ്മളൊരു റെസിപ്പി അയക്കുമ്പോഴും നമുക്കുള്ള വരുമാനം. ഇങ്ങനെ ഗുഡ് ഷെഫ് ആയി കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ ഫ്രൈഡേ നടക്കുന്ന പ്രോഗ്രാമിലൊക്കെ നമുക്ക് ഫ്രൈഡേ 11 മണിക്ക് ഓൺലൈൻ പ്രോഗ്രാം ഉണ്ടാവാറുണ്ട്. അതിലൊക്കെ റെസിപ്പി അയച്ചു കൊടുത്ത് വരുമാനം വാങ്ങിയ വനിതകളാണ് ശരിക്കും പറഞ്ഞ ആ ഒരു ഫ്രൈഡേയിൽ പങ്കെടുക്കുന്ന ആളുകൾ. അല്ലെ, പേര് പറയുകയാണെങ്കിൽ ആളുകളുണ്ട്. ഞാൻ ഇന്ന് ആരുടെയും പേരെടുത്ത് പറയില്ല, ഞാൻ ഒരാളുടെ പേര് പറഞ്ഞാൽ ഒരാളുടെ പേര് വിട്ടു പോകുന്നുണ്ടാവും. അപ്പൊ ആ തരത്തില് RCM നോക്കൂ, ശരിക്കും നമ്മളുടെ ടേസ്റ്റിനനുസരിച്ച്, അല്ലെ, സ്ത്രീകൾക്ക് പലർക്കും പല സെഗ്മെന്റുകളോടായിരിക്കും താല്പര്യം ഉണ്ടാവുക. അതുപോലെ തന്നെ പുരുഷന്മാരും പലർക്കും, കാരണം RCM എന്ന് നമ്മൾ പറയുമ്പോൾ ഇത്രയും സെഗ്മെന്റുകൾ ഉണ്ട്, ഏതിനോടാണ് ഇഷ്ടം എന്ന് പറയാൻ പറ്റാത്തൊരവസ്ഥയുണ്ട്. ഇപ്പം എൻ്റെ മോന് മെഡിസിൻ ആയിരുന്നു ഇഷ്ടം. ഞാൻ അവനോട് പോയിട്ട്, മോനെ നീ എഞ്ചിനീയറിംഗ് ആയാൽ മതി, നിനക്ക് എഞ്ചിനീയറിംഗ് മതി എന്ന് പറഞ്ഞാൽ കേൾക്കുവോ? ആലോചിച്ച് നോക്കൂ. കുട്ടികൾക്ക് ഏതാണോ താല്പര്യം, നമ്മുടെ ടീമിലെ തുടക്കത്തിൽ വരുന്നവർക്ക് ഏതാണോ താല്പര്യം, അവരെ അതിലേക്ക് വിടുക. പതിയെ പതിയെ അവർ നെറ്റ്വർക്കിലേക്ക് വരും. സമയമെടുക്കും. ഇപ്പൊ നോക്കൂ, ഇന്ന് പല സെഗ്മെന്റുകളിലും എക്സ്പേർട്ട് ആയിട്ട് പോയ ആളുകൾ സ്വന്തമായിട്ട് അവർ നെറ്റ്വർക്ക് തുടങ്ങി കഴിഞ്ഞു. അവർക്ക് മനസ്സിലായി, പാസീവ് ഇൻകത്തിന്റെ ഇമ്പോർട്ടൻസ് മനസ്സിലായി. പക്ഷെ വി ഷുഡ് ഗിവ് ദം ടൈം. അപ്പൊ അതുകൊണ്ട് തന്നെ അവരെ ഇഷ്ടപ്പെട്ട മേഖലയിലേക്ക് തിരിച്ച് വിടുക നമ്മുടെ ഉദ്ദേശം, അല്ലെ? നമുക്ക് ലക്ഷ്യം എന്ന് പറയുന്നത് നമ്മളും 100% ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കണം, നമ്മൾ സൃഷ്ടിച്ച കൺസ്യൂമർ ഗ്രൂപ്പും 100% ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുന്നവരായി മാറണം, അല്ലെ? അതുപോലെ ഗുഡ് ഡോട്ട്, അതുപോലെ തന്നെ ഹരിത സഞ്ജീവനിയെ കുറിച്ചൊക്കെ പറയാൻ നിന്നാൽ ശരിക്കും പറഞ്ഞാൽ ഒരു സെഷൻ തന്നെ വേണ്ടി വരും. പല ഭാഗങ്ങളിലായിട്ട് ഹരിത സഞ്ജീവനിയുടെ സെഷൻസ് നടക്കുന്നുണ്ട്. നമ്മുടെ റൂബി ബിനുസാറൊക്കെ അതൊരു വലിയ, എന്താ പറയുക, അദ്ദേഹം ഒരു വലിയ ലക്ഷ്യമാക്കി എടുത്തിരിക്കുക ഹരിത സഞ്ജീവനി കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം. അതിനെ എന്താ പറയാ, ശരിക്കും ഒരു വലിയ ട്രീറ്റ്മെന്റ് ആണ്. ഇന്ന് ഞാൻ പറയുകയാണെങ്കിൽ ഈ എങ്ങനെയാ വെളിച്ചെണ്ണയ്ക്കൊക്കെ അത്ര വില കൂടിയത്? തെങ്ങുകളൊക്കെ പലതും ICUലും വെന്റിലേറ്ററിലും കിടക്കണം. കാരണം അതിന് വേണ്ട വളമോ ഒന്നും വേണ്ടതൊന്നും മണ്ണിൽ കൊടുക്കാനില്ല, അല്ലെ? ശരിക്കും ഒന്ന് ആലോചിച്ച് നോക്കൂ. നമുക്ക് നമ്മുടെ ഹരിത സഞ്ജീവനി ഞാൻ ജസ്റ്റ് ഒന്ന് അടുത്ത സ്ലൈഡും കൂടെ കാണിക്കാം. സോയിൽ ഹെൽത്ത് ഉണ്ട്, അതുപോലെ സോയിൽ ഹെൽത്ത് സ്പെഷ്യൽ ഉണ്ട്, അതുപോലെ ഫ്രൂട്ട് സ്പെഷ്യൽ. ഈ 2 മതി തെങ്ങിന് പ്രയോഗിക്കാനായിട്ട്. ഇതിന്റെ ഒക്കെ രീതികൾ എങ്ങനെയാണെന്ന് നമ്മളെ മനസ്സിലാക്കിച്ച് തരുന്ന ഒരുപാട് യൂട്യൂബ് വീഡിയോസ് ഉണ്ട്. അതുപോലെ ഫിസിക്കൽ പ്രോഗ്രാംസ് ഉണ്ട്. മടി കൂടാതെ അറ്റൻഡ് ചെയ്യാം.
കാരണം ഇന്ന് ടെറസിൽ പോലും കൃഷി ചെയ്യുന്ന തരത്തില് കേരളത്തിലെ ചെറിയ അവയർനെസ് എന്ന് ശരിക്കും ആളുകളിൽ വന്നു തുടങ്ങിയിട്ടുണ്ട് അല്ലെ. കാരണം നമുക്ക് അവർക്ക് നമ്മൾ മാർക്കറ്റിൽ പോയിട്ട് വാങ്ങിക്കുന്ന പലതും വിഷം അടങ്ങിയിട്ടുള്ളതാണെന്ന് പത്രങ്ങളിലൂടെ നമ്മൾ അറിഞ്ഞു, അനുഭവങ്ങളിലൂടെ നമ്മൾ അറിഞ്ഞു. അപ്പൊ ശരിക്കും ആ ഒരു കൃഷി ചെയ്യാനുള്ള പഴയ മനസ്സ് കേരളീയൻ ഇന്ന് വന്നിട്ടുണ്ട്. ശരി, അതിനൊക്കെ നമ്മളെ സഹായിക്കുന്ന ഗാർഡൻ ഗോൾഡ്, ഹരിത സഞ്ജീവനി, ഇതിനെ കുറിച്ചൊക്കെ പഠിച്ചാല് തെങ്ങുകളെ നമുക്ക് ICUവിൽ നിന്നും ആ വെന്റിലേറ്ററിൽ നിന്നൊക്കെ ഒന്ന് മോചിപ്പിച്ച് നല്ല ആരോഗ്യമുള്ള ഒരാളാക്കിയിട്ട് മാറ്റിയെടുക്കാൻ നമുക്ക് സാധിക്കും കേട്ടോ. അപ്പോ യെസ്, ഇനി അടുത്തത് ഗാമ ഒറൈസനോൾ. ഗാമ ഒറൈസനോൾ എന്ന് പറഞ്ഞാല് എന്താ പറയാ, എനിക്ക് ഇനി പറയാൻ വാക്കുകളില്ലേ. ഒരു എന്താ പറയാ, ഇത് ഡോക്ടർ രാജൻ സാറൊക്കെ പറയുന്ന പോലെ ഒരു കംപ്ലീറ്റ് ഒറ്റമൂലി തന്നെയാണ്. പല പ്രശ്നങ്ങൾക്ക് പരിഹാരം. എന്തിന്, വിഷാദ രോഗമുള്ളവർക്ക് പോലും ഏറ്റവും കൂടുതൽ കാണുന്നത് ഡിപ്രഷൻ ആണെന്നാ പറയുന്നത്. അവർക്ക് പോലും നമുക്ക് സജസ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടുള്ള നമ്പർ 1 ആയിട്ടുള്ള ഒരു ന്യൂട്രാസൂട്ടിക്കൽ ഉൽപ്പന്നമാണ് ഗാമ ഒറൈസനോൾ. നിങ്ങളിൽ പലർക്കും ഇത് അറിയുമെന്ന് അറിയില്ല. ഈ ഗാമ ഒറൈസനോൾ ശരിക്കും പറഞ്ഞാൽ ഗിന്നസ് വേൾഡ് റെക്കോർഡ് നേടിയിട്ടുള്ളതാണ്. ഏറ്റവും കൂടുതൽ ഡോക്ടേഴ്സ് റെക്കമെൻഡ് ചെയ്തിട്ടുള്ള ഏക ന്യൂട്രാസൂട്ടിക്കൽ ഉൽപ്പന്നം എന്ന് പറയുന്നത് ഗാമ ഒറൈസനോളാണ്. ഇപ്പൊ ഈയിടെ നമ്മൾക്ക് അതിന്റെ ഒരു ടാർഗറ്റും കിട്ടുകയുണ്ടായി. ശരിക്കും ഞാനും മൂർത്തി സാറും അതുപോലെ നമ്മുടെ സുയിസാർ ഫാമിലി, നമ്മുടെ കനകമ്മയുടെ ഒക്കെ ഉണ്ടായിരുന്നു. ഞങ്ങളൊക്കെ ചണ്ഡീഗഡിൽ ഒരു ഫംഗ്ഷൻ ഇതിനു മുമ്പ് പങ്കെടുത്തപ്പോ പഞ്ചാബില് ദുരി, അതായത് ഈ ഹെൽത്ത് ഗാർഡ് ഫാക്ടറി, അതുപോലെ ഗാമ ഒറൈസനോളിന്റെ ഫാക്ടറി കാണാനുള്ള ഭാഗ്യം ഉണ്ടായി. അതിൽ ഗാമ ഒറൈസനോളിന്റെ ഫാക്ടറി തന്നെ ശരിക്കും പറഞ്ഞാൽ അതിന്റെ മാനുഫാക്ചറിങ് കോസ്റ്റ് എന്ന് പറയുന്നത് 350 കോടിയാണ്. ക്യാൻ യു ഇമാജിൻ? 1 കോടി പോലും നമുക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റാത്തടത്താണ് 350 കോടി വെച്ചിട്ട് നമ്മൾ RCM ഫാമിലിക്ക് വേണ്ടി മാത്രം ഇത്രയും വലിയൊരു എന്താ പറയാ, ഒരു വലിയൊരു എസ്റ്റാബ്ലിഷ്മെന്റ് നമ്മളവിടെ കണ്ടത്. ഈ ഹെൽത്ത് ഗാർഡ് ഓയിൽ നിന്ന് ഗാമ ഒറൈസനോൾ വേർതിരിക്കുന്ന പല വിധത്തിലുള്ള സ്റ്റെപ്പുകൾ നമ്മൾ ഈ കണ്ണുകൊണ്ട് കണ്ടിട്ട് ശരിക്കും പറഞ്ഞാൽ ഞാൻ അവിടുന്ന് ഇറങ്ങുമ്പോൾ എന്റെ ആവട്ടെ മൂർത്തി സാറ്, സുയിസാർ, ഞങ്ങളുടെയൊക്കെ കണ്ണ് നിറഞ്ഞിരുന്നു എന്നുള്ളതാണ്. കാരണം ഇത്രയും വലിയൊരു ഭാഗ്യം. അതും പ്രത്യേകിച്ച് അവര് നമ്മളോട് പറയുന്ന ഒരു സെന്റൻസ് ഉണ്ട്, ഈ 350 കോടി മുടക്കിയത് നിങ്ങൾ RCM ഫാമിലിക്കും നിങ്ങളുടെ തലമുറയ്ക്കും വേണ്ടിയാണ്. മതിനെ, അത് മതി കേട്ടാ നമുക്ക് മനം നിറയും. അപ്പൊ അതിൽ തന്നെ ഇപ്പൊ ഈ ലേറ്റസ്റ്റ് വന്നിട്ടുള്ള നമുക്ക് തന്നിട്ടുള്ള ടാർഗറ്റ് ആണ് 100 പീസ് ഗാമ ഒറൈസനോൾ സെൽഫ് ഐഡിയിൽ ചെയ്യണവർക്ക് അല്ലെ, സിംഗിൾ എൻട്രി ഉണ്ട്. അവിടെ ഈ പറയുന്ന പഞ്ചാബില് നമുക്ക് പോവാം, ദുരിയില് ഫാക്ടറി കാണാം, അവിടെ നടക്കുന്ന ഫംഗ്ഷനിലെ ഗാല ഡിന്നർ, അതുപോലെ അവിടെ ഒരു ഹോട്ടലിൽ നമുക്ക് അതുപോലെ നല്ല സൗകര്യങ്ങളുള്ള 5 സ്റ്റാർ ഹോട്ടലിൽ നമുക്ക് താമസം ഉണ്ടാവും. അതുപോലെ കപ്പിൾ എൻട്രി ആണെങ്കിൽ 150 പീസ് നമ്മൾ ചെയ്യണം. അത് ജൂൺ തൊട്ട് സെപ്റ്റംബർ വരെ കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട്. ഇനി കപ്പിൾ എൻട്രി വിത്ത് കിഡ്, നമുക്ക് ഒരു കുട്ടിയെ കൊണ്ടുപോകണമെങ്കിൽ എക്സ്ട്രാ 20 പീസ് ചെയ്യണം കേട്ടോ. 150 പീസിന്റെ കൂടെ 20 പീസ്. 2 കുട്ടികളെ ചെയ്യണമെങ്കിൽ വീണ്ടും 20 പീസ് എക്സ്ട്രാ ചെയ്യണം. പക്ഷെ ഇതൊക്കെ ചെയ്യാന്ന് പറയുന്നത് ഞാൻ പറഞ്ഞില്ല, ഇറ്റ് ഇസ് ദ ബിഗ്ഗസ്റ്റ് സർവീസ് ടു ദ സൊസൈറ്റി എന്ന് വിചാരിച്ചാൽ മതി. കാരണം ഡോക്ടർ ദിനേശ് ബാബു സാറ് പറയുന്ന ഒരു സെന്റൻസ് ഉണ്ട്. അദ്ദേഹം പല PPTകളിൽ അദ്ദേഹം നമ്മളെ കാണിച്ചു തന്നുണ്ട്. ബ്രസ്റ്റ് ക്യാൻസർ വരെ ക്യൂർ ചെയ്യാൻ സഹായിച്ചിട്ടുള്ള ഏറ്റവും അമൂല്യമായിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണ് ഗാമ ഒറൈസനോൾ. പിന്നെ എങ്ങനെ വേൾഡ് റെക്കോർഡ് കിട്ടാതിരിക്കുക? നിങ്ങൾ എന്നെ ഒന്ന് ആലോചിച്ച് നോക്കൂ അല്ലെ. എങ്ങനെ എല്ലാത്തിനും എന്താ പറയാ പരിഹാരമായിട്ട് നമ്മളെ 100% ആരോഗ്യത്തോടു കൂടി ഇരിക്കാനും നല്ലൊരു ലൈഫ് സ്റ്റൈൽ ഫോളോ ചെയ്യാനും ഒക്കെ നമ്മളെ പഠിപ്പിക്കുന്ന ഇത്രയും വലിയൊരു സിസ്റ്റത്തിൽ ഈ ടാർഗറ്റ് ചെയ്ത് ദുരി കാണണം, നിങ്ങളൊക്കെ കാണണം എന്നാ ഞാൻ പറയാ. ശരിക്കും അപ്പോഴാണ് നമ്മുടെ മക്കളെയൊക്കെ നമ്മൾ എന്തിനാ പഠിപ്പിക്കണേന്ന് ചോദിക്കാറുണ്ട് അല്ലെ. അപ്പൊ എന്റെ മോനെയാണെങ്കിലും ഞാൻ MBBS പഠിക്കുന്ന സമയം തൊട്ട് ഞാൻ അവനോട് പറയും, മോനെ നീ ഇത് പഠിച്ചോ, ബട്ട് യു ഷുഡ് കം ബാക്ക് ടു RCM. ലാസ്റ്റ് ആ ഒരു ഇതിൽ വരെ, കാരണം കുട്ടി കൺവിൻസ്ഡ് ആയിരുന്നില്ല. അവൻ എന്നോട് പറഞ്ഞത് അവന്റെ കോളേജ് അവനെ ട്യൂട്ടറായിട്ട് വിളിക്കുന്നുണ്ട്. അവിടെ ആ കോളേജിൽ തന്നെ ട്യൂട്ടറായിട്ട് പോയാ അവന് 60,000 രൂപയിൽ മുകളിൽ ശമ്പളം കൊടുക്കാൻ ഓഫർ കിട്ടിയിട്ടുണ്ട്. എനിക്ക് അവിടെ വർക്ക് ചെയ്താൽ മതി അമ്മേന്നാ പറഞ്ഞത്. പക്ഷെ നമ്മുടെ ആ ഒരു കൗൺസിലിംഗ് ഇതുപോലെയുള്ള പ്രോഗ്രാം ധാരാളമായിട്ട് കൊണ്ടുപോയി കാണിച്ചു കൊടുത്തപ്പോൾ അവൻ എന്നോട് പറഞ്ഞത്, ഒരു ഡോക്ടർ ചെയ്യുന്നതിനേക്കാളും വലിയ സർവീസ് ശരിക്കും അമ്മ RCM ഫാമിലി ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. ഒരു ഡോക്ടർക്ക് കൃത്യമായിട്ട് അതിനുള്ള മരുന്ന് കൊടുക്കാം എന്നല്ലാതെ, ഒരു രോഗത്തിനെ ക്യൂർ ചെയ്യുമ്പോൾ വേറൊരു രോഗം വരാം എന്നല്ലാതെ, ചില സൈഡ് എഫക്റ്റുകളുള്ള മരുന്ന് കൊടുക്കാമെന്നല്ലാതെ വേറൊന്നും ചെയ്യാനില്ല. പക്ഷെ ഇവിടെ നമ്മൾ വിചാരിച്ച നമുക്ക് ഒരുപാട് കുടുംബങ്ങൾക്ക് ആരോഗ്യം നൽകാം, അതുപോലെ സാമ്പത്തിക സ്വാതന്ത്ര്യം നൽകാം. ഞാൻ ഈ നേരത്തെ പറഞ്ഞ പോലെ എന്താ പറയാ, ഈ ഇത്രയും ഉന്നതിയിൽ ഈ സാധാരണക്കാരെ എത്തിക്കുക എന്ന് പറഞ്ഞാൽ എന്താ പറയാ, ഈ സിസ്റ്റം നമ്മളെ കൊണ്ടുപോകുന്നത് ആ ഒരു തലത്തിലേക്ക്, വലിയൊരു കൊടുമുടിയിലേക്കാണ് നമ്മളെ കൊണ്ടുപോകണേ. ഇപ്പൊ നോക്കൂ, നമുക്ക് ഈ ലേറ്റസ്റ്റ് ആയിട്ട് കിട്ടിയ ഒരു വലിയ വാർത്ത എന്ന് പറയുന്നത്, നമ്മുടെ കമ്പനി തന്നെ സ്വന്തമായിട്ട് പെയിന്റും വികസിപ്പിച്ചെടുത്തു, ഒവേറ.
അല്ലെ? നിങ്ങൾ എല്ലാവരും അത് ആ സെഷൻ അറ്റൻഡ് ചെയ്തിട്ടുണ്ടാവും. തുളസി പെയിന്റ് അല്ല, ഇനി മുതൽ നമുക്ക് ഉബൈറ പെയിന്റ്സ് നമ്മുടെ കമ്പനി തന്നെ സ്വന്തമായിട്ട് പ്ലാന്റ് എടുത്തിട്ട് വികസിപ്പിച്ചു. എന്താ വേണ്ടത്? തലമുറകൾക്കും അതിന്റെ തലമുറകൾക്കും അങ്ങോട്ട് നമുക്ക് എണ്ണിയാ തീരില്ല, അത്രയും നമ്മുടെ കമ്പനി എല്ലാം നമുക്ക് റെഡിയാക്കി തന്നിരിക്കുകയാണ് കേട്ടോ. അപ്പൊ എന്റെ PPT അവസാനിപ്പിച്ചിട്ടുണ്ട്. ഇനി നോക്കി നോക്കൂ, ഇപ്പം 858 പേരായി. അല്ല, എനിക്ക് ആളുകളെ കാണുന്നുണ്ടായിരുന്നില്ല. ഷെയർ ചെയ്ത സമയത്ത് ഞാനും എക്സ്പ്ലെയിൻ ചെയ്ത് വേറെ ലോകത്തായി. അറിയാം കുറെ പേർക്ക് അല്ലെ, വീട്ടിൽ ഫുള്ളായിട്ട് ഇത് കേൾക്കാനൊന്നുള്ള സമയമൊന്നും ഉണ്ടാവില്ല. ചിലരുടെ ഫാമിലി സപ്പോർട്ട് ഉണ്ടാവണം എന്നില്ല, അല്ലെങ്കിൽ RCM അത്രത്തോളം അങ്ങോട്ട് നെഞ്ചിൽ ഏറ്റി പിടിച്ച ഫാമിലി ഉണ്ടാവണം എന്നില്ല, അല്ലെ? ശരിക്കും ഇതെല്ലാം പല പല ഫാക്ട്സ് ഇതിനകത്തുണ്ട്. ചിലരൊക്കെ ഒരു കൗതുകത്തിന് എത്തി നോക്കിയിട്ട് കുറെ കാലങ്ങൾ കഴിയുമ്പോൾ ഗുഡ് ബൈ പറഞ്ഞു പോയിട്ടുമുണ്ട്. കാരണം എന്താണ്? അവരെ കൊണ്ട് പറ്റില്ല എന്നുള്ള വിശ്വാസം, അല്ലെങ്കിൽ ഇത് എന്നെ കൊണ്ട് പറ്റില്ല, ഞാനല്ല, അവർക്ക് പറ്റും, ഇവർക്ക് പറ്റും എന്നുള്ള ഒരു ഇത്. ശരിക്കും ഇന്ന് ഞാൻ കാണിച്ചു തന്നത്, ഞാൻ നേരത്തെ എന്റെ സ്ലൈഡിൽ എഴുതിയ പോലെ ആ ഒരു സക്സസ് ജേണി, ആ ജേണി ഇന്ന് ഞാനത് പറയാൻ കാരണം എന്താന്ന് വെച്ചാൽ, മൂർത്തി സാർ അസാധാരണക്കാരനായിരുന്നെങ്കിൽ ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വരില്ല. കാരണം നിങ്ങളുടെ മുമ്പിൽ വന്നിട്ട് വെറുതെ ഞാൻ ബളബളബള ഒരു കള്ളത്തരം പറഞ്ഞിട്ട് കാര്യമില്ല, അല്ലെ? ഇന്ന് ഞാൻ പറഞ്ഞതൊരു ഫാക്റ്റാണ്. ഒന്നുമല്ലാതെ വട്ടപൂജയായിരുന്ന ഞങ്ങളുടെ ഫാമിലി മാത്രമല്ല, ഇന്ന് ഞാൻ കാണിച്ച ഒരു എമറാൾഡ് ആൻഡ് എബോവ് ഫാമിലി, അല്ലെ? അവരൊക്കെ ശരിക്കും പറഞ്ഞ അങ്ങനെയുള്ള ഒരു അവസ്ഥയിൽ നിന്ന് വന്നിട്ട് ഇന്ന് ആ ഒരു നിറഞ്ഞ സാമ്പത്തിക സ്വാതന്ത്ര്യം അനുഭവിക്കുക, ഒരു വലിയ ടീം കെട്ടിപ്പടുത്തിട്ട് അതിന്റെ മുകളിൽ ഇങ്ങനെ ഇരിക്കുക, അല്ലെ? ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇങ്ങനെ പല രാജ്യങ്ങൾ കാണാൻ പോവുക. ഞാനൊക്കെ എന്താ പറയാ, സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടില്ല ഏതെങ്കിലും ഒരു രാജ്യം കാണാൻ പോകുന്നു. ഈ അടുത്ത കാലത്ത് ഞാനും മുർസാറും കൂടെ ഹോങ്കോങ് കാണാൻ പോയി. സ്വിസാർ ഫാമിലി ഉണ്ടായിരുന്നു, ഞങ്ങൾ കോർ ലീഡേഴ്സ് എല്ലാവരും. അതില് ഞാൻ അവിടെ കണ്ട ഒരു കാര്യം കൂടെ ഇന്നത്തെ പ്രോഗ്രാം എൻഡ് ചെയ്യാണ്. അവിടെ ഞാൻ കണ്ട ഒരു കാര്യം, ഇന്ന് ലോകത്തിലേക്ക് വികസിച്ചുകൊണ്ടിരിക്കുന്ന രാജ്യങ്ങളിൽ ഒന്ന് തന്നെയാണ് ഈ പറഞ്ഞ ഹോങ്കോങ്. അവിടെ ഞാൻ കണ്ട ഒരു കാര്യം, നമ്മൾ അവിടുത്തെ ഓരോ പാക്കറ്റുകൾ നമ്മൾ വാങ്ങിക്കുന്ന സാധനങ്ങൾ അതിൽ എഴുതിയിരിക്കുന്നത് മെയ്ഡ് ഇൻ ഹോങ്കോങ്, മെയ്ഡ് ഇൻ ഹോങ്കോങ്. ഏത് പ്രോഡക്റ്റ് എടുത്തു കഴിഞ്ഞാലും മെയ്ഡ് ഇൻ ഹോങ്കോങ്, മെയ്ഡ് ഇൻ ഹോങ്കോങ്, മെയ്ഡ് ഇൻ ഹോങ്കോങ്. വേറൊരു മൾട്ടിനാഷണൽ കമ്പനി പ്രോഡക്റ്റ് ഞങ്ങൾ ആ രാജ്യത്ത് കണ്ടില്ല. മനസ്സിലായി അവിടെ എന്തുകൊണ്ട് ദരിദ്രരില്ല എന്നുള്ളത്. ഇന്ന് TCG അല്ലെ, പുതിയൊരു ഇന്ത്യ കെട്ടിപ്പടുക്കുക എന്ന് പറയുമ്പോൾ പലരും ഇങ്ങനെ നോക്കുക, എങ്ങനെയാണ് അത് സാധിക്കുക? അയ്യോ, അതെങ്ങനെ? TCG അത് തന്നെയാണ് ആഗ്രഹിക്കുന്നത്. RCM ഉൽപ്പന്നങ്ങൾ എന്ന് പറയുന്നത് 100% ഇന്ത്യൻ ഉൽപ്പന്നങ്ങളാണ്. നമ്മൾ എന്നാണോ 100% ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കാൻ തുടങ്ങുന്നത്, തീർച്ചയായിട്ടും അന്നായിരിക്കും നമ്മുടെ രാജ്യം ആ ഒരു സമ്പന്ന രാഷ്ട്രത്തിന്റെ പട്ടികയിലേക്ക് കുതിക്കുക എന്നുള്ളതാണ് യാഥാർത്ഥ്യം, അല്ലെ? ഹോങ്കോങ്ങിനെ പോലെ, അതുപോലെ അന്ന് ഞങ്ങൾ കണ്ട വേറൊരു രാജ്യം കൂടെ ഉണ്ട്, മോണിക് പോലെ. അതൊക്കെ ശരിക്കും പറഞ്ഞാൽ ഇതുപോലെ അവിടെയൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു വിട്ടുവീഴ്ചയില്ല. എന്തിന്, അവിടുത്തെ തൂപ്പുകാർ പോലും നമ്മുടെ ഭക്ഷണം ബാക്കി വന്നിട്ട് അതായത് നല്ല കവർ ചെയ്ത നല്ല അടിപൊളി ഫുഡ്, അതിൽ കുറെ നമുക്ക് പ്രത്യേകിച്ച് ഫുഡ് ഐറ്റംസ് കളയാനുള്ള മടി ഉണ്ടാവും, നല്ല പാക്ഡ് ഫുഡാണ്. അത് അവിടെ ഹോങ്കോങ്ങിൽ നമ്മൾ കൊടുത്തപ്പോൾ അവർക്ക് പോലും തൂപ്പുജോലി ചെയ്യണവരാവട്ടെ, അവർക്ക് നമ്മളത് കൊടുത്തപ്പോൾ അവര് പറഞ്ഞത് അവര് വേറെ രാജ്യത്തിന്റെ, അതായത് നമ്മൾ ഉപയോഗിച്ചത് ട്രഡീഷണൽ ഇന്ത്യൻ ഫുഡായിരുന്നു, അവിടുത്തെ ഇന്ത്യൻ റെസ്റ്റോറന്റിൽ ഉണ്ടാക്കിയ ഫുഡ് അത് അവര് കഴിക്കില്ല. അവരുടെ രാജ്യത്തിന്റെ ഫുഡ് മാത്രമേ കഴിക്കുകയുള്ളൂ, അവിടെ ഉണ്ടാക്കിയ ഉൽപ്പന്നം മാത്രമേ അവർ കഴിക്കുകയുള്ളൂ, അല്ലെ? അങ്ങനെയുള്ള ഒരു എന്താ പറയാ ബോധം എന്താ പറയാ തൂപ്പുകാരിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, എവിടെ അവരെത്തിയിരിക്കണോ, നമ്മളെക്കാളൊക്കെ എത്ര മുകളിൽ എത്തിയിരിക്കണം. അത് ശരിക്കും പറഞ്ഞാൽ TCGയുടെ ആ ഒരു ആശയവുമായിട്ട് യോജിക്കുന്നത് കൊണ്ടും, അല്ലെ, ആ ഒരു സമ്പന്ന രാഷ്ട്രത്തെ കെട്ടിപ്പടുക്കാനുള്ള ഈ ഒരു നിർമ്മിതിയില് ശരിക്കും നമ്മളൊക്കെ ഒത്തുചേർന്ന് പ്രാർത്ഥനയോടുകൂടി, ഞാൻ പറയുകയാണെങ്കിൽ പ്രാർത്ഥനയോടുകൂടി തന്നെ ഉണ്ടാവണം RCMന്റെ കൂടെ. കാരണം ഇപ്പോഴും പല ദേവാലയങ്ങളിലും എഴുതി വെച്ചിരിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്, നമ്മളുടെ ജീവിതത്തിൽ എന്ത് നന്മയായി ഭവിച്ചിട്ടുണ്ടോ അത് മറ്റുള്ളവർക്ക് നിങ്ങൾ നല്ലപോലെ പറഞ്ഞു കൊടുത്തിട്ടുണ്ടെങ്കിൽ അവിടെയാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഉയർച്ചയുണ്ടാവുന്നതും ഈശ്വരന്റെ അനുഗ്രഹം ഉണ്ടാവുന്നതെന്നും പറയുന്നുണ്ട്. നമ്മൾ RCMൽ എന്താ ചെയ്യണത്? അത് തന്നെയല്ലേ ചെയ്യണേ? നമ്മുടെ ജീവിതത്തിൽ ഭവിച്ച നന്മ ആളുകളിലേക്ക് എത്തിച്ചു, അവരിൽ നന്മ ഉണ്ടാവും. ആ നന്മ ശരിക്കും പറഞ്ഞ ദാറ്റ് ഇസ് ദ ബ്ലെസ്സിങ് ഓഫ് ഗോഡ്, അല്ലെ? ഈ ഒരു ബ്ലെസ്സിങ് ഇന്ന് എല്ലാവർക്കും കിട്ടാൻ, ഇന്ന് നിങ്ങൾ കണ്ട എമറാൾഡ് ആൻഡ് എബോവ് സാധാരണ കാറ്റഗറി ആളുകൾ അവരിന്ന് വളർന്ന ആ ഒരു ഹയർ കാറ്റഗറിയിലേക്ക് വന്നത്, ആ ഒരു ട്രാൻസ്ഫർമേഷൻ ഇന്ന് അതിലേക്ക് വരാൻ എല്ലാവരെയും ക്ഷണിച്ചുകൊണ്ട്
ഇന്ന് ഇപ്പൊ ഞാൻ കാണിച്ച ഞങ്ങളുടെ വരുമാനം 11 ലക്ഷം ആണെങ്കിൽ ആ 11 ലക്ഷം എന്നെ കേൾക്കുന്ന എല്ലാവർക്കും കിട്ടാൻ എന്താ പറയാ അതിനുള്ള സെൻസിബിലിറ്റി, സെൻസിറ്റിവിറ്റി, ഇതെല്ലാം അറിവ് എല്ലാവർക്കും ഉണ്ടാവണേ. എല്ലാവരെയും സ്നേഹിക്കാനുള്ള ആ ഒരു മനോഭാവം, ത്യാഗ മനോഭാവം, RCMന് വേണ്ടി വർക്ക് ചെയ്യാനുള്ള മനോഭാവം, ഡേ ഓൺ എ ഡെയിലി ബേസിസ് വർക്ക് ചെയ്യാനുള്ള ആ ഒരു ആറ്റിറ്റ്യൂഡ്, മടി കളയുക, ഇതൊക്കെ ഇന്ന് ഞങ്ങളുടെ പ്രാർത്ഥനയിൽ ഇത് മാത്രമേ ഉള്ളൂ. നിങ്ങളോടൊപ്പം ഈ സഫയർ ഫാമിലി എന്നും ഉണ്ടാവും, എപ്പോഴും കൂടെ ഉണ്ടാവും. ഓക്കെ, താങ്ക് യു JRC.